ദൈവം എല്ലാ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയ സാർ ക്ഷണിക്കുകയും തക്ക സമയത്ത് വരുവാൻ ഈ രാത്രിയുടെ ആക്കി യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസൻ, ഈ പട്ടണത്തിൽ രാവും പകലും അധ്വാനിക്കുന്ന ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി സഹായിക്കുന്ന കർത്താവിൻ്റെ വേലക്കാർ, അതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഏറെ വർഷങ്ങളായി എന്നോടൊപ്പം സുവിശേഷ വേലയിൽ അനവധി രാത്രികളിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് പാടുവാനും താമസിപ്പാനും ഇടയായിട്ടുണ്ട്. പ്രിയ അരുമയാണ് ഊഴിയക്കാരൻ തഞ്ചാവൂർ വില്യംസ് ഇന്ന് രാത്രി എന്നോടൊപ്പം ആയിരിക്കുന്നു. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കീബോർഡെല്ലാം പ്ലേ ചെയ്യുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ സുനിൽ സോളമൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, ഈ സഭയിലെ കൊയറിനെ ഓർക്കുന്നു. ദൈവം എല്ലാ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സാർ ഈ നോട്ടീസ് കൊടുത്തപ്പോൾ പലരും ഇങ്ങനെ വരുന്നത് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇപ്പോഴത്തെ വെളിപ്പാട് പുസ്തകത്തിനപ്പുറമായി പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇന്നത്തെ സംഭവങ്ങൾ എന്തായിത്തീരും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രഭാഷണം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സമയം നേരത്തെ എടുക്കുന്നത്. 3 ഭാഗങ്ങളാണ്, ഇടവേളകളൊന്നും ഉണ്ടാകത്തില്ല. ഫാസ്റ്റ് ഇസ്രയേൽ, പ്രസൻറ്റ് ഇസ്രയേൽ ഓൺ ഹോർമോസ്, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ ഇസ്രയേൽ. ഇതിനെപ്പറ്റി 3 ഭാഗങ്ങളായിരിക്കും. പഴയ ഇസ്രയേൽ, ഇന്നത്തെ ഇസ്രയേൽ, ഭാവികാല ഇസ്രയേൽ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എസെക്കിയേൽ പ്രവചനവും സെഖര്യാ പ്രവചനവുമായിരിക്കും ഈ രാത്രി പ്രതിപാദിക്കുന്നത്. 10-17 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ വായിക്കും. കൃപയാൽ അവസാനം ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ യോഗ പരമ്പരകൾ ഈ രാത്രി കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് പെരിങ്ങനാട് ദൈവസഭയെ ഇങ്ങനൊരു യോഗം നടത്തുവാൻ സ്വർഗം ക്രമീകരിച്ചു? 5 കാര്യങ്ങളാണ് അതിൻ്റെ പ്രത്യേകത. 1, ഒരു സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സഭയ്ക്ക് കുറച്ച് പണം കിട്ടിയത് കൊണ്ടല്ല. 1, ഈ പട്ടണത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയന്റെ വരവിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും കൈവിടപ്പെട്ടു പോകരുത്. 3, ഈ കൺവെൻഷൻ നടത്തുന്ന സഭാമക്കൾ മാത്രമല്ല, ഈ പട്ടണത്തിലെ സകല കുടുംബങ്ങളും ദൈവീക അനുഗ്രഹത്താൽ ഈ നാളുകളിൽ നിറയണം. 4, ഈ പെരിങ്ങനാടോ മണക്കാലയോ ഇതിനോടനുബന്ധിച്ച് വരുന്ന ദേശങ്ങളിൽ ഒരു കത്തിക്കുത്തോ കൊലപാതകമോ ആത്മഹത്യകളോ ഈ ദിനങ്ങളിൽ ഉണ്ടാകരുത്. 5, ഈ കൺവെൻഷൻ നടത്തുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ മാത്രമല്ല, ഇവിടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ ഈ വർഷം ചിലരും കൂടി മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. അതിനുവേണ്ടി ദൈവ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. ഈ രാത്രിയിലെ ചിന്തയ്ക്കായി everyone open your Bible in this evening. We are going to the prophecy of Ezekiel chapter 21 verse 26-27. എസെക്കിയേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ. അരുമயான തമിഴ് ബൈബിൾ എസെക്കിയേൽ ദീർഘദർശിൻ ഘടികം അധികാരം 21 വസനത്തെ വാസിക്കരുത്. 26, 27 തഞ്ചാവൂരിനും വചനത്തെ നോട്ട് ചെയ്യാം. എസെക്കിയേൽ 21, 26, 27 കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. മോൻ വായിക്കുന്ന വാക്യങ്ങൾ കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കണമേ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും താഴ്ന്ന പ്രിയപ്പെട്ടവർ പലരും ഉന്നതങ്ങളിലെത്തും. താഴ്ന്നതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഭരണകൂടങ്ങളിൽ ആഗോള വ്യാപകമായ ഒരു മാറ്റമുണ്ടാകും. അപ്പോൾ ഇതിന്റെ പിൻപിൽ ഒരു അന്തിമ യുദ്ധവും വരുന്നു. വായിക്കാമേ. ഞാൻ അതിന് ഉന്മൂലനാശം. അതാ 1-ാം ലോകമഹായുദ്ധം. അടുത്തത് ഉന്മൂലനാശം. 2-ാം ലോകമഹായുദ്ധം. ഉന്മൂലനാശം വരുന്നു. ഇസ്രായേലിന്റെ വിഷയത്തിൽ 3-ാം ലോകമഹായുദ്ധം. അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്ന 3-ാം ലോകമഹായുദ്ധം. അതിനു മുമ്പ് പെരിങ്ങനാട്ടൊരു സംഭവം നടക്കും. അതിനു വേണ്ടിയ കൺവെൻഷൻ. വായിക്കാൻ മോനെ അടുത്ത വാക്ക്. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അതങ്ങനെ ഇരിക്കുകയില്ല. ഇത് നിങ്ങൾ കാണുമ്പോൾ ഉന്മൂലനാശം. 3-ാമത് ഉലകത്തിൽ ഒരു ഉന്മൂലനാശം ഇവിടെ നടക്കുന്നതിന് മുമ്പ് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും. കണ്ണുകൾ മൂടാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ഈ രാത്രി വെളിപ്പെടുക. മാതാവേ പിതാവേ, 2024 കണ്ടവർ 25 കണ്ടില്ല, 25 കണ്ടവർ 26 കണ്ടില്ല, 26 ജനുവരി കണ്ടവർ ഈ ഏപ്രിൽ 3-ാമത്തെ ആഴ്ച കാണാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് രാത്രിയും കാലുകൾ ചവിട്ടിക്കൊണ്ട് ഗ്രൗണ്ടിൽ വന്നപ്പാ പിതാവെ എന്ന് വിളിക്കുവാൻ ഒരു അവസരം കൂടി ദൈവം എനിക്ക് തന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നതിനായി
നന്ദിയോടെ വാഴ്ത്തുന്നു. കൊല്ലം ജില്ലയിൽ തൊട്ടടുത്ത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തേവലക്കര എന്നൊരു പറയുന്ന നല്ല ഗ്രാമം, അതിലൂടെ ഒരു പ്രത്യേകം നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന മർത്തമ ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരുന്നു. ഒരു ദിവസം 3 മക്കൾ, ഭാര്യ, താൻ ഭാര്യയുടെ സഹോദരനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റിവിടാൻ പോയി. രാത്രി 8 മണിക്ക് വിടുന്ന യാത്രയെ 12 മണിക്ക് എയർപോർട്ടിലെത്തി. 2 മണിക്ക് ചെറുപ്പക്കാരനെ എമിറേറ്റ്സിൽ കടത്തിവിട്ടു. ചായ കുടിച്ചു. ടാർ വാഹനത്തിൽ യാത്രയായി. ആലുവ കഴിയുന്നു, വൈറ്റില കഴിയുന്നു, അരൂർ കഴിയുന്നു, ആലപ്പുഴ കഴിയുന്നു, അത് കഴിഞ്ഞ് ഹരിപ്പാട് കഴിഞ്ഞ് കായംകുളം കഴിഞ്ഞ് ഓച്ചിറ. 20 മിനിറ്റ് ഫാർ ഡിസ്റ്റൻസ് തൻ്റെ വീട്ടിലെത്തുവാൻ ബാക്കി. വെളുപ്പിന് 5:15 മണിയായി. വാഹനത്തിന് നല്ല തണുപ്പ്, പുറത്ത് നല്ല കാറ്റ്, കണ്ണൊന്ന് മങ്ങിപ്പോയി. കരുനാഗപ്പള്ളി കഴിഞ്ഞ് ഓച്ചിറയിൽ നിന്ന് പാലക്കാടിന് പോകുന്ന സൂപ്പർ ഫാസ്റ്റിലേക്ക് വണ്ടി ഇടിച്ചു കയറി. NH കണ്ട കാഴ്ച, വണ്ടി ഒരു സൈഡിൽ 5 പേർ തെറിച്ചു വീണ കാഴ്ച. 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തേവലക്കര ഭവനത്തിനകത്ത് വന്നത് 3 ശവപ്പെട്ടികളാ, അപ്പൻ്റെയും 2 കുഞ്ഞുങ്ങളുടെയും. ഇന്ന് രാത്രി അടൂർ ബൈപ്പാസിൽ കൂടെ എത്ര പ്രാവശ്യം, ഏനാത്ത് കൂടെ എത്ര പ്രാവശ്യം, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ പന്തളത്ത്, ഒരുപക്ഷെ ഈ നെല്ലിമുകൾ കടമ്പനാട് റോഡിൽ കൂടി അനവധി പ്രാവശ്യം പോയി. നല്ല ടാർ വാഹനം ഉണ്ടായിരുന്നു, നല്ല പജീറോ ഉണ്ടായിരുന്നു, നല്ല ടയോട്ട ഉണ്ടായിരുന്നു. കമ്പനിയുടെ മഹത്വമല്ല, ഓടിച്ച ചെറുപ്പക്കാരൻ്റെ കൃപയല്ല. ഇന്ന് രാത്രി ഒരു അപകടം നിനക്ക് വരാതിരുന്നത് നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. ഒരു വീട്ടിൽ 3 ശവപ്പെട്ടി വന്നപ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ഒരു ശവപ്പെട്ടി വരാതെ, നിന്റെ വീടിന്റെ പുറത്തൊരു കറുത്ത കൊടി ഉയരാതെ, എൻ്റെ കണ്ണിനെ കണ്ണുനീരിന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. കണ്ണുകൾ മൂടാ കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് തൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഈ രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം വന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പിന്മഴയുടെ കാലത്തെ യഹോവയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ മിന്നൽ പിണറിനെ അയക്കും. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് പട്ടണത്തിനകത്ത് ഉയരുവാൻ, ആയിരങ്ങൾ യേശുവിനെ കാണുവാൻ, കൺവെൻഷൻ കൂട്ടങ്ങൾ ഈ പട്ടണത്തിൽ നടക്കുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. പണ്ടിക കൂട്ടത്തിൻ കടസി നാളുകളിൽ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവൻ്റെ അകത്തുനിന്ന് ജീവജല നദിയുടെ ഉറവകൾ പൊട്ടട്ടെ, അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ, ഇന്ന് രാത്രി പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 2026 കൺവെൻഷനും ആരാധനയും ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, കുടുംബജീവിതം തകർന്നവർ യേശുവിന് വേണ്ടി കരമുയർത്തുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കണം. ഈ രാത്രി ഞങ്ങളുടെ പേരോ സംഘടനയുടെ പേരോ ഒന്നും ഈ രാത്രി ഉയരുത്. നാഥൻ്റെ നാമം മാത്രം ഈ യോഗക്കൂട്ടങ്ങളിൽ ഉയരണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. നല്ലൊരു ദൂത് കൊടുക്കുവാൻ മഹാദൈവം എളിയവനോട് കരുണ കാണിക്കണം. ഈ മക്കളെ ബലപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ രാത്രി ബലത്തോടെയും ശക്തിയോടെയും മടക്കിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുത്താട്ടെ, ശക്തിയോടെ മഹിമ കൊടുത്താട്ടെ, ഉണർവോടെ മഹിമ കൊടുത്താട്ടെ. തിരുവചനത്തിലേക്ക് വരാം. കുഞ്ഞെല്ലാ വാക്യങ്ങളും വായിക്കത്തില്ല, നിങ്ങൾ ബൈബിൾ കൂടെ ഇരിക്കണം. പ്രസന്റിൽ നടക്കുന്ന ഇറാൻ ഇസ്രയേൽ അമേരിക്ക കോൺഫ്ലിക്റ്റ് എന്ന ഒരു ഭാഗത്തെ പറ്റി മശിഹായുടെ വരവെന്നൊരു ഭാഗമായിരിക്കും ചിന്തിക്കുന്നത്. ശ്രദ്ധയോടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പുതിയ നിയമ, മൊത്തമായും ബൈബിളിൽ 260 പരം അധ്യായങ്ങൾ പുതിയ നിയമത്തിലും. ഇന്ന് രാത്രി വായിച്ചത് എസെക്കിയേൽ പ്രവചനം. 17 പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകമാണ്. 17 പ്രവചനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ 3 പ്രവചനങ്ങൾ വലിയ പ്രവചനങ്ങളായി ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും യുഗത്തിന്റെ അന്ത്യത്തിലും നടക്കുന്ന കാര്യങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന 3 വലിയ പ്രവചനങ്ങൾ. 1 എസെക്കിയേൽ പ്രവചനം, 2 യിരെമ്യാ പ്രവചനം, 3 യെശയ്യാ പ്രവചനം. മധ്യകാല പ്രവചനങ്ങൾ, ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന 4 മധ്യകാല പ്രവചനങ്ങളുണ്ട്. 1 ആമോസ് ഉണ്ട്, 2 സെക്കറിയ ഉണ്ട്, 3 ഹോശയ്യ ഉണ്ട്, 4 ദാനിയേൽ പ്രവചനമുണ്ട്. തുളവും ചെറിയ പ്രവചനങ്ങളുടെ ഒരു ശ്രേണി അതേ പഴയ നിയമത്തിലുണ്ട്. ഹബക്കൂക്ക് ഉണ്ട്,
ബാറൂഖുണ്ട്, മീക്കായുണ്ട്, യോവേലുണ്ട്, നഹൂമുണ്ട്, മലാക്കിയുണ്ട്. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി നാം തൊട്ടുവച്ചത് എസക്കേൽ പ്രവചനം. ഈ വിശുദ്ധ ബൈബിളിലെ 30-ാമത്തെ പുസ്തകമായ എസക്കേൽ പ്രവചനം. മശിഹായുടെ ജനനത്തിന് പിൻപിൽ 600 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് കേബാർ നദീ തീരത്തിരുന്ന പൂശിയുടെ മകനായ എസക്കേലിനോട് വരുംകാല സംഭവങ്ങളെ പറ്റി പറയുന്ന ഒരു ചുരുള എസക്കേൽ പ്രവചനം. 48 അധ്യായങ്ങൾ ഇതിനകത്തുണ്ട്. 1278 വാക്യങ്ങളായ എസക്കേൽ പ്രവചനത്തിൻ്റെ തുല്യമായ വാക്യങ്ങളുടെ സംക്ഷിപ്തം. 1 മുതൽ 12 വരുന്നത് ഇസ്രായേലിനോടുള്ള ന്യായവിധിയെ പറ്റിയ. 12 മുതൽ 26 വരെ വരുമ്പോൾ യഹൂദരാജ്യം മടങ്ങി വരികയും ഒരു അന്തിമ യുദ്ധത്തിൻ്റെ ചാലുകൾ ഒരുങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം 24 തുടങ്ങി ഏകദേശം 39-ാം അധ്യായം വരുന്നത് 3-ാം ലോക മഹായുദ്ധത്തോടുള്ള സംഭവങ്ങളാണ്. അവസാന കാലങ്ങൾ ലോകത്തിൽ നടക്കുന്ന ന്യായവിധികളെ പറ്റി 48-ാമത്തെ അധ്യായം വരച്ചു കാട്ടുമ്പോൾ ഈ പുസ്തകം അവസാനിക്കുന്നു. അനേക ദിവസങ്ങൾ പ്രസംഗിക്കാനുള്ള ഒരു ഭാഗമാണ്. ഇന്ന് രാത്രി അതിനകത്ത് 21-ാമത്തെ വാക്യം വരാൻ പോകുന്ന ഒരു യുദ്ധത്തിൻ്റെ ശ്രുതിയെക്കുറിച്ച് എസക്കേലിനോട് സ്വർഗം സംസാരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അങ്ങനെ പെരിങ്ങനാട് മക്കൾ ഇത് കാണുമ്പോൾ ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. അതിനവകാശമുള്ളവൻ വരുവോളം അതില്ലാതെയും ഇരിക്കും. ഇവിടെയാണ് മശിഹായുടെ വരവിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നാം കടക്കുന്നു. മത്തായി സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒലിവുമല പ്രഭാഷണം. വളരെ ചിന്തയോടെ സെൻസറൽസിൽ ഇരിക്കുന്നത് പോലെ വചനം കേട്ടുകൊണ്ടിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24:3-4-5. അതിൻ്റെ 1-2 അവസാന പെരുന്നാളിൽ യെരൂശലേം ദൈവാലയത്തിനകത്ത് യേശു സംസാരിക്കുന്നതാ. മത്തായി 24:1-2. യെരൂശലേം ദൈവാലയം യേശു വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിൻ്റെ പണി കാണിച്ചു. യേശുവെ, പണിയെല്ലാം കാണുന്നില്ല. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ആസ്പദമായി ഒലിവുമലയിൽ സായം സന്ധ്യയിൽ നാഥൻ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവിടെ വന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, പല പ്രഭാഷണങ്ങളും അങ്ങയോട് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പതിവിന് വിപരീതമായി ചില കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ ക്രൂശീകരണം ഉലകം അവസാനിക്കും അടയാളങ്ങൾ. അരുമേന തമിഴ് ബൈബിൾ പേസുகிறது ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും എന്ത് മട്ടുമേ പേസുகிறது. യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. വിഷയം നമ്മുടെ അതല്ല, കാർമ്മികമായ വിഷയത്തിലേക്ക് നാം കടക്കുന്നു. മത്തായി 24:32, 33, 34, 35, 36. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായില്ല തളിർക്കുമ്പോൾ വേനൽ അടുത്തുമല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. നാളും നാഴികയെ സംബന്ധിച്ച് വരുമാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവിലും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ കുഞ്ഞുങ്ങളോട് മശിഹായുടെ വരവിൻ്റെ 6 ലക്ഷണങ്ങൾ. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ച ലക്ഷണം, 4 ഏകലോക മതത്തിൻ്റെ ലക്ഷണം, 5 നോഹയുടെ കാലത്തെ പോലെ പെരുമിടകളും യെല്ലോ അലർട്ടും, 6 ലോത്തിന്റെ കാലത്തെ പോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങും. ഈ ഒരു ഭാഗം തന്നെ പ്രസംഗിക്കണമെങ്കിൽ 14 രാത്രി വേണം. ഇപ്പോൾ നാം ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രസന്റ് ഇസ്രായേൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇസ്രായേൽ, വരാൻ പോകുന്ന സംഭവത്തിലേക്ക്. ഇവിടെ നമ്മുടെ ചിന്തയെ ആരംഭിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. ആസ്പദമായി പീലാത്തോസിന്റെ അരമന, 2 കൂടുകൾ, 1 വാഴ്ത്തപ്പെട്ട കർത്താവും, 2 ബറബാസും. യഹൂദ പരീക്ഷകൾ വിളിച്ചു. ബൈബിൾ കൂടെ മത്തായി 27:25 അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ പറഞ്ഞത് AD 30. AD 70 മുതൽ യഹൂദന്റെ ചിതറക്കം തുടങ്ങി. AD 135 കാലഘട്ടമായപ്പോൾ ലോകരാജ്യങ്ങളിൽ 120ഓളം രാജ്യങ്ങളിൽ യഹൂദൻ ചിതറുവാനിടയായി. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് നിന്ന് യഹോവയെ മറന്നുകൊണ്ട് ലോകത്തിന്റെ ഗതികളിൽ പോയ യഹൂദനെ ചിതറിച്ചു കളഞ്ഞ സ്വർഗത്തിലെ ദൈവം. ഏകദേശം 1900 വർഷങ്ങൾ അവർ പ്രവാസികളായി ലോകരാജ്യങ്ങളിൽ ചിതറിപ്പോയി. നിർണായകമായി യഹൂദന്റെ മടങ്ങി വരവും മശിഹായുടെ പുനരാഗമനമാ ചിന്തിക്കുന്നത്. 1867 ശ്രദ്ധയോടെ ഇരിക്കണം. ഫ്രാൻസിൽ ഒരു മിലിറ്ററി ക്യാമ്പ് നടക്കുന്നു. എൻ്റെ ലോകത്തിലെ കമാൻഡർമാരെല്ലാം അതിൽ പങ്കെടുക്കുന്നു. രാവിലെ നമ്മുടെ അടൂർ വടക്കടത്ത് ക്യാമ്പിൽ മാർച്ച് പാസ്റ്റ് പോലീസുകാർ നടത്തുന്ന ഒരു മാർച്ച് പാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു പട്ടാളക്കാരനെ താഴെ ഫ്രാൻസുകാരെ വഴിക്കിട്ട് അടിച്ചു കൊള്ളുന്നു. ഇത് നോട്ട് ചെയ്യാൻ, ഇന്നത്തെ കണക്ക് ചാനലല്ല പോയത്, അത് നോട്ട് ചെയ്യാൻ പോയൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തിയോഡർ ഹർസൺ. അവനൊരു യഹൂദന. താഴെ അവൻ്റെ നോട്ട് ബുക്കുമായിട്ട് താഴെ ഇരിക്കുമ്പോൾ ഒരു കമാൻഡറെ അടിച്ചു കൊള്ളുന്നു. അവൻ ഓടിച്ചെന്ന് പറഞ്ഞു, അയ്യോ അദ്ദേഹം ഒരു പട്ടാള കമാൻഡറല്ലേ, അദ്ദേഹത്തെ എന്തിനടിച്ചു കൊല്ലുന്നു? ഫ്രാൻസുകാർ പറഞ്ഞു, അവൻ ഈശോയെ ക്രൂശിച്ചവൻ, അതുകൊണ്ട് ഇവനെ കൊന്നാൽ പാപവും കിട്ടും മോക്ഷവും കിട്ടും, ഞങ്ങളുടെ ശാപവും മാറും. ഇവനും ഒരു യഹൂദനായിരുന്ന അമ്മയെ. ഇവൻ ആ പേപ്പർ എടുത്ത് വലിച്ചു കീറിക്കളഞ്ഞിട്ട് നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങൾ പീലാത്തോസിന്റെ അരമനയിൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് നിലവിളിച്ചപ്പോൾ ഇന്ന് ലോകരാജ്യങ്ങൾ ഞങ്ങൾ ചിതറിക്കടക്കുന്നു. ഒരു രക്ഷയുമില്ല. പല്ലി, പാമ്പ്, ചെരുപ്പിന്റെ വാർ, ഇതൊക്കെ ഇവൻ ഭക്ഷിച്ചു. ലോകത്തിലെ 5 ചക്രവർത്തിമാർ ക്രൂരമായിട്ട് അവനെ പീഡിപ്പിച്ചു കഴിഞ്ഞു. ഇറാനിലെ ഹമാൻ, അതുപോലെ ഇറാഖിലെ
നെബൂഖദ്നേസർ, റഷ്യയിലെ സാർ ചക്രവർത്തിമാർ, സിറിയയിലെ അന്തിക്കോസ് എപ്പിഫാനോസ്, അതോടൊപ്പം തന്നെ ഹോളോകോസ്റ്റ്, ഏകദേശം ഹിറ്റ്ലർ, മുസോളിനിയൊക്കെ ലക്ഷങ്ങളെ കൊന്നവരെ തീർത്ത് കളഞ്ഞു. യഹൂദന്റെ മാംസം ബ്രിട്ടന്റെ മാർക്കറ്റിനകത്ത് പറക്കോടി ചന്തയിൽ തൂക്കിയതുപോലെ തൂക്കി അവന്റെ മാംസത്തിനകത്ത് നിന്ന് കൊഴുപ്പെടുത്തിട്ട് നല്ല സോപ്പുണ്ടാക്കി മേനി കിട്ടുമെന്ന് പറഞ്ഞു വിറ്റു. യഹൂദ സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ വയറ്റിലേക്ക് കുന്തം കുത്തി അമ്മയും പിള്ളയും കൊന്നുകളയുന്ന കാഴ്ച ലോകം മുഴുവൻ. 1867 അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-2 കൊല്ലമല്ല, 30 വർഷം അവൻ നിലവിളിക്കാൻ തുടങ്ങി. 30 വർഷം നിലവിളിച്ചപ്പോൾ 1897 നമ്മൾ പരസ്യയോഗത്തിന് ഒരു ട്രാക്ട് അടിക്കുന്ന പോലെ അവൻ ഒരു ബുക്ക് എടുത്തു, സിയോൺ സംഘം. 1897 3 ദിന ഉപവാസക്കൂട്ടം നടക്കുന്നു. എവിടെയാണ് നടക്കുന്നു? സ്വിറ്റ്സർലൻഡിലെ ബാസലിനകത്ത്. അന്ന് ഈ ലഘുലേഖ പ്രകാശനം ചെയ്യുന്നു. യഹൂദന്റെ മടങ്ങിന് വരവിന് വേണ്ടി സിയോൺ സംഘത്തിന്റെ ഒരു ഗ്രൂപ്പ്, അതിന്റെ നേതാവ് ഡോക്ടർ ചെയ്യാം വൈസ്മാൻ. 14 പരം കൊല്ലം ലോകരാജ്യങ്ങൾ പ്രാർത്ഥിച്ചു. അതിനാസ്പദമായി 1911 ഒരു സംഭവം നടക്കുന്നു. അന്നത്തെ ഓസ്ട്രിയയുടെ ചെറുപ്പക്കാരനാണ് ഫെർഡിനൻഡ് രാജകുമാരൻ, ഭാര്യയുടെ പേര് സോഫിയ. അവരിവിടെ സെർബിയയിൽ ഒരു ഫ്ലവർ എക്സിബിഷൻ കാണാൻ പോയി. നമ്മൾ ഈ കമ്പംകുമ്മിളിയിൽ അടുത്ത സ്റ്റേറ്റിൽ പോകുന്നത് പോലെ വഴിവക്കിൽ വെച്ചൊരു സംഭവം നടന്നു. എന്താ സംഭവം? തന്റെ ജീപ്പിനകത്തേക്ക് അംഗരക്ഷകന് കല്ലേറിയേറ്റു. പിന്നെ കേരളത്തിലേക്ക് വന്നില്ല. കമ്പത്ത് ചാടുന്നു, ആശുപത്രി പോലും. അവിടെ നിന്നോ ഈ അംഗരക്ഷകന് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം നടന്നു. ഫെർഡിനൻഡ് രാജകുമാരനെ സെർബിയയിലുള്ള ഒരുത്തൻ കുത്തിക്കൊന്നു. അതാ 1-ാം ലോകമഹായുദ്ധം. ലോകം 2 ചേരിലേക്ക്. ഫാസ്റ്റ് ഇസ്രയേൽ, പ്രസന്റ് ഇസ്രയേൽ, ദെൻ കം ടു ഹോർമോസ് ടു ദ ഫ്യൂച്ചർ ഇസ്രയേൽ. അത് പറയുമ്പോൾ രാത്രി ശ്രദ്ധയോടെ. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോകം 2 ചേരിയിൽ. ബ്രിട്ടന്റെ കീഴിലായിരുന്നു ഓസ്ട്രിയ, ജർമ്മനിയുടെ കീഴിലായിരുന്നു സെർബിയ. 14 മുതൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ജർമ്മനിയുടെ കപ്പൽപ്പട ബ്രിട്ടനെ മുഴുവൻ വളഞ്ഞു. 48 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രിട്ടൻ അവസാനിക്കുമെന്ന് ലോകരാജ്യങ്ങളോട് ജർമ്മനി ഭീതി മുഴക്കി. അന്നത്തെ ഏറ്റവും നിർണായകമായ ബ്രിട്ടനിലെ ചക്രവർത്തിയുടെ പേര് ഡേവിഡ് ലോയൻ ജോർജ്. അദ്ദേഹത്തിന്റെ ഗവർണറുടെ പേര് ആർതർ ബാൽഫോർഡ്. അത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ പട്ടാള മേധാവി ഡേവിഡ് അലൻബി, യഹൂദ ശാസ്ത്രജ്ഞനായ ചെയ്യാം വൈസ്മാൻ, അന്ന് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിക്കകത്ത് TNT പഠിക്കുന്ന മക്കൾക്ക് നോട്ട് ചെയ്യാൻ ട്രൈനൈട്രോട്രോളവി വിത്ത് സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്നുണ്ടാക്കി. പക്ഷേ ഗ്രനേഡ് കൊണ്ടുപോകാൻ വഴികളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, സാർ എന്തെങ്കിലും ഒരു സഹായം തരണം, ഇല്ലെങ്കിൽ യഹൂദനില്ലാതെ രക്ഷയില്ല. അവൻ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ ഗ്രനേഡ് എങ്ങനെ സമുദ്രത്തിലെത്തിക്കാം? അന്ന് പരിശുദ്ധാത്മാവ് അവന്റെ കണ്ണുകൾ തുറന്നു പോയി. ഇന്നേക്ക് 3000 ചില്ലുവാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന്റെ പേര് അയ്യോബ്. ആടുപാടുകൾ പോയി, 10 മക്കൾ പോയി, ഭാര്യയും പ്രിയപ്പെട്ടവരുമെല്ലാം കുറ്റം പറഞ്ഞു. എങ്കിലും പ്രത്യാശയോടെ ഒരു വാക്കാച്ചായ അവൻ പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുക. ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ വിമർശിച്ചാലും ഇന്ന് രാത്രി വചനമേൽക്കുന്നവൻ ഒരു പ്രത്യാശയുണ്ട്. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഭാര്യ തള്ളും, വീട്ടുകാർ തള്ളും, നിന്റെ കൂടെ പരിശോഗത്തിൽ നിൽക്കുന്നവർ തള്ളും, സെൻട്രലിലെ കുഞ്ഞുങ്ങൾ നിന്നെ തള്ളും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യോബിന് സ്വർഗത്തിന്റെ കണ്ണുകൾ അവന്റെ മേൽ ഇറങ്ങി വന്നു. 100 കണ്ടുപിടുത്തങ്ങളാണ് അവൻ പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും നിർണായകമായി ഇന്ന് നടക്കുന്ന വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽ തുമ്പിൽ, ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലിമെന്റൽ ഇംപ്ലാന്റഡ് ടെക്നോളജി, വി ആർ സെയിങ് സയൻസ് ഇന്റർപ്രിട്ടേഷൻ. അത് ഇയ്യോബാ പറഞ്ഞത്. ഇയ്യോബ് 37:7 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. വീണ്ടും ഇയ്യോബിനകത്ത് വെള്ളം തടഞ്ഞു നിർത്തി അതിനകത്ത് നിന്ന് അണക്കെട്ടുകൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ഐസ് ഭണ്ഡാരം എവിടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവന് പിടികിട്ടി. ഇയ്യോബിന്റെ പുസ്തകം എടുത്ത് ഡോക്ടർ ചെയ്യാം വൈസ്മാൻ വായിച്ചു. ബൈബിൾ വായിക്കേണ്ട. ഇയ്യോബ് 38, 22, 23. നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പൊടയുമുള്ള നാളിലേക്ക് അതിനെ ഞാൻ വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവന്റെ കണ്ണുകൾ തുറന്നു. അന്ന് രാത്രി ഒറ്റ നിമിഷം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ബ്രിട്ടനിലെ എല്ലാ ഐസ് ഫാക്ടറികളും പ്രവർത്തിച്ചു. ഐസ് ഫാക്ടറികൾക്കകത്ത് നിന്ന് ഐസ് ക്യൂബ് കൊണ്ടുവന്നു. ഈ ഗ്രനേഡിനെ അതിനകത്ത് നമ്മുടെ കൊറിയർ ബാഗ് ചെയ്തെന്നാണ് പറയുന്നത്. എന്നിട്ട് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈനോക്കുലർ വെച്ച് ഇത് വെള്ളത്തിൽ കൂടെ ഒഴുകി വിട്ട് ആരും കാണുന്നില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? പടപട വെള്ളത്തിൽ കൂടി ഐസ് ക്യൂബ് യാത്രയായി ആസ്പാസ് ഏകദേശം കപ്പലിന്റെ സമീപം എത്തുമ്പോൾ റിമോട്ട് കാർ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ കാർ ഓടിക്കുന്ന പോലെ ഞെക്കാൻ തുടങ്ങി. ബ്രിട്ടന്റെ സമുദ്രത്തിനകത്ത് ജർമ്മനിയുടെ കപ്പൽ പടപടാ തകരുവാനിടയായി തീർന്നു. ജർമ്മനി കൊടി താഴ്ത്തി, ബ്രിട്ടൻ യുദ്ധത്തിനകത്ത് ജയിച്ചു. വൈകിട്ട് സായം സന്ധ്യയിൽ ആരെവിടെ എന്നറിയാമോ? മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യഹൂദനെ അവിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവർ ഡേവിഡ് ലോയൻ ജോർജും ആർതർ ബാൽഫോർഡും. അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഡേവിഡ് അലൻബി ചോദിച്ചു, യഹൂദശാസ്ത്രജ്ഞൻ നീ ഒരുവനായി ഇത് ജയിച്ചത് എന്തോ വേണം? ഞങ്ങളാരുടെ പറഞ്ഞാൽ അടൂർ വല്ല ഷോപ്പിംഗ് കോംപ്ലക്സും വേണമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് ഞങ്ങൾ ലോകരാജ്യങ്ങൾ ചിതറി, ഞങ്ങൾക്ക് മടങ്ങി വരാൻ ഒരു അവസരം തരണം. ആ ഡിക്ലറേഷന്റെ പേരാ 1917 നവംബർ 1 രാത്രി 11 ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. നിങ്ങളുടെ സെൻസറിൽസിൽ വർഗീസ് പെരേര സാറൊക്കെ ഒരു കാലത്ത് പഠിപ്പിച്ചതെന്ന് കേരളത്തിന്റെ സിലബസ്
ദിവസങ്ങൾ മാറിക്കഴിഞ്ഞു. ആദ്യമായിട്ട് അത്തിച്ചെടി കുഴിച്ചു വെക്കുന്ന ഒരു രാജ്യം കിട്ടിയില്ല. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ രണ്ടാം ലോകമഹായുദ്ധം. അന്ന് ലോകത്തിലെ രണ്ട് വൻശക്തികളാണ്. ഒന്ന് അമേരിക്ക, രണ്ടാമത്തെ വൻശക്തിയുടെ പേരാണ് ജപ്പാൻ. അമേരിക്കയും ജപ്പാനും ഘോരം അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അമേരിക്കയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരുവനെ ഏൽപ്പിച്ചിരിക്കുന്നു ആറ്റം ഡിവൈഡ് ചെയ്യാൻ. അവന്റെ പേര് ഹെൻറിക്കോ ഫെർമി. 40 രാവും 40 പകലും ആറ്റത്തെ വിഭജിക്കുവാൻ അവൻ പദ്ധതി വെച്ചിരിക്കുക. പല ദിവസങ്ങളായി ആറ്റം വിഭജിക്കുവാൻ നോക്കി. ഒരു പദാർത്ഥത്തിന്റെ ചെറിയ ഘടകങ്ങൾ ആറ്റം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, രക്ഷയില്ല. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരിയസ് ട്രൂമാൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, ജപ്പാൻ മുന്നേറുന്നു, അതുകൊണ്ട് നമ്മൾ ആറ്റം ഉണ്ടാക്കണം. അവൻ പറഞ്ഞു, നോക്കാം. അതിനാസ്പദമായി അവൻ തിരിച്ച് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ ലാബിലേക്ക് വന്നു. എന്താ സംഭവിച്ചത്? ഒന്നാം ലോകമഹായുദ്ധത്തിൽ യഹൂദന്റെ അത്തിച്ചെടി രാജ്യം കിട്ടിയില്ല. അതിനുവേണ്ടി വരവിന് വേണ്ടി ചരിച്ചകരമാ തിരുവചനം. ഇവൻ തിരുവചനം തുറക്കുവാൻ തുടങ്ങി. ഒരു നിരീശ്വരവാദിയായിരുന്നു. എന്താ അവന്റെ പിൻപിലെ സംഭവം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് അവന്റെ കണ്ണുകൾ തുറക്കുവാനിടയായി. ഇന്ന് രാത്രി വഴികളും വാതിലുകളും അടയും, പ്രതിസന്ധികൾ നിനക്കെതിരെ വരും. ഏത് രാത്രിയിലും നിനക്ക് തുറന്നു വായിക്കാൻ പറ്റിയത് ജീവന്റെ വചനം. കരമുയർത്തുന്നവർക്കായി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 2 പത്രോസ് 3:10 അവന്റെ കണ്ണുകൾ ഉടക്കി. അതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. അങ്ങനെയാണ് ആറ്റം ഡിവൈഡ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ IPC-കാർ മനസ്സിലാക്കുവാൻ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു പാസ്റ്റർ കെ. എബ്രഹാം. അദ്ദേഹം തിരുവല്ല വാരിക്കാട്ട് നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചു. ആ കാലഘട്ടത്തിൽ കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചു, ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മടങ്ങി വരും, അമേരിക്ക യുദ്ധത്തിൽ വിജയിക്കുമെന്ന്. പിറ്റേന്ന് മലയാള മനോരമയുണ്ട്. മലയാള മനോരമയ്ക്കകത്തൊരു വാർത്തയുണ്ട്, ജപ്പാൻ മുന്നേറുന്നു, അമേരിക്ക തകരുന്നു. അദ്ദേഹം എടുത്തൊരു ഭാഗമുണ്ട്, പകുതി പെന്തിക്കോസുകാരും അത് തുടത്തില്ല. എസെക്കിയേൽ പ്രവചനം 37, 5, 6, 7, 8 താഴ്വരയിലേക്ക് സ്വർഗം എസെക്കിയേലിനെ കൊണ്ടുപോയി. ഇതാ കിടക്കുന്നു ചിതറിക്കിടക്കുന്ന അസ്ഥികൾ. യഹൂദനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കാറ്റിന്മേൽ അടിക്കും, ഇവർ എഴുന്നേൽക്കും, ഒരു സൈന്യമായി തീരും. പ്രസംഗിച്ചത് പാസ്റ്റർ കെ. എബ്രഹാം, കുമ്പനാട് കൺവെൻഷൻ. ഇന്ന് അതൊന്നും കേൾക്കണ്ടല്ലോ, സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പച്ചൻ്റെ അടുത്ത് പിറ്റേന്ന് ആൾക്കാർ പത്രമായിട്ട് പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞ തെറ്റാ. ഇന്നലെ ബൈക്കിൽ കൂടെ പറഞ്ഞത് നാട്ടുകാർ നമ്മളടുത്ത് ചോദ്യം ചെയ്തു. അപ്പച്ചൻ പറഞ്ഞ, ആര് ചോദ്യം ചെയ്താലും ചോദ്യം ചെയ്തില്ലല്ലോ, ഞാൻ പിടിച്ചിരിക്കുന്ന വചനത്തിനകത്തൊരു പ്രത്യാശയുണ്ട്. ഈ തലമുറയിലെ യഹൂദൻ എഴുന്നേറ്റ് വരും. മനസ്സിലാകുന്നവർക്കായി ഇതാ ദർശനമുള്ള പിതാക്കന്മാർ. ബാക്കിയുടെ മുൻപോട്ട് കേട്ടാട്ടെ. അങ്ങനെയെങ്കിൽ അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ രാജ്യം മടങ്ങി വരും. മനസ്സിലാകുന്നവർക്കായി അവൻ ഒരു കാര്യം ചെയ്തു. അവന് പെട്ടെന്ന് ബൈബിൾ വായിച്ചു. നിരീശ്വരവാദിയായിരുന്നു. വൈകിട്ടായിരുന്നു സംഭവം. 40 ശാസ്ത്രജ്ഞന്മാർ പകലും 40 ശാസ്ത്രജ്ഞന്മാർ രാത്രിയിലും. എന്താ സംഭവിച്ചത്? 80 പേരെയും രാത്രിയിൽ കൂട്ടി. അവൻ ഇവിടെയൊക്കെ പോയി, ചിക്കാഗോ യൂണിവേഴ്സിറ്റിക്കകത്ത് പോയി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രോട്ടോൺ ന്യൂട്രോൺ മാറ്റി അതിൻ്റെ കൂടെ ഇലക്ട്രിക് സപ്ലൈ കൊടുത്തപ്പോൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റി പൊട്ടിത്തെറിച്ചു. 40 ശാസ്ത്രജ്ഞന്മാർ മരിച്ചു വീണു. അതിനിടയ്ക്ക് കോട്ടിനകത്ത് തീമായിട്ട് ഇറങ്ങിക്കൊണ്ട് ഒരുവൻ ഓടി. അവന്റെ പേരാ ഹെൻറിക്കോ ഫെർമി. അവൻ വിളിച്ചു പറഞ്ഞു, ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു, ഞങ്ങൾ ആറ്റം ബോംബിനെ ഉണ്ടാക്കി. മനസ്സിലാകുന്നവർക്കായി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസുകാരൻ കേൾക്കണം. ഈ ആറ്റത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് VMS, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സമ്മേളനത്തിന് വേണ്ടി പഴയ ശംഖുമുഖം എയർപോർട്ടിൽ നിന്ന് യാത്രയാകും. അദ്ദേഹത്തിന്റെ കൂടെ ഒരു പാസ്റ്റർ ഇരിപ്പുണ്ടായിരുന്നു. സ്വോത്രം. ഇദ്ദേഹം അവിടത്തേക്കുള്ള മിനിറ്റ്സുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലെയിൻ കുലുങ്ങുന്നു, ചായ കൊണ്ടുവരുന്നു. പാസ്റ്ററിന് ഒരു ചലനവുമില്ല. 1 മണിക്കൂറായപ്പോൾ സഖാവ് VMS പാസ്റ്ററോട് ചോദിച്ചു, താങ്കൾ എന്തോ ഈ വായിക്കുന്നതെന്ന്. പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ബൈബിളാണ് വായിക്കുന്നതെന്ന്. അപ്പോൾ EMS ചോദിച്ചൊരു കാര്യം, എന്തോ അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി പറയാം, ചൂള പോലെ കത്തുന്ന നാൾ വരാറായെന്ന്. അപ്പോൾ സഖാവ് VMS ചോദിച്ചു, ഇത് അറിഞ്ഞിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്. സന്തോഷമില്ലല്ലോ. അതിൻ്റെ പേരാ ഗോസ്പൽ. മനസ്സിലാകുന്നവർക്കായി. ബാക്കിയും കൂടെ കോസുകാർ കേട്ടാട്ടെ. EMS ചിന്താ വാരികയ്ക്കകത്തൊരു ഭാഗം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ 5000 പേര് കൂടി മുദ്രാവാക്യം വിളിച്ചിട്ടാ ഒരു ഉണർവ് വരുന്നത്. യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. യൗമാർ 6 പേര് കൂടിയാൽ ഭയങ്കര ഉണർവ. അപ്പോൾ അവൻ്റെ അകത്ത് എന്തോ ഉണ്ട്. മനസ്സിലാകുന്നവർക്കായി, കരമുയർത്തുന്നവർക്കായി. അതിൻ്റെ പേര് ലോകത്തിലുള്ളവനേക്കാൾ വലിയത് നമ്മുടെ അകത്തുണ്ട്. ഉയർപ്പിന്റെ ശക്തി. പറഞ്ഞത് സജു ചാത്തന്നൂരിലെ സഖാവ് EMS ചിന്താവാരിയൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഹെൻറിക്കോ ഫെർമിയുടെ നിർദ്ദേശപ്രകാരം ആറ്റം ബോംബ് ഉണ്ടാക്കി. എനാഗുള ബോസ്കാർ 2 വിമാനങ്ങൾ ജപ്പാനകത്ത് കയറി. പ്ലൂട്ടോണിയോ ലിറ്റിൽ ബോയ് വലിച്ചെറിഞ്ഞു. 1.5 ലക്ഷം പേർ മരിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരിയസ് ട്രൂമാൻ, ഇസ്രായേലിലെ ഫാസ്റ്റ് ചരിത്രമാണ്. ഈ ഹാരിയസ് ട്രൂമാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ച, സഹോദര യഹൂദ ശാസ്ത്രജ്ഞ, നീ ഒറ്റ ഒരുത്തനായി ഈ അമേരിക്കയെ ജയിപ്പിച്ചത് എന്ത് മറുപടി വേണം? ഞങ്ങളാന്നേ പറഞ്ഞേനെ,
പരുത്തുംപാറ 10 ഏക്കർ തോട്ടവും വേണം, അമേരിക്ക വിസയും വേണമെന്ന്. അവൻ അത് പറഞ്ഞില്ല. സാറേ, ഞങ്ങളുടെ കയ്യിൽ ആധാറില്ല, ഒന്നുമില്ല, രാജ്യമില്ല, ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നും മടങ്ങി വരണം. അപ്പൊ പറഞ്ഞു, തുർക്കിയുടെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നൊരു കോളനി ഉണ്ടല്ലോ, അപ്പൊ പാസ്പോർട്ട് പോലും ഒന്നുമില്ല. എന്താ ഹാരിയസ് ട്രൂമാൻ പറഞ്ഞത്? ബ്രിട്ടൻ വേണോ, അമേരിക്ക വേണോ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വേണോ, കാനഡ വേണോ, നൈജീരിയ വേണോ? യഹൂദ ശാസ്ത്രജ്ഞനായ ഹെൻറിക്കോ പറഞ്ഞു, അബ്രഹാം കാൽ ചവിട്ടിയ ദേശം ഞങ്ങൾക്ക് മടങ്ങി തരണം. 1948 ഏപ്രിൽ 14 പെസഹ വ്യാഴം ആകാശത്തിൽ രക്തചന്ദ്രൻ. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ യേശു ക്രിസ്തുവിന്റെ ജനത്തിൽ കണ്ട 6 കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ട് ലോക രാജ്യങ്ങളോട് പറഞ്ഞു, അത്തി തളിർത്തു, കൊമ്പിളതായി ഞങ്ങൾ മടങ്ങി വന്നു. ഇതാ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശുനാഥൻ ചൊല്ലി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. ഇവിടെ പാസ്റ്റ് ഇസ്രായേൽ പ്രസന്റ്. ചെറുപ്പക്കാരെല്ലാം കേട്ടോണോ? അന്ന് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടി. 22,700 കിലോമീറ്റർ, 6 ജില്ലകൾ, ടെൽ-അവീവ്, ജെറുസലേം, ആഷ്കലോൻ, അഷ്ഡോദ്. അതിനുശേഷം വരുന്നത് ദിമോന, അത് കഴിഞ്ഞ് വരുന്നത് യാഫ. അതിന്റെ അപ്പുറത്ത് വേറൊരുവനുണ്ട്. 6,750 കിലോമീറ്റർ നിൽപ്പുണ്ട്. അതിന്റെ പേരാ പലസ്തീൻ. ബാക്കിയൂടെ കേട്ടാട്ടെ. 4 ജില്ലകൾ. നസറേത്തുണ്ട്, ഗലീലയുണ്ട്, അതിനോട് ചേർന്ന് വരുന്നതാ റമല്ല, വെസ്റ്റ് ബാങ്ക്. 6,750 കിലോമീറ്റർ. അന്ന് UN പറഞ്ഞു, നിങ്ങൾക്ക് എയർപോർട്ട് തരാം, കറൻസി തരാം. അന്ന് പലസ്തീൻ അതോറിറ്റി പറഞ്ഞു, അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇസ്രയേലൂടെ വേണമെന്ന്. അല്ലേ, മാലിദ്വീപിനും ശ്രീലങ്കയ്ക്കും സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദ്വീപായതുപോലെ പലസ്തീൻ നല്ലൊരു രാഷ്ട്രമായാണ് അവർ മറുതലിച്ചു. അതിന്റെ ഇപ്പുറത്ത് ഈ കല്ലടക്കടുത്ത് പെരിങ്ങാലത്ത് കിട്ടുന്ന പോലെ ഒരു ദ്വീപുണ്ട്. ഈജിപ്തിന്റെയും ഇസ്രയേലിന്റെയും നടുവിൽ മെഡിറ്ററേനിയൻ കടലിടുക്കിൽ. ആ ദ്വീപിന്റെ പേര് ഗാസ. 323 കിലോമീറ്റർ, 23 ലക്ഷം ജനം, 4 ജില്ലകൾ, എക്രോനും, കാനിയൂനിസും, ഷഹറും, റാഫയും. 1949 ക്ലിയറായി. ഇങ്ങനെ 2026 വരെ വർഷങ്ങൾ പറഞ്ഞ് തഞ്ചാവൂർ പറഞ്ഞതുപോലെ വരും. സ്കൂളിൽ ടൈം ടേബിൾ, ലോകരഥത്തിന്റെ ടൈം ടേബിൾ പഠിക്കുന്നത് പോലെ ഇരിക്കണം. 1949 ഇസ്രായേലിൽ ഒരു പാഠപുസ്തകം അടിച്ചു. അവർ മടങ്ങി വന്നതിന്റെ കഥകളെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തി. അതിൽ 9ാം ക്ലാസ്സിൽ ഒരു പുസ്തകത്തിൽ ഇന്ത്യയെ പറ്റി ഒരു പാഠമുണ്ട്. കേൾക്കണം ചെറുപ്പക്കാര്. ഇസ്രായേലിന്റെ അന്നത്തെ പ്രധാനമന്ത്രിയായ ഡേവിഡ് ബെൻഗൂറിയോൻ പറഞ്ഞു, ഇന്ത്യയെ മറക്കരുത്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഞങ്ങളെ ആക്രമിച്ച് നമ്മളെ കുഞ്ഞുങ്ങളെ കൊന്നപ്പോൾ നമ്മുടെ പോറ്റമ്മയായിരുന്നു ഇന്ത്യ, അത് മറക്കരുത്. 1949 ഇസ്രായേലിന്റെ ചരിത്രം അടിച്ചതാ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 2026 ഗാന്ധിജിയുടെ, കുസാറ്റിന്റെ, കേരളയുടെ സിലബസ് മാറി രാജൻ സാറ്. പക്ഷേ അവന്റെ ചരിത്ര പുസ്തകം അവൻ മാറ്റിയിട്ടില്ല. അതിനകത്ത് ഇന്ത്യയെ പറ്റി ഒരു കാര്യം അവൻ മാറ്റിയിട്ടില്ല. അതാ ഇന്ത്യയുടെ അനുഗ്രഹം. എന്താ? ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ ഇവിടുത്തെ ഭരണാധികാരികളല്ല. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇവിടുത്തെ ഭരണമാറ്റം വന്നപ്പോൾ 2017 ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആദ്യമായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലെത്തി. 2026 ഇസ്രായേലിലെത്തി. അതൊക്കെ അവരുടെ രാഷ്ട്രീയ കാര്യമെങ്കിലും ഇതിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. The promise of the God is never God. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ആ പാഠപുസ്തകം ഇതുവരെയും ഇസ്രായേലിൽ നിന്ന് മാറ്റിയിട്ടില്ല. അവർ രാജ്യമായി മുന്നോട്ട് വന്നു. 1956 ആദ്യത്തെ ആക്രമണം ഉണ്ടായി. അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ 2ാമത്തെ ആക്രമണത്തിന് ശേഷമായി ഗാസയിലേക്ക് വരുന്നത്. 2ാമത്തത് അടൂർ സെൻസർ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞായി ഇസ്രായേൽ. ആ കാലഘട്ടത്തിൽ 6 രാജ്യങ്ങൾ എന്ത് ചെയ്യാന്നറിയാമോ? അന്നത്തെ തലസ്ഥാനം ടെൽ-അവീവ്. അതിനാസ്പദമായി ഇസ്രായേലിന്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ പദ്ധതി വെച്ചു. കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധയോടെ വചനം കേൾക്കണം. ഗാസയിലേക്ക് നാം പോയി ഹോർമോസ്, ഇറാനിലേക്ക് വരുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ സംഭവിച്ചതെന്നറിയാമോ? 6 അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ തുർക്കി ഉണ്ട്, ലിബിയുണ്ട്, ലെബനോനുണ്ട്. ഇവര് 19 വയസ്സുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ പദ്ധതി വെച്ചു. അന്നത്തെ ഇസ്രായേലിന്റെ ജനസംഖ്യ കുറച്ച് മാത്രം. ആകെ 25,000 പട്ടാളക്കാർ. ചേട്ടാ, 30 വിമാനം, ചേച്ചി 3 കപ്പൽ. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ അവന് നേരെ അണിനിരന്നു. അന്ന് ഇസ്രായേലിൽ ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, മോഷിദ. അവൻ ദൈവസന്ധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. ബൈബിളിനകത്തുണ്ടോ? ജെറുസലേം ആരുടെ കൈകളിലേക്ക്? അന്തിമദിനം. സങ്കീർത്തനം 83, 4, 5, 6, 7. അരുമയാണ് ഉங்கள் ബൈബിൾ സംഗീതം വാസിക്കുന്നത്. 83 അധിക വസനം 4, 5, 6, 7. മോൻ വായിച്ചാട്ടെ. ജെറുസലേമിലേക്കായി ഹോർമോസ് എല്ലാം പോകുന്നു. വായിക്കാം. വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയാകാതിരിക്കാൻ തക്കവണ്ണം നാം അവരെ മുടിച്ചു കളക. ഭൂതലത്തിൽ നാം അവരെ മുടിച്ചു കളക. അടുത്ത ഭാഗം വായിച്ച മോനെ. അവരുടെ പേർ ഇനി ആരും ഓർക്കരുത്. 19 വയസ്സുള്ള കുഞ്ഞു രാജ്യത്തിനോട് ലോകരാജ്യങ്ങൾ മത്സരിച്ചു. അവരുടെ പേരിനി ആരും ഓർക്കരുത്. അടുത്ത വാക്ക്. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. അടുത്ത വാക്ക്. നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഇസ്രായേലിന് വിരോധമായി ലോകരാജ്യങ്ങൾ സഖ്യത ചെയ്യുന്നു. അടുത്ത വാക്ക്. ഏദോമ്യരുടെയും ഇസ്മായേലരുടെയും ഇഷ്മായേലരുടെയും ഇറാഖ്, ഏശാവിന്റെ മക്കൾ. അടുത്ത ഭാഗം.
കൂടാരങ്ങള് മോവാബ്യര് ഹഗ്ഗിരും കൂടെ ഈജിപ്തിന്റെ പ്രൊവിൻസിലുള്ള സകലരും ഇസ്രായേലിനെതിരെ കൂടി. അടുത്ത വായിച്ച മോനെ. ഗബാല് അമോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും. വായിച്ചോ. അശ്ശൂര് അവരോട് യോജിച്ചു. സിറിയാക്കാരും എല്ലാം യവനെതിരെ യോജിച്ചു. അമ്മമ്മയെ ഇത് കേൾക്കണ. ഒരു കുഞ്ഞു രാജ്യം, തുച്ഛമായ ജനസംഖ്യ, 25,000 പട്ടാളക്കാര്, 30 കുഞ്ഞമ്മിമാന്, 3 ഷിപ്പുകളുള്ള ഒരെണ്ണത്തെ തകർക്കാൻ ഇവരെല്ലാവരുടെ പദ്ധതി വെച്ചു. ഇവിടെ ദൈവത്തിന്റെ കാര്യം. അവർ ചെന്ന് മോശിതാന്റെ അടുത്ത് പറഞ്ഞു, സാറേ 19 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അങ്ങനെയെങ്കിൽ 67 നമ്മൾ തകരാൻ പോകുക. 6 ദിന അറബ് ഇസ്രായേൽ വാർ. മോശിതാന്റെ അടുത്ത് കണക്ക് നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞ്, ഈജിപ്തിന്റെ എയർപോർട്ടിനകത്ത് സൗദിയുടെ 300 വിമാനം കാണും, ഗോലാൻ കുന്നിനകത്ത് ലക്ഷങ്ങൾ കാണും. എന്നാൽ നമുക്കതൊന്നും ബാധകമില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താ? അവരുടെ കൂടാരത്തിൽ ഇല്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിനകത്തുണ്ട്. കരമുയർത്തുന്നവർക്ക് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അരാം സൈന്യം എവിടെ? ഏലീശ പ്രവാചകന്റെ വീട് ചുറ്റും വളഞ്ഞു കഴിഞ്ഞു. ഏലീശയുടെ ശിഷ്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, സാറേ നമ്മളെ മുഴുവൻ അരാം സൈന്യം വളഞ്ഞു കഴിഞ്ഞു, നമ്മൾ തീരാൻ കാലമായി. അപ്പൊ ശിഷ്യന്മാരത് പറഞ്ഞപ്പോൾ പ്രവാചക ശിഷ്യന്മാരോട് ഏലീശ പറഞ്ഞ ഈ വാക്ക, കുഞ്ഞ്, അരാമിന് സൈന്യമുണ്ട്, കുന്തങ്ങളുണ്ട്, ചിലർ കുന്തങ്ങളിലും രഥങ്ങളിലുമൊക്കെ ആശ്രയിക്കുക. എന്നാൽ നമ്മുടെ പാളയത്തിനകത്ത് അവരിലില്ലാത്ത ഒരുവനുണ്ട്. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ കർത്താവ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് മോശിതാൻ ഒരു പ്രതിരോധ മന്ത്രി ഒറ്റക്കണ്ണനായിരുന്നു. അന്ന് രാത്രി അവൻ വചനം തുറന്ന് വായിക്കുവാൻ തുടങ്ങി. പഴയ നിയമത്തിന്റെ തോറയുടെ ചുരുളുകൾ, ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തനം, സംഖ്യ, ലേവ്യ. രാത്രി 2:30 ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടി. 3 പൈലറ്റുമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ മരിച്ചേക്കാം, 150 മീറ്റർ ഉയരത്തിൽ വിമാനം പറക്കരുത്. ഈജിപ്തിന്റെ എയർപോർട്ടിനകത്ത് വിമാനം കിടപ്പുണ്ട്, അതിന്റെ മേളിലേക്ക് 3 വിമാനം ഇടിച്ചിറക്കണം, നിങ്ങൾ ചാടണോ. 1967 അറബ് ഇസ്രായേൽ വാർ ജൂൺ മാസം ആദ്യത്തെ ആഴ്ച 3 ചെറുപ്പക്കാർ വിമാനമായിട്ട് 3.5 മണിക്ക് പോയി. ഈജിപ്തിന്റെ പാളയം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വിമാനം ചെന്ന് അവിടെ ഇടിച്ചിറക്കിയവർ രക്ഷപ്പെട്ടു. 300 വിമാനം കത്തിപ്പോയി. ആ സമയത്ത് ഈജിപ്ത് കത്തിയമർന്നു. ഗോലാൻ കുന്നിൽ നിന്ന് ഈജിപ്തിന്റെ പട്ടാളക്കാരെ ഓടിച്ചു. ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ കൈകളിലാക്കി. 2 യെരുശലേം എന്ന പട്ടണത്തിനകത്ത് കാവൽ നിന്ന വക്കപ്പോടിനെ ജോർദാന്റെ പടയാളികളിലും അവർ ഓടിച്ചു. യെരുശലേമും അവരുടെ കൈകളിലേക്ക്. ഇന്ന് രാത്രി സൈന്യത്താലല്ല, ശക്തിയാലല്ല, കരമുയർത്തുന്നവർക്ക് നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി വെക്ക്. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ അന്ധകാര ശക്തികൾ നിനക്കെതിരെ പോരാടി നിൽക്ക്. എന്നാൽ ഇന്ന് രാത്രി മുട്ടുമടക്കി ആരാധിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് വെളിപ്പാട് തന്ന നിന്റെ ശത്രുവിനെ തകർക്കുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. കമാ. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ കടസി രാത്രി, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയണ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ശത്രു നിനക്കെതിരെ പാളയം ഇറങ്ങ്, നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പറയും. ഇന്ന് രാത്രി നിന്റെ തലമുറകളെ തകർക്കുവാൻ പിശാച് പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കുടിലിനകത്ത് ആരാധിക്കുന്നുവെങ്കിൽ കമോൺ, യേശുവിന്റെ നാമത്തിൽ ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും, ആരൊക്കെ നിന്റെ വാഗ്ദത്തത്തിനെതിരെ മതിൽ കെട്ടിയാലും, കമോൺ, ഇന്ന് രാത്രി വിളിച്ചു പറയണ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. നാളെ ഗ്രൗണ്ടിനകത്ത് യോഗമില്ല. പിശാച് എനിക്കെതിരെ, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. മുട്ടുമടക്കി ആരാധിക്കുന്നവന് വേണ്ടി ദർശനങ്ങളെ തന്ന വഴികളെ തുറക്കുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങിയ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആരാധിക്കുന്നവന് വിടുതൽ തരുക, മുട്ടുമടക്കുന്നവന് സൗഖ്യം തരുക. ഇന്ന് രാത്രി ഒരുവന്റെ കണ്ണുനീരിനകത്ത് കരമിറങ്ങിയെങ്കിൽ സിസ്റ്റർ, ഇന്ന് രാത്രി കരമുയർത്തണം. പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, ചെറുപ്പക്കാര കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങി പോകുക. എന്നാൽ ഇന്ന് രാത്രി നിന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ, the command, യേശുവിന്റെ നാമത്തിൽ, the kindness of the mercy of the God is never gone. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. രാത്രി പറയണ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വിജയം തരുവാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി യെരുശലേം അവരുടെ കരങ്ങളിലാക്കുന്നു. ഇതാ ഹമാസ് ഇസ്രായേൽ വിഷയം. 1970 ആയപ്പോൾ ഇസ്രായേലിൽ നല്ല ഭരണം മുൻപോട്ട് വന്ന് പലസ്തീനിൽ പിയെല്ലോ മാറുന്നു. 1979 ഒരു നിർണായക സംഭവമുണ്ടായി. ഇറാനിലെ ഭരണമാറ്റമുണ്ടായി. ഇതാണ് ഇറാൻ ഇസ്രായേൽ വിഷയം. ശ്രദ്ധയോടെ ഇരിക്കണം. 1935 മുതൽ ഇറാൻ നല്ലൊരു രാഷ്ട്രമായിരുന്നു. അവിടെ ഷാ ഭരണകൂടമായിരുന്നു കണ്ടിന്യൂ ചെയ്തത്. അവർ ഇസ്രായേലുമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി. ഇസ്രായേലുമായിട്ട് ഇറാൻ നല്ല അടുപ്പമായിരുന്നു. അവർക്ക് ഹെലികോപ്റ്ററും കൃഷി വിത്തുകളും എല്ലാം കൊടുത്ത് സഹായിച്ച 1979 ഷിയായോടുള്ള ബന്ധത്തിൽ കൊമൈനി ഭരണകൂടം വരുവാനിടയായി. ആ കൊമൈനി ഭരണകൂടം 3 ട്രൂപ്പുകളെ കരങ്ങളിലെടുത്തു. അതിൻ്റെ പേര് 1 പലസ്തീനിലെ ഹമാസ്, 2 ലെബനോണിലെ ഹിസ്ബുള്ള, അതിനോട് ചേർന്ന് യമനിലെ ഹൂത്തി വിമതർ. അപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കും, എല്ലാ എച്ചിൽ ആരംഭിക്കുന്നു. ഹമാസ് പ്രൊനൗൺസിങ് സ്റ്റാർട്ടിങ് എച്ച്, ഹിസ്ബുള്ള
ഓർ പ്രൊനൗൺസിങ് സ്റ്റാർട്ടിങ് എച്ച് ആൻഡ് ഹൂത്തി വിമതർ എച്ച് എങ്ങനെ വന്നു? പണ്ട് ഇസ്രയേലിനെ ദ്രോഹിച്ച ഒരു ചക്രവർത്തി ഇറാനിലുണ്ടായിരുന്നു, ഹാമാൻ. അത് നമ്മുടെ അഹശ്വേരോഷ് ഹാമാനല്ല, മേദ്യപാർശ്വമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ഇസ്രയേലിനെ ദ്രോഹിച്ചത്. അത് വെച്ചാണ് 3 ട്രൂപ്പുകൾക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. ഇറാൻ പൈസ കൊടുത്തുകൊണ്ടിരുന്നു. 1990 കാലഘട്ടത്തിൽ ഗാസയിൽ ഹമാസ് പിടിമുറുക്കി. പിന്നെ PLO ഇന്ത്യയായിട്ട് നല്ല അടുപ്പമായിരുന്നു, ആരുമായിട്ടും ഇന്ദിരാജിയുമായിട്ടൊക്കെ വലിയ അടുപ്പമായിരുന്നു. പെട്ടെന്ന് ഹമാസിൻ്റെ കരങ്ങളിലേക്ക് വീണു. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഒരു സംഭവം നടന്നു, കോവിഡ് ആനന്തര ലോകം. ഇതെല്ലാം കാന്തന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. 2019 ഒക്ടോബറിൽ ചൈനയിൽ നിന്നിറങ്ങിയ, വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസായി കോവിഡ്. ആ കോവിഡ് അങ്ങ് കുറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടു 2022 ഫെബ്രുവരി 26 മുതൽ ഒരു യുദ്ധം തുടങ്ങി. ഇന്നിവിടെ കൺവെൻഷൻ രാജസാർ നടത്തുമ്പോൾ 51 മാസമായി, 4 വർഷവും 3 മാസവും തികയുന്നു റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ആ പാറ്റേൺ അവിടെ നിൽക്കുന്നു. അതൊന്ന് തണുത്ത് വന്നപ്പോൾ 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിന്റെ നേതൃത്വത്തിൽ ഹിസ്ബുള്ള, ഹൂത്തി വിമതർ ഇതെല്ലാം ഇറാന്റെ സപ്പോർട്ടോടുകൂടി ഇസ്രയേലിനെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. ഈ വഴിത്താറിയ 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകം വരുന്നു. ആദ്യം ഞാൻ തൊട്ടുവച്ചു 2 ലോകമഹായുദ്ധങ്ങൾ. അതിൽ 1-ാമത്തെ ഉന്മൂലനാശം. 2-ാമത്തെ ഉന്മൂലനാശത്തിൽ ഇസ്രയേൽ രാജ്യം തളർത്തു വന്നെങ്കിൽ ഇതിന്റെ പിൻപിൽ വരുന്നത് 3-ാം ലോകമഹായുദ്ധം. ആമോസ് 2:5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനം കഠിനമായി മുറിവേൽക്കപ്പെടുമോ? വായിക്കാം. 2023 ഒക്ടോബർ 7 യഹൂദന്റെ സൂക്കോത്ത് പെരുന്നാൾ. അന്നാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസിന്റെയും മറ്റ് ഗ്രൂപ്പുകളുടെയും ആക്രമണമുണ്ടായി. ലോകം യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നു. വായിച്ചു തുടങ്ങുന്നു. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ബൈബിൾ ആ പാറ്റേണിൽ ഇങ്ങനെ വായിച്ചു കുഞ്ഞു സഹായിച്ചുകൊണ്ടിരിക്കും. വായിക്കാം. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. വായിക്കാം മോനെ. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. 48 മെയ് 14 സ്വാതന്ത്ര്യമായതിനു ശേഷം ഇത്രയും ഇസ്രയേൽ മുറിവേറ്റ ഒരു കാലമുണ്ടായില്ല. ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. അതാ 2023 ഒക്ടോബർ 7 ഇസ്രയേലിന്റെ സൂക്കോത്ത് പെരുന്നാളിൽ ഏറ്റവും നിർണായകമായ ആക്രമണമുണ്ടായി. ഇതിനകത്ത് 6 രാജ്യങ്ങളുടെ കരമുണ്ടായിരുന്നു. 6 പേരെയും ആക്രമണത്തിന്റെ മുൻമുള്ളയിൽ നിർത്തി. ഇന്ന് രാത്രി വചനത്തിലേക്ക് അത് ചിന്തിച്ചു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ അതെവിടെ ഇറാൻ വരെ എത്തുന്നതിന്റെ ചരിത്രം ആദ്യമായി വായിച്ചു തുടങ്ങുന്നു. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഗാസ, റൈറ്റിംഗ് ദ പ്രൊഫസി ഓഫ് ആമോസ്. വായിക്കാം. ആമോസ് 1:6-7. മോൻ വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ വാക്യങ്ങൾ എല്ലാവരും സമാധാനത്തിൽ എടുക്കണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗസ്സയുടെ 3-4 അതിക്രമ നിമിത്തം. മോൻ അവിടെ നിന്ന് ചവിട്ടിയാട്ടെ. തപോവൻ സ്കൂളിൽ ഇരിക്കുന്ന പോലെ കേൾക്കണം. ഗാസ ഇസ്രയേൽ സംഘടന 1 2003 1500, 2 2007 2000 പേർ, 3 2013 4500 പേർ, 4 2020 കോവിഡ് കാലത്ത് ഗാസ ഇസ്രയേൽ മലയാളി പെൺകുട്ടി സൗമ്യ സന്തോഷം ഇസ്രയേലേറ്റു മരിക്കുന്നു. ലോകം ഞെട്ടുന്നു. അതിനുശേഷം ഒരു ശാന്തതയായിരുന്നു. 5-ാമത്തെ അടിയാണ് ഇപ്പോഴും നടന്നൊരു പരുവത്തിൽ നിൽക്കുന്നത്. 2021 ഒക്ടോബർ 7 അതാ ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം. വായിച്ചാട്ട് മുന്നേ അടുത്ത വാക്ക്. അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന്. അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ചിലരെ പിടിച്ചോണ്ട് പോകുന്നു. 450 പേരെ ബന്ദികളായിട്ട് കൊണ്ടുപോകുന്ന ആമോസ് എഴുതിയേക്കുന്നത്. വായിരു മോനെ. ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. മനസ്സിലാക്കുന്നവർക്കായി അതിന്റെ തുടക്കമായി ശിക്ഷ മടക്കിക്കളയില്ല. അടുത്ത വാക്യമാണ് പ്രമുഖമായ വാക്യം. ഇവിടുത്തെ ചാനലുകളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. വായിക്കാൻ മോനെ അടുത്ത വാക്ക്. ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഇതാ മലയാള മനോരമ, ഏഷ്യാനെറ്റ്, നിങ്ങളുടെ പത്രങ്ങളെല്ലാം കാണിച്ചു. ഗാസ തീഗോളം. ഇതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീടും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വചനത്തിന് മാറ്റമില്ല. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2800 പരം കൊല്ലങ്ങൾക്ക് മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനോട് സ്വർഗം പറഞ്ഞു എഴുതി ഗാസ തീഗോളം. ബാക്കി എല്ലാം തകർക്കുമെന്ന്. വൈരുമോനെ അടുത്ത വാക്ക്. അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അതിന്റെ അരമനകളെ കത്തിച്ചു കളയും. അൽ ജസീറ ഹോസ്പിറ്റല്, അത് അൽ ജസീറ ടെലിവിഷൻ, അൽ ഷിഫ ഹോസ്പിറ്റല്, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള്, ബ്ലസ്റ്റക്ക്, ബങ്കർ ബ്ലസ്റ്റർ ഗാസയെ തകർത്ത് കളയും. അതിന്റെ അരമനകളെ കത്തിച്ചു കളയും. അടുത്ത വാക്ക് വായിക്കാം. ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. കൊളക്കട വരെ കൊല്ലം ജില്ല
അത് കഴിഞ്ഞ് നേരെ ഏനാത്ത്, തട്ടാരുപടി, പറക്കോട്, ഏഴംകുളം, പത്തനംതിട്ട ജില്ല. അതാ ഇസ്രയേൽ ഗാസയുടെ 4-5 ബോർഡറുകൾ. അതിലാ ഗാസയായിട്ട് ബോർഡർ വെച്ച് പങ്കിടുന്ന 4 ബോർഡറുകളാണ്. 1 ആഷ്കലോൻ, 2 അഷ്തോദ്, 3 കിര്യാത് ഗട്ട്, 4 ലൂർദ്, 5 ബെർഷബ. കൊല്ലം ഏനാത്ത് പാലത്തിനപ്പുറം കിടക്കുന്നില്ല, ഇപ്പുറത്തോട്ട് കിടക്കുന്നത് യക്രോ. അങ്ങനെയെങ്കിൽ അന്ന് ബോർഡറിൽ നിന്ന് പട്ടാളക്കാരെ മുഴുവൻ അവർ വെടിവെച്ച് കൊന്നു. നദീതീരത്ത് പാട്ടുപാടിക്കൊണ്ടിരുന്ന പെൺകൊച്ചുങ്ങളെ കൊന്നുകളഞ്ഞു. ഇതാ ഗാസ ഇസ്രയേൽ സംഘടന. ഇന്ന് രാത്രിയും ഒരു സൈലന്റിൽ അവിടെ നിൽക്കുന്നു. നമ്പർ 1, ഇതൊരു സീരീസ് ആക്രമണം വരുന്നത് ജെറുസലേമിലേക്ക്. രണ്ടാമത്തെ ഭാഗം ലെബനോനെ ആക്രമിക്കുമോ, ഹിസ്ബുള്ളയുടെ നേതാക്കളെ മുഴുവൻ തട്ടിക്കളയുമെന്ന് വിശുദ്ധ ബൈബിളിനകത്ത് വായിക്കുന്നു. സെക്കരിയ പ്രവചനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പ്രൊഫസി ഓഫ് സെക്കരിയ ചാപ്റ്റർ 11 വേഴ്സ് 1-2. അരുമയാണ് തമിഴ് ബൈബിളിൽ സെക്കരിയ ദീർഘദർശിൻ കടിതം അധികാരം വന്ന് 11 വസനത്തെ വാസിക്കുന്നത് 1-2 വായിച്ചാട്ട് മക്കളെ. ലബനോനെ നിന്റെ ദേവദാരുക്കൾ തീക്ക് ഇരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ഈ കൺവെൻഷൻ നടത്തിയപ്പോഴും രാജഭാഷ ഇത് ചെയ്തപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഒപ്പിട്ടത് നിന്റെ അരമനകൾ തീക്കിരയാകേണ്ടതിന് തുറന്നിട്ടിരിക്കുക. 20 കിലോമീറ്റർ ആയിപ്പോ ലെബനോനെ പിടിച്ചടക്കിയത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. ദേവദാരു വീണു. ലെബനോനിലെ സകല വൃക്ഷങ്ങളെ അവർ കത്തിച്ചു കളഞ്ഞു. അടുത്ത വാക്ക് വായിക്കുക. മഹത്തുക്കൾ നശിച്ചു. അതാ ഹിസ്ബുള്ളയുടെ കമാൻഡേഴ്സ് ഭൂമിക്ക് അടിയിരുന്ന അവന്റെ ലീഡർഷിപ്പിനെ മുഴുവൻ ഡ്രോൺ വഴി ഇസ്രായേൽ തീർത്തു. അടുത്ത വാക്ക് ലെബനോനിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മള് മദ്യത്തിന് മയക്കുമരുന്നിന് ട്രാക്ടർ കൊടുക്കുന്ന പോലെ ഹെലികോപ്റ്ററിനകത്ത് നിന്ന് ട്രാക്ടർ കൊടുക്കുക. ലെബനോൻ തെക്കൻ ബെയ്റൂട്ടിലോട്ട് ജനം ഓടുന്നു. സരളവൃക്ഷമേ ഓളിയിടുക. അടുത്തത് ദുർഗമവന വീണിരിക്കയാൽ ഭാഷാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവിൻ. ദാ കിടക്കുന്നു. ലെബനോൻ വിഷയത്തിനകത്ത് നേതാക്കൾ മുഴുവൻ തീരുന്നു. ഇപ്പൊ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ലിറ്റിൽ നദിയുടെ 6 പാലം ഇസ്രായേൽ പിടിവെച്ചിട്ടു. ഇപ്പൊ 20 കിലോമീറ്ററൂടെ ലെബനോന്റെ പിടിച്ചു. അപ്പൊ ട്രംപ് പറയുക അതിനകത്ത് കുറ്റിയിടാം മനസ്സിലാകുന്നവർക്കായി. ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് എന്തോന്നറിയോ, അബ്രഹാം കാൽ ചവിട്ടിയ ദേശം ഇതൂടെ വേണമെന്ന് മനസ്സിലാകുന്നവർക്കായി. പശ്ചിമേഷ്യ സംഘടനയൊന്നും തീരത്തിൽ, ഇത് അന്ത്യകാലമാണ്. അവര് പ്രൊപ്പഗണ്ട വെച്ചിരിക്കുന്നു. ഗ്രേറ്റർ ഇസ്രായേൽ, സൗദി അറേബ്യയുടെ ബോർഡർ വരെ ജോർദാൻ വഴി പിടിക്കാനാണ് ട്രംപിന്റെ പരിപാടി. ഗ്രേറ്റർ ഇസ്രായേൽ. നമ്പർ 1 ഗാസ, നമ്പർ 2 ലെബനോൻ, നമ്പർ 3 വായിക്കുന്നു സിറിയ. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2. 5-6 രാജ്യങ്ങളെ തൂത്തുപറക്കി അടിച്ചു. യെശയ്യാ പ്രവചനം 17-1-2 വാക്യങ്ങൾ. കുഞ്ഞത് വായിച്ച് സഹായിക്കാം. യെശയ്യാ പ്രവചനം 17 അതിന്റെ 1-2 വാക്യങ്ങൾ. കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്, സീരിയസ് ആക്രമണം അവിടെ നടത്തി. അടുത്ത വാക്ക്. ഇതാ ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. കറക്റ്റ്. ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയി. ഈ ആക്രമണത്തിൽ സിറിയനെ ഇസ്രായേൽ തകർത്ത് കളഞ്ഞു. അടുത്ത സംഭവം വായിക്കാം. അത് ശൂന്യകൂമ്പാരമായി തീരും. സിറിയ എന്ന് മിണ്ടുന്നില്ല. അവന്റെ കൈ ഒരു സൈനിക ശേഷിയിൽ എല്ലാം ഇസ്രായേൽ IDF തകർത്ത് കളഞ്ഞു. അടുത്തത് അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. അരോവറ ഈ യമന്റെ തീരം തകരാൻ ഇത്രയും ഇവരെ സീരിയസ് ആയിട്ട് അടിച്ചു കഴിഞ്ഞു. കണ്ടു. ഒക്ടോബർ 7 തുടങ്ങിയ അടിയാം. എവിടം വരാതി? 1 ഗാസ, 2 ലെബനോൻ, 3 സിറിയ, 4 ഇറാൻ, 5 യമൻ, 6 ഹമാസിന്റെ നേതാക്കൾ ഖത്തറിലുണ്ടായിരുന്നു. അവന്റെ മണ്ടയ്ക്കും കൊടുത്ത് മനസ്സിലാകുന്നവർക്കായി. അപ്പൊ ബൈബിൾ അത്ര ക്ലിയറായി. ഇതാ യേശു പറഞ്ഞു, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെട്ട് പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്ക് ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെ വീറ്റു നോവിന്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഇവിടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. പലരും ഫോണിനകത്ത് പറഞ്ഞത് 2026 ഇന്ന് 2026 2026 കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഇസ്രയേലിന്റെ 200 ഫൈറ്ററുകളാ ഇറാന്റെ മുകളിൽ കയറിയത്. ഏകദേശം 12 ദിവസങ്ങൾ അവർ അടിച്ചു. അവർ ആണവ നിലയങ്ങൾ, ഫോർട്ടോ ഉണ്ട്, നർദീസ് ഉണ്ട്, ഷിറാസ് ഉണ്ട്, ഇസ്ബഹാൻ ഉണ്ട്, ബുഷകാർ ഉണ്ട്. ഈ ആണവ നിലയങ്ങളെല്ലാം അടിച്ചു. അന്നേ ആയത്തുള്ള കൊമൈനി പ്രോപ്പറായിട്ട് നമുക്ക് പറയാം. അദ്ദേഹത്തിനെ കൊല്ലാൻ ആര് പദ്ധതി വെച്ചെന്നറിയാമോ? ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതി വെച്ചു. പദ്ധതി വെച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇസ്രയേലിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പേരായി യായിർ ലത്തീഫ്. യായിർ ലത്തീഫ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്. അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറാ, തന്നെ മരിക്കട്ടെ, അല്ലെങ്കിൽ അന്നേ ഇദ്ദേഹത്തെ കൊല്ലാമായിരുന്നു. യായിർ ലത്തീഫ് ആര്? ഇനി ഇവിടെ കേൾക്കണം. 2026 ഈ കൺവെൻഷൻ നോട്ടീസ് ആൻസർ അടിച്ചപ്പോൾ ഫെബ്രുവരി മാസം 26
2027 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ എവിടെ പോയെന്നറിയാമോ? ഇസ്രയേലിനകത്ത് പോയി. അദ്ദേഹം വൻകിട കമ്പനികളുമായിട്ട് കരാർ ഒപ്പുവെച്ചു. പുറകെ രേഖകളെല്ലാം പുറത്തു വരും. എന്താ സംഭവിച്ചത്? ഇസ്രയേൽ പാർലമെന്റിനകത്ത് ആരാ? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പോയി. ഇതാ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. മനസ്സിലാകുന്നവർക്ക് യഹൂദനല്ലാത്ത സകലരെയും അവർ ജാതികളെന്നാ വിളിക്കുന്ന. കരമുയരുന്നില്ലല്ലോ. ഇസ്രയേലിന്റെ പാർലമെന്റിന്റെ പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. അതിന്റെ പേരാ നെസറ്റ്. നെസറ്റിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് അല്ലാതെ ഒരു കുഞ്ഞുങ്ങളെ പ്രസംഗിപ്പിക്കത്തില്ല. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായി വിജാതീയനായ ഒരു യഹൂദനല്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇസ്രയേലിന്റെ പാർലമെന്റിനകത്ത് പ്രസംഗിച്ചെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്കിൽ വിശുദ്ധ ബൈബിൾ നിവർത്തിയായി അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോൾ ഒരു കാര്യം കേൾക്കണം. ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ പോയപ്പോൾ യായിർ ലത്തീഫിന്റെ പ്രതിപക്ഷക്കാർ നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രി അഡ്രസ് ചെയ്യുമ്പോൾ വീഡിയും കൂട്ടരും വി.ഡി. സതീശനും കൂട്ടരും ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് മോഡി സാറിന്റെ മൈക്ക് കൊടുത്തു. മോഡി സാർ ശലോം ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോൾ യായിർ ലത്തീഫ് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഒറ്റ നിർദ്ദേശമായിരുന്നു അന്നേ ഈ ആയത്തുള്ള ഖൊമൈനിയെ കൊല്ലരുതെന്ന്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൽ അന്നേ ഇത് കൊല്ലാമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശാന്തതയുണ്ടായി. ആമോസ് 1:15 അന്നൊരു സംഭവം നടന്നു. എന്താ സംഭവം? സിറിയയിലെ രാജാവ് പ്രവാസത്തിലേക്ക് പോയി. എന്തിനു വേണ്ടി സിറിയയിലെ രാജാവ് പ്രവാസത്തിലേക്ക് പോയി? ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ബൈബിൾ കൂടെ ഇരിക്കണം. സീരിയസ് സംഭവങ്ങൾ വായിച്ചട്ടെ. ആമോസ് 1:15 വായിക്കാം മോനെ. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അടുത്തത് അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ അർത്ഥം അവിടുന്ന് രാജാവ് പോയെങ്കിലേ അന്തിക്രിസ്തു വരൂ. അപ്പൊ ആരാ അന്തിക്രിസ്തു? ആരാ ആദ്യം വരൂ? ഉൽപ്പത്തി 49:10 മോൻ വായിക്കണ്ട. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. ആന്റി ക്രൈസ്റ്റ് ബരാക് ഒബാമയല്ല, ആന്റി ക്രൈസ്റ്റ് പിണറായി വിജയനല്ല, ആന്റി ക്രൈസ്റ്റ് എലോൺ മസ്ക് അല്ല. ഇവരൊന്നുമല്ല അന്തിക്രിസ്തു. അന്തിക്രിസ്തു സിറിയയിൽ നിന്ന് വരും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. മനസ്സിലാകുന്നവർക്കായി ഉൽപ്പത്തി 49:17. അതുകൊണ്ട് ആ സിറിയയിൽ നിന്ന് രാജാവ് പോയാൽ ആന്റി ക്രൈസ്റ്റിന്റെ വരവ് ഇവിടെ ലക്ഷണമായിരിക്കുന്നു. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കഴിഞ്ഞ ജൂൺ മാസത്തിൽ, ബാക്കി എല്ലാവരും കേൾക്കണം, കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ ജൂൺ മാസത്തിലെ സംഭവം എന്നറിയാമോ? ബെഞ്ചമിൻ നെതന്യാഹു ഒരു ആഹ്വാനം കൊടുത്തു. സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. ഇവിടെയാണ് IPCയിലെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗം ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മയുടെ പേര് പാസ്പോർട്ടിലുണ്ടെങ്കിൽ മടങ്ങി വരാം, അപ്പനാരോ ആയിക്കോട്ടെ. ഇന്ന് രാത്രി കേരളത്തിൽ മട്ടാഞ്ചേരി, നിങ്ങൾക്കറിയാമോ, തോപ്പുംപടിയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയി. അവിടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദൈവദാസൻ എനിക്ക് ആഹാരം തന്നു. നല്ല നല്ല വീടും നല്ല നല്ല കാറ്റും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ ഈ മട്ടാഞ്ചേരിയിലുള്ള യഹൂദന്മാർ മുഴുവൻ പോയോന്ന്? പുള്ളി പറഞ്ഞു, ഇനി ബാവുച്ചേട്ടൻ മാത്രം ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, ബാക്കിയെല്ലാം സ്ഥലം കാലിയാക്കിയെന്ന്. സ്വോത്രം. നല്ല വീടും കിടക്കുന്നത്. ഞാൻ അന്നേരം ചോദിച്ചു, സാറിൻ്റെ വീട് വല്ലതും വിൽക്കാനുണ്ടോന്ന്? IPCയിലെ പാസ്റ്ററിൽ വിടുവോ? പുള്ളി എന്നോട് ചോദിച്ച കാശുണ്ടോന്ന്. ഞാൻ പറഞ്ഞ് രാത്രി പ്രസംഗിച്ച കാശെല്ലാം ഞാൻ നോട്ട് കെട്ട് വെച്ചിരിക്കാമെന്ന്. സ്വോത്രം. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, ഞാനൊരു വീട് മേടിക്കാൻ നോക്കുക പാസ്റ്ററെ, കിട്ടുന്നില്ലെന്ന്. ഞാൻ ചോദിച്ചു, ഇവർ കൊടുക്കുകയില്ലോ എന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, യവന്മാരെല്ലാം ഇസ്രായേലിൽ പോയി അവിടെ വീടൊക്കെ നോക്കാൻ പലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ കീക്കി കൂക്കു കരവും വെള്ളവും പൈസ അടയ്ക്കുന്നു. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. മട്ടാഞ്ചേരിയിലും കൊരട്ടിയിലും ചാലക്കുടിയിലും അങ്കമാലി. മാള എവിടുന്ന് വന്നത്? കരുണാകർജി മത്സരിച്ച സ്ഥലമാണ് മാള. മാളയിൽ അതിന് മായിലാക വാണ്ടറിങ് ജോയ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇരിങ്ങാലും കൂടെ പ്രസംഗിച്ചതാ. അപ്പോഴും എനിക്കറിയാം അവിടെ യഹൂദന്മാരെല്ലാം പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ പെരിങ്ങനാട് ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ എയർപോർട്ട് ഡേവിഡ് ബെൻ ഗൂറിയോൻ എയർപോർട്ട്, ബാക്കി കേട്ടോണോ? ആ ഡേവിഡ് ബെൻ ഗൂറിയോൻ എയർപോർട്ടിൽ ഒരു നമ്മുടെ ഇവിടെ നമ്മുടെ ബുക്ക് സ്റ്റാൾ ഇട്ടതുപോലെ ഒരു സ്റ്റാൾ ആരംഭിച്ചു. അതിൻ്റെ പേര് റോഷ് ഹോസന്ന, മടങ്ങി വരുന്ന യഹൂദൻ വെൽക്കം. മൂന്നാമത്തെ സംഭവം, ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേര് ഏലാ താഴ്വര. അതിനെ ഇന്ന് ഇസ്രയേൽ വിളിക്കുന്നു എലാത്ത് വാലി. അവിടെ ആയിരക്കണക്കിന് വീടുകൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രാജൻ സാറ് കൺവെൻഷന് നോട്ടീസ് അടിച്ചപ്പോൾ അടുത്ത സംഭവം നടന്നു. വെസ്റ്റ് ബാങ്കിനകത്ത് 6000 വീടുകൾക്ക് ആര് തറക്കല്ലിട്ടു? ബെഞ്ചമിൻ നെതന്യാഹു തകർക്കല്ലിട്ടു. വാം വെൽക്കം, സകല യഹൂദന്മാരും മടങ്ങി വരാം. ബൈബിളിനകത്തുണ്ടോ? എല്ലാ യഹൂദന്മാരും മടങ്ങി വരുന്നു. എസെക്കിയേൽ പ്രവചനം വായിച്ചട്ടെ. ബൈബിൾ കൂടെ എടുത്താട്ട്. എസെക്കിയേൽ ദീർഘദർശിൻ ഗണിതം അധികാരം 36 വസനത്തെ വാസിക്കരുത് 24. എസെക്കിയേൽ 36:24 വായിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച്, ഇസ്രായേൽ മക്കളെ സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്കായി ഇതാ കർത്താവിന്റെ മടങ്ങി വരവ്. ഈ തലമുറയിൽ എൻ്റെ കാന്തൻ മടങ്ങി വരാറ്. ഇതാ ഒരു കാലത്ത് കുമ്പനാട്
പാസ്റ്റർ കെ അബ്രഹാം, പാസ്റ്റർ ടി ജി ഉമ്മച്ച്, പാസ്റ്റർ ജോർജ് ശാസ്ത്രി. മിണ്ടുന്നില്ലല്ലോ, അവരെല്ലാം മറന്നുപോയി. സന്തോഷമില്ലല്ലോ സാറേ? സ്വോത്രം. നിങ്ങളെല്ലാം മറക്കും, IPC-കാർ മറക്കും. കുമ്പനാട് നിന്ന് ആമോസിന്റെ പ്രവചനമെടുത്ത് അപ്പച്ചന്മാർ ഒരു പ്രസംഗിച്ചു. അതിന്റെ പേര് ആമോസ് 9:9. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ മൺജനത്തെ സകല ജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും, ഒരു മണി പോലും ശേഷിക്കാതെ അവരെ മടക്കി വരുത്തുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ജാതികളുടെ പൂർണ്ണസംഖ്യ കർത്താവിന്റെ വരവ് ഈ തലമുറയിൽ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ടെ, പെന്തിക്കോസുകാരെല്ലാം കേട്ടോണോ? ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ പേര് ബെഞ്ചമിൻ തന്നെയാവും. അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുടെ പേര് ഇറ്റാമിൻ ബൻഗീർ. മോനെ ലൈവ് ക്ലിയർ ആയിട്ട് കൊടുക്കണം. മോഡി സാർ അവിടെ ചെല്ലുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. മണിപ്പൂർ, മേഘാലയ, ഷില്ലോങ്, ആസാം 6000 ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കിടപ്പുന്നോട്. അവരുടെ പേരാ ബെനി മനാശ്. ബാക്കിയൂടെ പറഞ്ഞു തരാം. ആരാ ബെനി മനാശ്? യോസഫിന്റെ മക്കളുടെ പേരാ മനശ്. അതുകൊണ്ട് ഞങ്ങളുടെ സുനിൽ സോളമൻ പാസ്റ്റർ പാടും, എബ്രാഹിം നീ എൻ്റെ വത്സല പുത്ര. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആ കിടക്കുന്ന ബെനി മനാശെ 6000 പേര് അവിടെ കിടക്കുന്നു, മണിപ്പൂരിലും മേഘാലയയിലും ഷില്ലോങ്ങിലും. ബാക്കിയൂടെ കേട്ടാട്ട്, മണിപ്പൂരിൽ കുക്കി മെയ്തയും അടി കൂടിയപ്പോൾ ആരാണ്ട് നമ്മുടെ പെരിങ്ങനാട്ട് കോളേജിന് കല്ലെറിയുന്നത് പോലെ ഇസ്രായേലുകാരൻ്റെ വീട്ടിൽ കല്ലെറിഞ്ഞ് അവർ വാട്സപ്പ് അടിച്ചു ഇസ്രായേലിലേക്ക്. അമിത്ഷായോട് പെട്ടെന്ന് ഇസ്രായേലിൽ നിന്ന് ഫോൺ വന്ന്, ഞങ്ങളുടെ ആൾക്കാരെ തൊട്ടുപോരുന്നത്, പിന്നെ കല്ലേറില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൂടെ കേട്ടാട്ടെ, അന്ത്യകാല സംഭവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇനി സജു ചാത്തന്നൂർ, പെരിങ്ങനാടോ, മണക്കാലയോ ഒരുപക്ഷെ ഈ പട്ടണത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നു, ഈ വർഷം 1600 യഹൂദന്മാർ ന്യൂഡൽഹി എയർപോർട്ടിൽ നിന്ന് മടങ്ങിപ്പോകാൻ പോകുന്നു. അതിനവർ ഓപ്പറേഷൻസ് ഇട്ടു. ആലിയ 2026 1600 യഹൂദന്മാരെ കൊണ്ടുപോകുന്നു. അമിത്ഷായോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും അവരുടെ വീടുകൾ കയ്യേറരുത്, അവരത് നോക്കി കണ്ടോളൂ. പക്ഷെ ഞങ്ങളുടെ ജനത്തെ കൊണ്ടുപോകാൻ പോകുന്നു. സകല മനസ്സേ ഗോത്രക്കാരും പോന്നെങ്കിൽ 1,44,000 ഇസ്രായേലിന്റെ യഹൂദന്റെ ജനസംഖ്യ ഓരോ ഗോത്രത്തിൽ നിന്ന് കരമുയരുന്നില്ലല്ലോ. അവിടെ ദാൻ ഗോത്രമില്ല. മനശ്ശെ ഗോത്രത്തെ വെളിപ്പാട് 7:14 കാണിക്കുന്നെങ്കിൽ ഈ ഗോത്രം അവിടെ ചെന്ന് 1,44,000 പേർ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതിന്റെ സംഖ്യ അവിടെ ചേരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ കാലമായി അവരുടെ പേരാ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മടങ്ങി വരാറാ. ഇന്ന് രാത്രി, ഒരു രാത്രി കൂടി ഞാൻ പറയുന്നു, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ മകനെ, മകളെ. എന്തിനു വേണ്ടി യഹൂദൻ മടങ്ങി വരുന്നു? 1, ഒരു 3-ാം ലോകമകായിത്തം, 2 യഹൂദന് വേണ്ടി ഒരാലയം. ഇത് രണ്ടും ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ഏതാ? കാൽവരി രക്തത്താൽ കഴുകൽ പ്രാപിച്ച തന്റെ മക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറാ. ഇന്ന് രാത്രി പെരിങ്ങനാട് IPC-യെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ മടങ്ങി വരാറാ. യഹൂദനോടുള്ള ബന്ധത്തിൽ അവരുടെ മടങ്ങി വരവ് ഈ വർഷം തുടങ്ങുന്നു, ആലിയ 2026. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കും. ഏതാ ഒഴിച്ചുമാറ്റം? ബാക്കിയൂടെ കേട്ടാട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ, എല്ലാവരും ശ്രദ്ധയോടെ, ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ന്യൂഡൽഹിയിൽ നിന്ന് 40 കോൺസുലേറ്റുമാർ ഇസ്ലാമാബാദിലുള്ളവരാ. അവരെ വാഗാതിർത്തിയിൽ കൊണ്ടുപോയി. കേൾക്കണം, AC ബസ് അവിടെ ഓണാക്കി കിടക്കുക. 4:30 മണിക്ക് വാഗാതിർത്തിയിലെത്തി. ആ സമയത്ത് ഇസ്ലാമാബാദിൽ നിന്ന് 40 ഇന്ത്യൻ കോൺസുലേറ്റുമാരെ പാകിസ്ഥാൻ്റെ AC ബസ്സിൽ കൊണ്ടുവരിക. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ വാഗാതിർത്തിയിൽ കൊണ്ടവരെ നിർത്തി. വാഗാതിർത്തിയിൽ നിർത്തി കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് ചെക്ക് ചെയ്തു. പാസ്പോർട്ട് പാകിസ്ഥാനുള്ള കോൺസുലേറ്റുമാരെ പാകിസ്ഥാൻ കയ്യേറ്റു. ഇന്ത്യയുടെ പാസ്പോർട്ടുള്ളവർ ഇന്ത്യക്കാർ കയ്യേറ്റു. അച്ചായമ്മേ, 8 മണിയായപ്പോൾ പ്രോസസ്സിങ് കഴിഞ്ഞു. 9 മണിക്ക് പതാക താഴ്ത്തി. 10 മണിക്ക് മിഗും മിറാഷും പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ റാവൽപിണ്ടിയിലേക്ക് കടന്നെങ്കിൽ ഇവിടെ ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുക. അത് ഓപ്പറേഷൻ സിന്ദൂർ അല്ല, ഓപ്പറേഷൻ ഗംഗയല്ല. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി പെരിങ്ങനാട് പട്ടണമേ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി വീതിക്കകത്തോ തെരുക്കോണിനകത്തോ ഓൺലൈനകത്തോ നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക കർത്താവ്, യേശു ഏക രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുക. കരമുയർത്തുന്നവർക്ക് ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ
കാന്തൻ മടങ്ങി വരാറായി. ഒന്നാമത്തെ സിംബൽ. 2, യഹൂദന് വേണ്ടി ഒരാലയം ആന്റി ക്രൈസ്റ്റ് പണിയും. അതിനുവേണ്ടി ഇറാൻ സംഭവം പോകുന്നത്. ഒന്നാമത്തെ ആലയ സമാഗമന കൂടാരം, രണ്ടാമത്തെ ആലയ ശലോമോന്റെ ആലയം, 3 കോരശിന്റെ ആലയം. അത് ഹെരോദാവിന്റെ കാലത്ത് പുതുക്കി പണിഞ്ഞു. 46 സംവത്സരം കൊണ്ട് പുതുക്കി പണിഞ്ഞ ആലയത്തെ AD 70 ടൈറ്റസ് രാജാവ് തകർത്തെങ്കിൽ ഈ യുദ്ധങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് യഹൂദന്റെ ആലയത്തിന് വേണ്ടിയാ. എന്നാൽ അവിടെ ഒരാലയം ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടും. അതാ നമ്മുടെ പ്രത്യാശ. ആരെടുക്കപ്പെടും? പെന്തക്കോസ് വരുന്ന ആള്, ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ഈ തലമുറയിൽ രൂപാന്തരപ്പെടാൻ കാലമായി. ഈ രാത്രി ഒരിക്കൽ കൂടി ഗുരു അതപ്പോൾ സംഭവിക്കും. നിന്റെ വരവ് ലോകത്തിന്റെ അവസാനത്തിന് മടയാളം. അത്തിയെ നോക്കി ഒരു മമ പഠിപ്പേ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ പെരിങ്ങനാടുകാർ ഇതൊക്കെ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം സിറിയ വഴി എത്തുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. പലരും സമയം നോക്കുക, ടൈം തീരാറായിരുന്നു. പകുതി ആയതേ ഉള്ളൂ, വിഷമിക്കേണ്ട, മൊത്തം പറഞ്ഞിട്ടേ നിർത്തത്തോളൂ. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 1 വർഷമായി എല്ലാവരും കേൾക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള പ്രശ്നങ്ങൾ. കഴിഞ്ഞ 1 വർഷമായി ജൂണിന് ശേഷം വലിയ കുഴപ്പമില്ലായിരുന്നു. 2027 ഈ ട്രംപ് ഒരു പരിപാടി ചെയ്തു. എന്താ ട്രംപിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ വായാടി ട്രംപ് ഒരു പരിപാടി ചെയ്തു. ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞ് 2 കാര്യം. 1, ഞങ്ങൾ എണ്ണക്കിണർ പിടിക്കാം, നിനക്ക് കൊമൈനിയെ റെഡിയാക്കാം. അങ്ങനെ കഴിഞ്ഞ 1 മാസവും ഇന്ന് ഏകദേശം ഒരു 15-16 ദിവസമായി, ഒരു 50 ദിവസം കഴിഞ്ഞ് അടി നടന്നുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ പ്രത്യേകത എല്ലാവരും കേൾക്കണം, ഗൾഫുകാർ പിള്ളേരെല്ലാം കേട്ടോണം, ഇതങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അവർ കൂടെ കൊടുത്തോണം. എന്താ അമേരിക്കയുടെ പ്രത്യേകത? അമേരിക്ക ഇന്ന് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം അമേരിക്ക. 37 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അതിനാ $37 ട്രില്യൺ അമേരിക്ക കടത്തിലാണ്. അതുകൊണ്ട് വായാടി ട്രംപ് എല്ലാത്തിനും ടാക്സ് കൊണ്ടുവന്നത്. ഇനി അമേരിക്ക രക്ഷപ്പെടണമെങ്കിൽ എണ്ണ വേണം. അതിനാസ്പദമായി 2027 ആദ്യത്തെ എണ്ണ രാജ്യം വെനൂസിലെ പിടിച്ചു. പഠിക്കുന്ന മക്കൾ ശ്രദ്ധയോടെ, അതുകൊണ്ട് ആ താഴ്മയോടെ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത് പോലെ അങ്ങ് പോവുക. 2026 വെനൂസിലെ പിടിച്ചു. ലോകത്തിലെ 5 എണ്ണ ഉൽപാദക രാജ്യങ്ങൾ. നമ്പർ 1 വെനീസുല, 2 സൗദിയിലെ അരംകോ, 3 കുവൈറ്റിലെ KNBC, 4 റഷ്യ, 5ാമത്തെ രാജ്യമായി ഇറാൻ. അപ്പോൾ വെനീസുല കയ്യിലാക്കി. സൗദിയെ തൊടത്തില്ല, അമേരിക്കയായിട്ട് പാർട്ട്ണർ. അത് കഴിഞ്ഞിട്ട് കുവൈറ്റുമായിട്ട് പാർട്ട്ണർഷിപ്പ്. അത് കഴിഞ്ഞ് റഷ്യ തൊടാൻ പോയ വിവരം അറിയും. പിന്നെ 5ാമതൊരുവനുണ്ട്. ഇറാനെ പിടിച്ചാൽ രക്ഷപ്പെടാം. ഇറാന്റെ പ്രത്യേകത, ഇറാനിനകത്ത് 4 ദ്വീപുകളുണ്ട്, എണ്ണ പവിടപ്പുറ്റുകൾ. അതിലൊന്ന് അബുമൂസ, 2 കിഷ്, 3 കിഷാം, 4 കാർഗ്. കാർഗിനകത്ത് 12 കിലോമീറ്ററിൽ നല്ല സുന്ദരമായ എണ്ണയും കിടപ്പുണ്ട്, കംപ്രസ്ഡ് ഗ്യാസും കിടപ്പുണ്ട്. അതിന്റെ ന്യൂക്ലിയറിന്റെ പേര് പറഞ്ഞ ഈ ട്രംപ് പിടിക്കാൻ വന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പാണ്ടിലോറിയുടെ കീഴിനകത്ത് ബൈക്ക് കയറിയുള്ള ഇസ്രായേൽ അവനെ അടിച്ചൊതുക്കിയതാണ്. ഈ കണിക്കകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവും വീണു. അതാണ് ഒക്ടോബർ മാസം മുതൽ 2026 ഫെബ്രുവരി മാസം മുതൽ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ അടിക്കുന്നു? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൗദിയിലുണ്ട്, UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹറിനുണ്ട്, എല്ലാത്തിനും ഇറാൻ അടിക്കുന്നു. പറയാം, അബ്രഹാമിന് സാറ മരിച്ചപ്പോൾ ഒരു ഭാര്യ ലഭിച്ചു, പേര് കെതൂറ. കെതൂറയിൽ 6 മക്കളുണ്ട്. അതാ GCC. പെരിങ്ങനാട്ട് ഒരു അച്ചായി ദുബായിൽ നിന്ന് ലോൺ എടുത്ത് ബാങ്കിനെ മുക്കിയിട്ട് സൗദി അറേബ്യ ഇപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ കഴുത്തിന് ഒറ്റപ്പിടി. സന്തോഷമില്ലല്ലോ, ഇതെല്ലാം ഒറ്റ കമ്പ്യൂട്ടറാണ് GCC. യവന്മാരുടെ പേരാ കറിയാച്ചായൻ, തോമാച്ചായൻ, അവറാച്ചായൻ, പൊന്നച്ചായൻ. സന്തോഷമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഗൾഫിൽ 6 സ്ഥലത്തും അമേരിക്കൻ ബേസ് ഉണ്ട്. 1 സൗദി അരംകോട് ചേർന്ന് അൽഖർജ് എയർബേസ് അമേരിക്ക. 2 കുവൈറ്റിനകത്ത് അൽസലാം ഇന്റർനാഷണൽ എയർബേസ് അമേരിക്ക. 3 ഖത്തറിനകത്ത് അൽഖുദ്ഖുദ് എയർബേസ് അമേരിക്ക. 4 ഏറ്റവും നിർണായകമായി അടുത്ത സ്ഥലത്ത് കിടപ്പുണ്ട് UAE. അവിടെ അബുദാബി അൽ മുസഫയോട് ചേർന്ന് അൽ ദഫ്ര എയർബേസ് അമേരിക്ക. 5 ബഹറിൻ ക്രോസ്വേയിൽ ജുബൈറിനകത്ത് അമേരിക്കയുടെ 5ാമത്തെ കപ്പൽപ്പട. 6 മസ്കറ്റിനകത്ത് അടൂർ KSRTC ബസ് സ്റ്റാൻഡ് കിടക്കുന്ന പോലെ 2 കപ്പൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചില ഡ്രോൺ മാത്രം വിട്ടത്, മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ട് ഒരു വിഷയം മനസ്സിലാക്കണം. എന്താ? ഇറാന് ഈ രാജ്യങ്ങളുമായിട്ട് ഒരു വിരോധവുമില്ല. പക്ഷെ അമേരിക്കയ്ക്ക് താവളം ഒരുക്കിയത് കൊണ്ടാ
എന്താ സംഭവിക്കുന്നത്? ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് പുറേ വാക്യം ഞാൻ പറഞ്ഞു തരാം. അമേരിക്ക ടു ഇറാൻ 11,500 കിലോമീറ്റർ, അത്രയും പാസ് ചെയ്യുന്ന മിസൈലൊന്നും അവരുടെ കയ്യിലില്ല. അത് കഴിഞ്ഞ് 2 ഇസ്രയേലിലേക്ക് പോകണമെങ്കിൽ 1600 പരം കിലോമീറ്റർ കയറണം. ജോർദാന്റെ മേളിൽ കൂടെ കയറണം ഇസ്രയേലിൽ കയറണമെങ്കിൽ. അങ്ങനെയെങ്കിൽ അടുത്ത് കിടക്കുന്ന 6 ചേട്ടന്മാരാ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, മസ്കറ്റ്. പിന്നെ ഈ ബഹ്റിനെ ദുബായി അടിക്കാൻ വേറൊരു കാര്യമുണ്ട്. അബ്രഹാം അക്കോഡ് 2016 വായാടി ട്രംപ് അമേരിക്കയെ വിളിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ചെന്നു. അതിനിടയ്ക്ക് 2 ചേട്ടന്മാർ ഒപ്പിട്ടു. അബുദാബി ഷേഖും ബഹ്റിന്റെ ഭരണാധികാരിയും ഒപ്പിട്ടു. അതുകൊണ്ട് ഒപ്പിട്ടുണ്ട് അവർക്ക് ഇച്ചിരി അടി കൂടുതൽ, മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് അബ്രഹാം അക്കോഡിനകത്ത് ഒപ്പിട്ടത് കൊണ്ട് അടിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിനൊരു ശാന്തത വരുമോ? അമേരിക്കയുടെ നേതൃത്വത്തിൽ അഥവാ ഇറാനെ ആക്രമിക്കൂ. ബൈബിളിനകത്തുണ്ടോ ഒരു ലോകമഹായുദ്ധം ഇപ്പോൾ നടക്കുമോ? ഇറാനെ ആക്രമിക്കൂ. വായിക്കാം ഇരമ്യാ പ്രവചനം എടുത്താട്ടമ്മാമ്. കാനാവിലെ കല്യാണമൊക്കെ പോയി വായിച്ചോ. ഇരമ്യാ പ്രവചനം 49 അധ്യായം 35, 36. ഞങ്ങൾ 1-2 പേരൂടെ ഇത് പറയുന്നവരുള്ളത്. ഇപ്പം ഞങ്ങളിവിടെ തീർന്നാൽ പിന്നെ കർത്താവിൻ്റെ വരവ് ആരും പറയത്തുമില്ല. സന്തോഷമില്ലല്ലോ. അവറാച്ച മലയിൽ നിൽക്കുന്നതായിരുന്നു കൺവെൻഷന്. അവറാച്ച മലയിൽ നിന്ന് പോയിട്ട് കൊല്ലങ്ങളായവൻ്റെ മക്കൾ ലോകം മൊത്തമായി. ഇന്നത്തെ കൺവെൻഷൻ അബ്രഹാം ഇപ്പോഴും മലയിലാണ്. ഇരമ്യാ 49, 35, 36 വായിക്കാമനെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിച്ചോ മാമേ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഏലാമ പഴയ നിയമത്തിലെ ഇറാൻ, അവന്റെ മുഖ്യ ബലമാ ന്യൂക്ലിയർ പ്ലാന്റ്. ഇസ്ഫഹാൻ, ബുഷഗാർ, ഖർദീസ്, ഫോട്ടോ. ഇതൊക്കെ വായിരമ്മേ. രാവിലെ പത്രം എടുത്തിട്ട് ഈ പ്രവചനവും കൂടെ വായിക്കണം, മനസ്സിലാകുന്നവർക്കായി. അല്ലാതെ രാഹുൽ തേങ്കൂട്ടത്തിനെയൊക്കെ വായിക്കാതെ ഇത് വായിര്. കർത്താവ് വരാറായി, സ്വോത്രം. അവരൊക്കെ ജാമ്യം നേടിപ്പോ. ഇതൊക്കെ വായിച്ചോ, കുഴപ്പമില്ല. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. റീത്തയും കത്രീനയും വിൽമയല്ല, യുദ്ധവിമാനങ്ങൾ കടലിൽ നിന്നും കരയിൽ നിന്നും കയറുമെന്ന്. ഇസ്രായേലിന്റെ 200 ഫൈറ്റർ അതിനകത്ത് കയറും. അതുപോലെ അമേരിക്കയുടെ മിസിസിപ്പി, മിസൂറി, പിന്നെ ട്രിപ്പോളിൽ നിന്നും വിമാനങ്ങൾ കയറും. ഇറാനെ തകർത്തുകളയും. അടുത്ത വാക്ക് വായിക്കാം. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കില്ല. ഇറാനിനകത്തുള്ളവർ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് ഓടുന്നൊരു കാഴ്ച വരും. കാശുള്ളവൻ പോയി മതിമോന്. അങ്ങനെയെങ്കിൽ ഇറാൻ ഇത്തരം ടെക്നോളജി ഇവിടെ വന്നു. പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ടെ. റഷ്യ തകർന്നപ്പോൾ ഇറാന്റെ ആയിട്ടുള്ള കൊമേനിക്ക് ഒരുപാട് ശാസ്ത്രജ്ഞന്മാര്, പാസ്റ്റർമാരും കേട്ടോണോ, വിലക്ക് മേടിച്ചു. അങ്ങനെ റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വന്ന ന്യൂക്ലിയർ പ്ലാന്റ് എല്ലാം ബേസ് ചെയ്ത് ഇവിടെ ഇതായിരിക്കും നമ്മുടെ ജോയൽ മോനും ജോപ്പന്റെ കുഞ്ഞോളും ഒക്കെ താണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ കൊമേനിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ എന്ന കോസുകാർ കേട്ടോ. കൊമേനി ആദ്യം പറയും താങ്കൾ ഒരു ശാസ്ത്രജ്ഞനാവണം, കുഞ്ഞൊരു ശാസ്ത്രജ്ഞനാവണം. 2 രാജ്യത്തിന് വേണ്ടി നിൽക്കണം, 3 മതത്തിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ടാ ഇറാനകത്ത് ഇത്രയും ശാസ്ത്രജ്ഞന്മാർ. 2-3 കൊല്ലാട്ട് അമേരിക്ക എത്ര എണ്ണത്തിനെ കൊല്ലുന്നു. അലി ഷംഖാനി, അൽ ഹാജിറി, എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും കൊന്നാലും പിന്നെ 40 പേര് പ്രൈസ്തലോട് സ്റ്റേജിൽ നിൽക്കുന്ന പോലെ നിൽക്കുക, മനസ്സിലാകുന്നവർക്ക്. ഇത് ഈ വെള്ളക്കാരന് പിടികിട്ടിയില്ലായിരുന്നു. UK-യിലും കാനഡയിലും പോയി സകല ശാസ്ത്രജ്ഞന്മാരും ഇന്ന് ഇറാനിനകത്താ. അവരെ അങ്ങനെ തീർക്കാൻ പറ്റത്തില്ല. ദുബായ് ടെക്നോ സിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലെ മീഡിയ സിറ്റി ഉണ്ട്. ഈ കാക്കനാട് കിൻഫ്രാ സിറ്റി ഉണ്ട്, കിൻഫ്രാ സിറ്റി ഉണ്ട്. ഇറാൻ ഒരു സിറ്റി ഉണ്ട് അമ്മാമേ, മിസൈൽ സിറ്റി. മനസ്സിലാക്കുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്. നാട്ടുകാർ കേൾക്കണം. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ അവനെ ആക്രമിച്ചപ്പോൾ അവനൊരു കാര്യം ചെയ്തു. എന്താ കാര്യം ചെയ്തെന്നറിയാമോ? അവൻ റഷ്യയിൽ നിന്ന് രായ്ക്ക് രാമാന സ്റ്റെൽത്ത് മിസൈൽ കൊണ്ടുവച്ചു. അതാണിന്ന് 2000 കിലോമീറ്റർ മലയാ. ഈ ട്രംപിനും കമ്പിനും അറിയത്തില്ലായിരുന്നു ഇറാന്റെ കാര്യമൊന്നും. 2000 കിലോമീറ്റർ മലയാണ്. അതിന്റെ പ്രത്യേകത മലക്കടിയിൽ നല്ല ഗ്രാനൈറ്റിനകത്ത് മിസൈൽ വെച്ചിരിക്കുക. ഒരു ഗ്രാനൈറ്റ് തുറക്കും, ഒറ്റ പിടിയിൽ ഇതാ കിടക്കുന്നു. ആ മിസൈലിന്റെ പ്രത്യേകത സ്റ്റെൽത്ത്. കുഞ്ഞുങ്ങളോട് പറഞ്ഞുതരാം. GPS ടൈപ്പ് ചെയ്യാൻ ദുബായ് എയർപോർട്ട്, പാം ജുബൈറ, അബുദാബി അഡിനോക്ക്, ബഹ്റൈൻ കപ്പൽപ്പട കറക്റ്റ് ചെന്നാ വീഴുന്നത്. മനസ്സിലാകുന്നവർക്കായി. അന്ത്യകാലത്തിലേക്ക് ഇതിന്റെ പിൻപിൽ കളിക്കുന്ന 2 ശക്തികളുണ്ട്. 1 റഷ്യ, 2 ചൈന. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി ബഹ്റൈൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ആരും എന്നോട് പറഞ്ഞു പക്ഷേ ഹോർമോസിനെ പറ്റി പറയണോ. എന്താ ബഹ്റൈൻ ഒരു കാര്യം പറഞ്ഞത്? ഹോർമോസ് കടലെടുക്ക് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ റഷ്യയും ചൈനയും പറഞ്ഞ് തൽക്കാലം തുറക്കണ്ട, കരമുയർത്തുന്നവർക്കായി. 1 റഷ്യയുടെ എണ്ണ സർക്കുലേറ്റ് ചെയ്യണം, 2 ചൈന ബിസിനസ്സിനകത്ത് കയറണം. ഇതെല്ലാം അന്ത്യകാല സംഭവം. ആന്റി ക്രിസ്റ്റ് വരുന്നതിന്റെ വരവ്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് ഇതൊരു 3-ാം ലോകമഹായുദ്ധമാകുമോ? ആകത്തില്ല. പുറകെ പറഞ്ഞു വരാം. ട്രംപിന്റെ പ്രത്യേകത എന്താ? ട്രംപിന് ഇപ്പൊ ആരെയും സ്വാധീനിക്കാൻ വയ്യ. അങ്ങനെ ട്രംപിന് സ്വാധീനിക്കാൻ പറ്റിയ ഒരാളെ കിട്ടി. അദ്ദേഹത്തിന്റെ പേരാ ഇന്നത്തെ പാകിസ്ഥാന്റെ പ്രധാന പിന്നെ സൈനിക മേധാവി ആസം മുനീർ. ആസം മുനീർ ആരാ?
ആരാ? ട്രംപിന്റെ ബിസിനസ് പങ്കാളിയാ. ആ ബിസിനസ് പങ്കാളിയാ എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി ഇവരെല്ലാം വരുന്നത് എന്തിനാ? മൈക്രോ ചിപ്പുമായി ലോകം മുഴുവൻ ഭരിക്കുവാൻ കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അമേരിക്കയുടെ ട്രംപ് ആരെ ഏൽപ്പിച്ചു? ഒരു വിലയില്ലാത്ത പാകിസ്ഥാനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എങ്ങനെങ്കിലും വെടിനിർത്തൽ വേണം. അതുകൊണ്ട് ആ മുനീർ ബാക്കി ഒന്നുകൂടെ പറഞ്ഞുതരാം. നാട്ടുകാരും രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ. ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിനകത്ത് ആദ്യം മിഗ് മിറാഷോ വിട്ട് ഇസ്രയേൽ പ്ലാൻ മാറ്റി. ഇന്ത്യയോട് പറഞ്ഞ് ഹെരോദ ഡ്രോൺ വിടാൻ. ഹെരോദ ഡ്രോൺ അങ്ങോട്ട് പാകിസ്ഥാനെ വിട്ടു. ഇസ്ലാമാബാദിൽ റാവൽപിണ്ടിയിലും 1974 അമേരിക്കയുടെ ആണവായുധം പാകിസ്ഥാൻ ഇരിപ്പുണ്ട്. സിയാവുൾ ഹക്കിന്റെ കാലത്ത് വെച്ചിരിക്കുക. അറബ് രാജ്യത്തൊന്നും അമേരിക്ക വെക്കത്തിൽ അവന് പിടികിട്ടി. പാകിസ്ഥാൻ ഇരിക്കുക. ആസം മുനീർ ഫോൺ ചെയ്ത് ട്രംപ് ചേട്ടനോട്, ചേട്ടാ ഇസ്രായേലിന്റെ ഡ്രോൺ വരുന്നു, മിക്കവാറും ഇതെല്ലാം കത്തിപ്പോകുന്നു. ട്രംപ് പറഞ്ഞ് അയ്യാ കവലപ്പെടാകത് ഞാൻ കൂപ്പിടുന്നത്. മനസ്സിലാകുന്നവർക്കായി ട്രംപ് ഒരു വിളി വിളിച്ചു. 1 മണിക്കൂറിനകം ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ തീർന്നു. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി പോയ വിമാനത്തെ തിരിച്ചു കൊണ്ടുവന്നു. ഇതിനകത്തെല്ലാം ഇടപെടുന്ന ഒരു ബിസിനസ് ലോബി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ തലവൻ ആസം മുനീർ, പാകിസ്ഥാന്റെ കരസേന മേധാവി. അങ്ങനെയെങ്കിൽ ഇതൊരു വെടിനിർത്തല ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരു 3-4 ലോകമഹായുദ്ധം നടക്കോ? ഇപ്പൊ ഇതൊന്നും നടക്കത്തില്ല. ബൈബിളിന്റെ പ്രവചനം വായിക്കാം. ഇരമ്യ പ്രവചനം. പ്രസന്റ് സിറ്റുവേഷൻ അറ്റ് ഹോർമോസ്, ദ ക്രൈസിസ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ, അമേരിക്ക. വായിക്കാം ഇരമ്യ പ്രവചനം 6:14. വായിച്ചിട്ട് മക്കളെ, ഇരമ്യ പ്രവചനം 6:14. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറഞ്ഞ്, സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ആരും പേടിക്കേണ്ട. കടലും തുറക്കും, വെടിനിർത്തലും തീരും. മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി അതിന്റെ പ്രത്യേകത സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന് താൽക്കാലികമായ മുറിവ് കിട്ടുന്നു. പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. ഇവിടെ ഒരു പയ്യന്റെ കാലൊടിഞ്ഞു. മനസ്സിലാകുന്നവർക്കായി മണക്കാല അടൂർ ലൈബിലെ നമ്മുടെ പാപ്പച്ചാൻ എടുത്തു തന്നു. ഓർത്തോടെ ഡോക്ടർ നോക്കി, നീരുമുണ്ട്, വിഷയമുണ്ട്. അതുകൊണ്ട് തൽക്കാലം പ്ലാസ്റ്റർ ഇടാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കമ്പി ഇടാം. കരമുയരുന്നില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാനുള്ളത്, ഇതിനൊരു മുറിവ് വെച്ച് കിട്ടും. അത് കഴിഞ്ഞ് വരുന്നു 3-4 ലോകമഹായുദ്ധം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്ററേ എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? പറഞ്ഞു തരാം. ഒരു 3-4 ലോകമഹായുദ്ധം നടക്കണമെങ്കിൽ 3 സംഭവം ഇവിടെ നടക്കണം. 1 മത്തായി 24:14 വീട്ടിൽ ചെന്ന് വായിക്കണം. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ യേശു മടങ്ങി വരും. കരം ഉയരുന്നില്ലല്ലോ? സന്തോഷമില്ലല്ലോ അമ്മ? വീട്ടിൽ പോകാൻ സമയമായെന്ന് തോന്നുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി നിങ്ങൾ ഉണ്ടായാലും ഇല്ലല്ലോ, ഇത് തീർന്നിട്ടേ എന്ന് പറയത്തുള്ളൂ. എന്താ സംഭവം എന്നറിയോ? രാജ്യത്തിന്റെ സുവിശേഷം. आप लोग पीछे नॉर्थ इंडिया में जाओ. मैं उड़ीसा गया, छत्तीसगढ़ गया, सारे जगह गया. അവിടെ ചെന്നപ്പോൾ ഞാനൊരു പയ്യനോട് ചോദിച്ചു, ബേട്ടാ आपको यीशु मसीह के बारे में मालूम है? പയ്യൻ പറയാ, ആകെ ഗാവുമേ ജാവോ ഉദർ പൂച്ചോന്നു. സന്തോഷമില്ലല്ലോ? അടുത്ത ഗ്രാമത്തിൽ ചോദിക്കാൻ. 5000 ഗ്രാമങ്ങൾ ഇന്നലെ യേശു ആരെന്ന് അറിഞ്ഞിട്ടില്ല. യഹൂദൻ മടങ്ങി വരുന്ന ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. இந்த நாட்களில் உலகத்தின் முடிவு கடைசிக்கால செய்திகள் அருமையான செய்தி கொடுக்குது. சென்னை மாவட்டத்துக்கு நான் போயிருக்குது. ஐநவாறு பல்லவாறு பெரும்பூர் அந்த கன்வென்ஷன் முடிஞ்சாச்சு. அந்த அருமையான போதகர் இருக்கிறது. அவர்கிட்ட நான் கூப்பிட்டு இருக்கிறது, ஐயா எந்த யகூதன் மட்டும் சென்னை பட்டணத்தில் இருக்கியா? அவர் போயிட்டு ஊழியக்காரா இங்கமே ஒண்ணுமே கிடையாது, 5-6 வீடு இருக்குது, அது க்ளோஸ் பண்ணி இருக்குது. சந்தோஷம் இல்லையோ? മനസ്സിലാകുന്നവർക്കായി தஞ்சாவூர்னு போயிட்டு இத்தனை தமிழ் அறியத்தில் இந்த நாட்களிலே உலகத்தின் முடிவு கடைசிக்கான செய்திகளும் அருமையான செய்தி கொடுக்குது தமிழ் மாவட்டத்தை. അമ്മാമ്മ ചിരിക്കുന്നു. കേരളത്തിലെ പെന്തിക്കോസുകാരെ അമ്മാമ്മ ഒരു പോസ്റ്റ് വന്നാൽ നമ്മളെ പരിക്കാത്താക്ക സ്വോത്രം. അതുകൊണ്ട് இந்த மாதிரி பேசுக மற்றது ஒண்ணுமே பயப்படக்கூடாது. அதுக்கு இப்போ போகணும், வீണ്ടുம் போகணும், நுங்கப்பாக்கம் போகணும். இந்த நாட்களிலே உலகத்தின் முடிவு கடைசி கால செய்திகள் மார்த்தாண்டம் அங்கே பேசுக இருக்குது. கிருபாசனம் மார்த்தாண்டம் பாசுக்கு தேவையா இருக்குதா? அந்த அருமையான தலைமை போதகர் யோப் அவர்கிட்ட கேட்டிருக்கு, ஐயா நீ எதுக்கு கேரளாவில் நிற்குது? நீ இங்கே தமிழ்நாட்டில் அருமையான செய்தி கொடுக்க நமக்கு கூட இருக்குது. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തമിഴ്നാട്ടിലും യഹൂദന്മാർ പോയി കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം മനസ്സിലാകുന്നവർക്കായി, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം. ബൈബിൾ റോമാലേഖനം 11:25 ഒരു മർമ്മ സഹോദരന്മാരെ നിങ്ങളോട് ഞാൻ പറയാം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യമുണ്ടാവും. സ്വോത്രം. കർത്താവിന്റെ വരവ്. മൂന്നാമത്തെ പ്രവചനം. പെരിങ്ങനാട് IPC എന്തിനീ കൺവെൻഷൻ വെച്ചു? പത്രോസിലേക്ക് തന്നെ ചൊല്ലി. ബൈബിൾ കൂടെ 2 പത്രോസ് 3:9 ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ അല്പം കൂടി താമസിക്കുന്നത്. ചിലർ കൂടെ ദീർഘക്ഷമ കാണിച്ച് ഈ പെട്ടകത്തിനകത്ത് കടക്കണം. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് നാളെ 3-4 ലോകമഹായുദ്ധം ഉണ്ടാകത്തില്ല. വീടൊന്നും വിൽക്കാൻ നിൽക്കരുത്. OLXകാർ കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ ഇത് വരവിന്റെ ലക്ഷണങ്ങൾ. ഇതിനോടനുബന്ധിച്ച് ഒരു സംഭവം നടക്കാൻ പോകുന്നു.
അറബ് രാജ്യങ്ങളിൽ നിന്ന്, ചെറുപ്പക്കാരെല്ലാം കേട്ടോണം, ഗൾഫുകാരെല്ലാം കേട്ടോണം, മക്കൾക്ക് അയച്ചു കൊടുക്കണം. അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യം മാറാൻ പോകുന്നു. ബൈബിൾ പറഞ്ഞു തരാം. മോനെടുക്കണം. എസെക്കിയേൽ 38:7 ഞാൻ പറയുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഷേഖുമാരെക്കാളും വലിയ ബിസിനസ്സുകാരൻ അൽ ഖത്തൂർ മോട്ടേഴ്സ്, അതിൻ്റെ ഒരു ചെറുപ്പക്കാരൻ ജബൽ അൽ ഖത്തൂർ, കേട്ടോണം അമ്മ, ഇതൊക്കെ കാണണം. അവൻ BBC-ക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇറാൻ നമ്മളെ അടിക്കുന്നത് അമേരിക്ക ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്. അമേരിക്ക ഇവിടുന്ന് മാറിയാൽ നമ്മൾക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ അറബ് ലീഗിന്റെ മേധാവിയായി റഷ്യ വരാൻ പോകുന്നു. കരമുയർത്തുന്നവർക്കായി അറബ് രാജ്യത്ത് ഇത് സംഘടിപ്പിക്കാൻ പോവാ. അങ്ങനെയെങ്കിൽ റഷ്യ അവർക്ക് മേധാവിയായി തീരുമോ? എസെക്കിയേൽ പ്രവചനം 38:7 വാക്യങ്ങൾ. ബൈബിൾ പ്രവചനം കുഞ്ഞ് നല്ല കറക്റ്റായിട്ട് വായിക്കാം. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എസെക്കിയേൽ പ്രവചനം 38:7 വാക്യങ്ങൾ. മോനെ വായി സഹായിക്കാം. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒഴുകിക്കൊള്ളുവീൻ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ പിൻപിൽ അണിനിരക്കുക. റഷ്യ നീ ഒരുങ്ങിക്കൊള്ളുക. ദാ കിടക്കുന്നു, നിന്റെ പിൻപിൽ ഒരു സൈന്യം കൂട്ടമായി ചേരും. അടുത്തത് വായിക്കാം. നീ അവർക്ക് മേധാവിയായിരിക്കുക. കരമുയർത്തണം. അമേരിക്ക മാറാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ പിൻപിൽ അണിനിരക്കാൻ പോകുന്നു. അവർ പേരും രൂപീകരിച്ചു. അതിന്റെ പേര് ഇസ്ലാമിക് നാറ്റോ. 57 കൺട്രീസ്. നീ അവർക്ക് മേധാവിയായി തീരും. നാളെ യുദ്ധം നടക്കുമോ? ഏത് പ്രവാചക അടുവെന്ന് പറഞ്ഞാലും കേൾക്കരുത്. ബൈബിളാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. KK ചെറിയാച്ചൻ പറയുന്ന പോലെ ബൈബിൾ വായിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ. കള്ളം പറയരുതല്ലോ. വായിക്കാം. അടുത്ത ഭാഗം വായിച്ചിട്ട് മോനെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. അവിടെ നിന്നാട്ടെ. നാളെ റഷ്യ മേധാവിയ യുദ്ധമില്ലെന്നല്ല, ஏறிய நாள். அது மலையாளம் பைபிள். அந்த அருமையான பைபிள் தஞ்சாவூருக்கு பக்கம் இருக்குது. അതിനകത്ത് തമിഴ് ബൈബിൾ പേசி இருக்குது. അനേക നാൾക്കൾ കരം ഉയരുന്നില്ലല്ലോ. സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിൾ. ആർ യു സ്റ്റഡിങ് ദ ഓക്സിലറി ഇംഗ്ലീഷ് ബൈബിൾ? ദാറ്റ് ഈസ് റീഡ് as latter days. കുറച്ച് സമയം ബാക്കിയുണ്ട്. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വായിക്കാം. എവിടെ വെച്ച്? വാളിന് ഒഴിഞ്ഞു പോകുന്നതും വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. മട്ടാഞ്ചേരിയിൽ നിന്ന് നൈജീരിയയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടത് ഒരു രാജ്യത്തിലേക്ക് ഇതെല്ലാം വന്നു ചേരും. എവിടെ വായിച്ച മോനെ? നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓളിച്ച് മൂളി കിടന്ന നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിരകൾ കരമുയർത്തുന്നവർക്കായി. അതിന്റെ പേരാ ജെറുസലേമിന്റെ വിഷയത്തിൽ ഒരു അന്തിമ യുദ്ധം. അന്നാളിൽ ജെറുസലേമിനെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്ക്. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അങ്ങനെയെങ്കിൽ ആ വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം, അതിനു മുമ്പ് ഒരു കൂട്ടത്തെ ചേർക്കുവാൻ എന്റെ കാന്തൻ വരാറ്. നാട്ടുകാരും വീട്ടുകാരും കേൾക്കുക. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നു പോകണം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി എന്താ സംഭവം എന്നറിയാമോ? കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ ഒരു സംഭവം വന്നു. മനസ്സിലാക്കണം. അടൂരും പെരിങ്ങനാട് മനക്കാലയെല്ലാം പോളിയോ പോളിയോ പോളിയോ. എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് കാല് മുടന്തി ഒരു കുഞ്ഞ് കിടക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കത്തില്ല. പഠിക്കുന്ന മക്കൾ, യു ആർ സ്റ്റഡിങ് PSC, നിങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ഒരുവന് ജോൺ ലിറ്റിൽ വാക്സ് നോബൽ പ്രൈസ് വരെ കിട്ടിയതാ. പോളിയോയുടെ പ്രത്യേകത 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിനകത്ത് കാല് മുടന്തി കിടക്കുവാൻ അനുവദിക്കുന്നില്ല. ആ സമയത്ത് ഇവിടെ പഞ്ചായത്തുകാർ, മുനിസിപ്പാലിറ്റി അനൗൺസ്മെന്റ് പോളിയോ. അന്നേരം ലീലാമാമോൾ ആരുമായിട്ട് കുഞ്ഞുമായിട്ട് പനന്തുണ്ടി ആഡിറ്റോറിയത്തിൽ ചിക്കൻ കാലി ഉണ്ടാകും പോകും. സന്തോഷമില്ലല്ലോ. അതിൻ്റെ അർത്ഥം നീ കൊടുക്കാനുള്ള പോളിയോ നീ കൊടുക്കണം. അതിൻ്റെ അർത്ഥം അത് വരാനിരിക്കുന്ന പോളിയോയ്ക്ക്. ഇന്ന് പെരിങ്ങനാട്ട് മനൂരും മനുഷ്യകുലത്തിൽ ഒരു പോളിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാ പാപം. പാപത്തിന് പകരമായി ഇന്ന് രാത്രി ഏതെങ്കിലും വാക്സിൻ തരാമെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രസംഗം അവസാനിക്കാം. പാപത്തിന് നമ്മുടെ പെരിങ്ങനാട്ട് ഒരു ചേട്ടനുണ്ടായിരുന്നു, നമ്മുടെ ബാബു ചേട്ടൻ. അടൂർ താലൂക്ക് ആശുപത്രി പോയി ഡോക്ടറോട് പറഞ്ഞു പാപത്തിന് പാരാസെറ്റമോൾ വരെ. ഡോക്ടർ പറഞ്ഞ് ഒറ്റപ്പോക്ക്, രക്ഷയില്ല, അതിനില്ല. അപ്പോൾ ആരാണ്ട് പറഞ്ഞു നീ മറിയ ഹോസ്പിറ്റലിൽ പോയാൽ മതി, നിനക്ക് ആ 5 വർഷത്തേക്ക് ട്രിപ്പ് വന്ന് പാപത്തെ അലിയിക്കും. അപ്പോൾ അവിടെ ചെന്ന് ചീഫ് മിനിസ്റ്ററിനോട് പറഞ്ഞു സാറേ എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, ഇതൊന്ന് അലിയിച്ച് തരണം, അമോക്സിലിൻ തരാം. പുള്ളിക്കാരൻ പറഞ്ഞു രക്ഷയില്ലെന്ന്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു നമ്മുടെ അടുത്ത നല്ലൊരു ഹോസ്പിറ്റൽ KM ചെറിയാൻ, അവിടെ കീ ഹോൾ സർജൻ വന്നിട്ടുണ്ട്, നീ കിടന്നാൽ മതി, കീ ഹോൾ വഴി നിന്റെ പാപത്തെ ഊറ്റുമെന്ന്. ബാബുച്ചേട്ടൻ കാശുമായിട്ട് അവിടെ പോയി കീ ഹോൾ വഴി പാപത്തെ ഊറ്റാൻ രക്ഷയില്ല. അപ്പോൾ അദ്ദേഹവും പുറത്താക്കി. അന്നേരം ആരാണ്ട് പറഞ്ഞു ബിലീവേഴ്സിൽ നല്ല ഗാമാ റേഡിയേഷൻ മെഷീൻ വന്നിട്ടുണ്ട്, നീ യേശു ക്രൂശി കടന്നോലെ കടന്നാൽ മതി, നിന്റെ പാപത്തെ കരിക്കുമെന്ന്. പാവപ്പെട്ടവൻ ബിലീവേഴ്സിൽ പോയി. ഒരു ഉപമയ. അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു എൻ്റെ ഉള്ളിൽ പാപമുണ്ട് സാറേ, കരിച്ചു തരണമെന്ന്. ഡോക്ടർ പറഞ്ഞു കടക്ക് പുറത്ത്. ഇന്ന് രാത്രി പെരിങ്ങനാട് പട്ടണത്തിൽ ഞങ്ങളോട് കേൾക്കുന്നവർക്ക് പാപത്തിൻ്റെ പരിഹാരം, മദ്യപാനം, മയക്കുമരുന്ന്, MDMA, ഇതിന് പാരാസെറ്റമോളില്ല, ഇതിന് ആമാക്സലിനില്ല, ഇതിന് കീഹോളില്ല, ഇതിന് റേഡിയേഷൻ ഇല്ല. എന്നാൽ നാളെ ഈ ഗ്രൗണ്ട് കാലി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി പെരിങ്ങനാട് പട്ടണത്തിനകത്ത്
ഇതിനകത്ത് ഞങ്ങളൊരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, അതിന്റെ പേരത്രേ കുഞ്ഞാടിന്റെ. കരമുയർത്തുന്നവർക്കായി വിലയേറിയ രക്തം നിന്റെ സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗെത്സമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓടിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് ഓടിപ്പാൻ കയ്പ് കണ്ടിവെണ്ണയും തന്നു, എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചു ചീന്തി, സകലത് നിവർത്തിയായി എനിക്കോ ദാഹിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണവേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളിയുടെ കൈ കൊടുത്ത് എന്റെ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി അപ്പച്ചമ്മച്ച് 5 ലിറ്റർ രക്തവും വെള്ളം ഒഴുകിയെങ്കിൽ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ ഇന്ന് രാത്രി മടങ്ങി വരാൻ കാലമായി. പെരിങ്ങനാട് സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി കാലം തീരാറായി, കാന്തൻ വരാറായി. അങ്ങനെയെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും? ഇസ്രായേൽ തകരാൻ പോകുന്നു. വായിക്കുന്നു യിരെമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ. 5 വാക്യങ്ങൾ കഴിയുമ്പോൾ അവസാനിക്കും. കുഞ്ഞു വായിക്കായ യിരെമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ വായിക്കാമോ? നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. അടുത്തത്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അവിടെ നിൽക്കട്ടെ മോനെ, 2 മിനിറ്റ്, ഇനി വരത്തില്ല, ഇത് അവസാന വരവാ. സുനിൽ അത് കേട്ടോണ്ട് ചിരിക്കുന്നു. സ്വത്രം എന്താ എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്ന പണ്ടേ ഉള്ള കാലം. പെന്തിക്കോസുകാർ കേൾക്കാൻ. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് ഉണ്ടായിരുന്നു, നല്ലവനായിരുന്നു. കഴുതി അന്വേഷിച്ച് പോയതിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവായി. ഇപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് വീട് കിട്ടി, കാറ് കിട്ടി, കമ്പ്യൂട്ടർ കിട്ടി, പക്ഷേ ഒന്നിനും അവൻ വരത്തില്ല. സഭാരാധനയ്ക്ക് വരുമോ? പാസ്റ്റർ വിളിച്ച പരിധിക്ക് പുറത്താവും. അതിൻ്റെ ഇടയ്ക്ക് അവനൊരു കുന്തവും കിട്ടി. മനസ്സിലാകുന്നവർക്കായി ദാവീദിനെ എറിയക്കാ ശൗലിന്റെ ജോലി. അപ്പൊ ദാവീദും കർത്താവിനോട് പറഞ്ഞു, അവൻ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നു, യൂട്യൂബിൽ കമന്റ് ഇടുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു LDF വരും, എല്ലാം ശരിയാകുമെന്ന്. സന്തോഷമില്ലല്ലോ? മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അവസാനം അവൻ്റെ ഒരു മോനുണ്ടായിരുന്നു, യോനാഥാൻ. അവൻ പള്ളിയുടെ കഴുക്കോലേ തൂങ്ങത്തോളായിരുന്നു. കൊച്ചു നല്ല പയ്യനായിരുന്നു. സ്തോത്രം. എവിടെ ചെന്നെന്നറിയാമോ? ഗിൽബോവായി ചെന്നപ്പോൾ ശത്രുവിന്റെ ആയുധം കൊണ്ട് മോൻ വീണുപോയി. ശവല് പറഞ്ഞ് ഞാൻ ഇച്ചിരി കുടശനാട്ടുകാരനാണ്. സന്തോഷമില്ലല്ലോ? ഒരാഴ്ചയാണത് പറഞ്ഞപ്പോൾ സന്തോഷമില്ല. അപ്പോൾ എന്താ, നാട്ടുകാരൻ്റെ കുന്തം വേണ്ട. തമിഴ് പുലി സൈനൈഡ് തിന്നുന്ന പോലെ, ആ തമിഴ് പുലികൾ എന്താ നാൾക്കല്ലേ സൈനൈഡ് ടാബ്ലറ്റ് സാപ്പിടുന്ന പോലെ സൗൽ ദാവീദിനെ എറിഞ്ഞ കുന്തം എടുത്ത് നെഞ്ചക്ക് ഒറ്റ കൂത്ത്. മനസ്സിലാകുന്നവർക്ക് നെഞ്ചു കീറി പ്രസംഗിക്കുന്നവൻ്റെ, പാടുന്നവൻ്റെ, സഭാ നേതാക്കളിലൊക്കെ ആരും അറിയാതെ ഇങ്ങനെ കുന്തമെടുത്ത് കുത്തിക്കൊണ്ടിരിക്കുക. അവസാനം വരുമ്പോൾ നീ നോയിച്ചു കൊണ്ടാൽ മതി. സ്വത്രം. യഹോവയെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവേ. ബൈബിളിൽ ഒരു നല്ല പ്രസംഗം ഉണ്ട്, അച്ചായ, വീരന്മാർ പട്ടുപോയത് എങ്ങനെ. അത് പ്രസംഗിച്ചാൽ പിന്നെ നാളെ ഒന്നും ഇവിടെ ആരും കാണിയല്ല. മനസ്സിലാകുന്നവർക്ക് അത് ഞാൻ തോടുന്നില്ല. സ്വത്രം. അങ്ങനെയെങ്കിൽ 3 അച്ചായന്മാരുണ്ടായിരുന്നു, ദാദാൻ, അബീരാം, കോരഹ്. എവരുടെ ജോലി പള്ളി പൂട്ടിക്കൽ എന്ന് പെന്തിക്കോസുകാരാണ്. സന്തോഷമില്ലല്ലോ? അതുകൊണ്ട് രാജാന്റെ മുഖം കർത്താലും വേണ്ടിയുള്ള സ്വത്രം. ആകെ ഒരു 15 പേര് കൂടി. ഇപ്പൊ ശോശാമാമ 40 ആക്ക് സിമെന്റ്, ചിന്നമാമ റബ്ബർ വിറ്റത് വേറെ കമ്പി, ഗൾഫിൽ കടന്ന ജോസുമോൻ 50,000 വാർപ്പിന്, തൊഴിലുറപ്പിന് വന്ന ശാന്തമാമ 4 പാൻ. ഇപ്പൊ സഭയെ 80 പേരായി, 4 ഗ്രൂപ്പുമായി. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി. പാസ്റ്റർ വണ്ടം വേട്ടി സ്ഥലം മാറ്റണം, സഭയ്ക്ക് കുറ്റിയിടണം. മനസ്സിലാകുന്നവർക്കായി. കരം ഉയരുന്നില്ലല്ലോ? സ്വത്രം. വിഷമിക്കേണ്ട. 61 IPC സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിച്ച ഞാനേ ഉള്ളൂ. സന്തോഷമില്ലല്ലോ? സ്വത്രം. കാസർഗോഡ് മുതൽ പാറശാല വരെ, ദിലു ജോണിന്റെ മുതൽ ഇവിടെ കാസർഗോഡ് വരെ പ്രസംഗിച്ചത്. IPC ഓർത്ത് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം എന്ന് പറയാം, ഞാനൊരു IPC കാരൻ. അവരെന്നെ വിളിക്കുമ്പോഴേ പറയും കർത്താവിന്റെ വരവ് പ്രസംഗിക്കണം. സ്വത്രം. കഴിഞ്ഞ ദിവസം KC എന്നോട് പറഞ്ഞു, നീ ഭാഗ്യവാൻ, 61 സെൻറ്ററിൽ ഇപ്പോൾ ഭാഗ്യം കിട്ടിയാലെന്ന്. ഞാൻ പറഞ്ഞു, ബാക്കി അടുത്തതും വരുന്നെന്ന്. മനസ്സിലാക്കുന്നവർക്കായി. സ്വത്രം. പള്ളി പൂട്ടിക്കാൻ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുക, സ്വത്രം, ഇന്ന് രാത്രി വരുവീൻ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്ത്. യഹോവയുടെ ആലയമാ, സർവ്വജാതികൾക്കുള്ള പ്രാർത്ഥനാലയോ. മക്കളെ, ദാദാനും അബീരാമും കോരകും ഇത് നിന്ന് കറിയാച്ചാനും തോമാച്ചാനും പെരിങ്ങനാട്ട്. സ്വത്രം. കോരകിന്റെ മക്കൾ ഒരു കാര്യം പറഞ്ഞു, പപ്പ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കത്തില്ല. സ്വത്രം. ഇന്ന് രാത്രി ഇവിടെ ചെറുപ്പക്കാരോട്, കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഈ അപ്പന്മാരുടെ കമ്മിറ്റിക്കകത്ത് നിൽക്കാതെ നീ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ നീ എഴുന്നേക്കണം. ദൂതേറ്റെടുക്കുന്നവർക്കാ. അതിനാ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സന്തോഷമില്ലല്ലോ? കര ഉയരുന്നില്ലല്ലോ? സ്വത്രം. നീ കമ്മിറ്റിക്കകത്തും കോടതിക്കകത്തും കേസിനും പാത്. കോരകിന്റെ മക്കൾ പറഞ്ഞു, പെരിങ്ങനാട്ട് IPCക്കകത്ത് ഞങ്ങളെ കയറ്റിയില്ലല്ലോ. വാതിക്കൽ നിന്ന് കാവൽക്കാരനായി നിന്നൊരു ഹല്ലേലൂയ പാടുവാ. ദൈവം കൃപ ചെയ്യണം. സഭ പൂട്ടാൻ നിൽക്കുന്ന സകല പെന്തിക്കോസുകാരോട് ഇനി വന്നില്ലേലും വേണ്ടിയല്ല മക്കള്. എന്താ, ദാദാൻ, അബീരാം, കോരഹ് ഭൂമി പിളർന്ന് നെടുകെ വിഴുങ്ങിക്കളഞ്ഞു. ഇന്ന് രാത്രി പെരിങ്ങനാട് കൺവെൻഷന്റെ അവസാന രാത്രി, യഹോവയെ മറക്കുന്നവരെ കരമുയരുന്നില്ലല്ലോ? ഇത് ഓർത്തുകൊള്ളുവേ. യഹോവ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല.
ആരെങ്കിലും കയറി പ്രാർത്ഥിക്കട്ടെ കുഞ്ഞ്. പാസ്റ്ററിനെ സ്ഥലം മാറ്റി സഭയെ കുറ്റിയിടാൻ നിൽക്കുന്ന പെന്തിക്കോസുകാരെടുത്ത് ഇന്ന് രാത്രി മടങ്ങി വരാൻ പറയുക. എല്ലാ സഭയിലും ഞാനാ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗ്രാനായ കല്ലിശ്ശേരി കുറ്റം അവിടെ ബോധറയിൽ IPCയിലെ പാസ്റ്റർമാരെല്ലാം ഉണ്ടായിരുന്നു. 4 രാത്രി ആ ഗ്രാനയുടെ കൺവെൻഷൻ പ്രസംഗിച്ച് അവസാനം സന്തോഷിച്ച വണ്ടിക്കൂലി എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ അടുത്ത വർഷം 5 ആവട്ടെന്ന്. സന്തോഷമില്ലല്ലോ, 5 ദിവസം പ്രസംഗിച്ചോളാം, മനസ്സിലാകുന്നവർക്കായി. അവൻ അവിടെ കരമടിച്ച് ആരാധിച്ച് രാജസാറെ പാന്നിക്കുക. സ്വോത്രം. നീ ഇവിടെ കൂറ്റിയിടാന്നില്ല. ദൈവത്തിന്റെ ന്യായപതിയുടെ കസ്തം നിന്റെ മേൽ ഇറങ്ങി വരും. വീരന്മാർ പട്ടുപോയത് അങ്ങനെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി, നീ എൻ്റെ വാക്ക് കേൾക്കില്ല. 2 അമ്മാമ കേട്ടാട്ടെ. അടുത്ത ഒരുത്തനുണ്ടായിരുന്നു ദാവീദ്. കാട്ടിനകത്ത് കരമടിച്ചവനെ ഇപ്പം ഇസ്രായേലിന്റെ രാജാവാക്കി. നല്ല ഓണത്തിന് നല്ല ഓഫറും കിട്ടി, നല്ല മൊബൈലും കിട്ടി. സന്തോഷമില്ലല്ലോ. ഞങ്ങളുടെ കണക്ക് 3G വെച്ച് കറക്കിക്കൊണ്ടിരിക്കുക. മാനസാന്തരപ്പെടണം. സ്വോത്രം. എന്താ പ്രവചനവും നടുക്കാർ കേൾക്കണം. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? നല്ല മൊബൈലിനകത്ത് ഊര്യാവിൻ്റെ ഭാര്യയെ കിട്ടി. ഊബറിൻ്റെ ഓട്ടോയെ വിട്ട് വീട്ടിക്കകത്ത് അവളെ കൊണ്ടുവന്നു. കേട്ടോ മാമ, ഇതൊക്കെ കേൾക്കണം. രാത്രി അവളുടെ കൂടെ ശയിച്ചു. രാവിലെ 5:30 മനമേ പക്ഷിക്കണമെങ്കിൽ പാടിയപ്പോഴേ കുഴപ്പം പിടി കിട്ടിയത്. സ്വോത്രം. ദാവീദ് ഊബർകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഊര്യാവിനെ കൊണ്ടുവരണം, നമ്മുടെ ഗസ്റ്റ് ഹൗസിനകത്ത് അവനെ റെഡിയാക്കണമെന്ന്. സ്വോത്രം. ഊര്യാവിനെ രാവിലെ യുദ്ധമുന്നണിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ദാവീദ് ഊര്യാവിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഭാര്യയും ഒത്ത് നീ റൂമിനകത്ത് സന്തോഷമായിട്ട് AC ഇട്ട് ശയിക്കുക, നിനക്ക് നല്ല അല്പകാമം കുഴിമന്തി തരാം. ഊര്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജനം പാളയത്തിനകത്ത് യുദ്ധത്തിനകത്ത് ഏർപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ശയിക്കാനോ ഞാനൊരു കൂതനോ. അപ്പൊ പിൻവാതിൽ കൂടെ കൊട്ടേഷൻ കൊടുത്ത് അവനെ തീർക്കുകയും ചെയ്തു. സ്വോത്രം. ബാക്കി കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ പെരിങ്ങനാട് സഭയിൽ 21 ദിവസം 21 ഫാസ്റ്റിങ്. എന്താ അതിൻ്റെ 17, 18 വരെ നല്ല ദൈവദാസന്മാർ. 19, 20, 21 നമ്മ അരുമയാന തഞ്ചാവൂർ വില്ലേജ് മാതിരി ഒരു ഊളിയക്കാരൻ വന്ന് അവർ താൻ നാദാൻ. സന്തോഷമില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി. 19, 20, 21 ഇടിവെട്ട് പ്രസംഗം, നല്ല പാട്ട്. ഉണ്മൈ നമ്പി വന്തേന്ന വെക്കപ്പാടലെ പാപങ്ങൾ പോക്കവേ സാപങ്ങൾ നീക്കവേ, നല്ല പാട്ടെല്ലാം പാടി. ദാവീദിനും ഭയങ്കര സന്തോഷമായി. 21 അന്ന് രാജഭാസ കർത്തൃമേശ എടുത്തൊരു പാട്ടും പാടി. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപം. அப்ப ராஜம்பாசு പറഞ്ഞു, இங்க சாப்பாடு இருக்குது சாப்பாடு. அப்ப தாவீது പറഞ്ഞു, ஐயா அந்த மாதிரி பேசக்கூடாது, அவர் அருமையான ஊழியக்காரன், என் வீட்டுக்குள்ள வரട്ടെ. സന്തോഷമില്ലല്ലോ. നാദാനുമായിട്ട് ദാവീദ് വീട്ടിൽ ചെന്നു. ദാവീദിന് നാദാൻ ഒരു ലിപ്റ്റൺ ടീ ഒക്കെ കൊടുത്തു. നാദാൻ ഒരു പാട്ടും പാടി, നാനും എൻ വീടും എൻ വീട്ടാരനൈ വരും. സന്തോഷമില്ലല്ലോ തഞ്ചാവൂരിന് അത് പറഞ്ഞപ്പോൾ. സ്വോത്രം. അതൊക്കെ പാടി. ഉടനെ പറഞ്ഞു, സാറിന് ഫ്രൈഡ് റൈസ് വേണോ കുഴിമന്തി വേണോ? നാദാൻ പറഞ്ഞു, സാർ കൊഞ്ചം വക്കാറ്, നല്ലൊരു അരുമയാണ് ചിന്നക്കഥ പേசி இருக்குது. ദാവീദിന്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. ദാവീദ് വിചാരിച്ചു വല്ല പ്രോജക്റ്റ് എങ്ങാനും പറയുമെന്ന്. സന്തോഷമില്ലല്ലോ. പ്രവാചകൻ വന്ന ഉടനെ പ്രോജക്റ്റ് നിന്നെ വാലല്ല തലയാക്കി. ബാക്കിയൂടെ കേട്ടോ മാമ. സ്വോത്രം. ബാക്കിയൂടെ കേട്ടാട്ട് ദാവീദിന്റെ അടുത്തൊരു കഥ പറഞ്ഞു. എന്താ കഥ പറഞ്ഞതെന്നറിയാമോ? നിന്റെ രാജ്യത്തിനകത്ത് ഒരു രാജ്യത്തിനകത്ത് ഒരു നല്ല രാജാവ് ഉണ്ടായിരുന്നു. ആടുമാടുകൾ ഇഷ്ടം പോലെ, ധനസമ്പത്തുകൾ, അവന്റെ പടിവാതുക്കൾ, അവന്റെ കോമ്പൗണ്ടിന് പുറത്ത് ഒരു പാവപ്പെട്ട ആട്ടിടയൻ അഥവാ ഒരു പെണ്ണാടുമായിട്ട് ഉപജീവനം നടത്തുന്ന ഒരുവനുണ്ടായിരുന്നു. നാട്ടിനകത്ത് വീട്ടിനകത്ത് അവൻ നല്ലവനായിരുന്നു. എന്താ സംഭവിച്ചത്? ധനവാന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്ന്, അമ്മമ്മ കേട്ടാട്ടെ, അവന്റെ വീട്ടിൽ ആടിനെ പിടിച്ചിട്ടില്ല. പാവപ്പെട്ട ഇടയന്റെ മടിയിൽ നിന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് കളിക്കുന്ന ആടിനെ പിടിച്ചോണ്ട് മട്ടൻ കറി വെച്ച് സൂപ്പാക്കി. അത് കേട്ടപ്പം ദാവീദ് ഈ കാടിനോട് കരമടിച്ചവനാ. അവൻ എഴുന്നേറ്റു. അയ്യോ നാദാറ്, ആ പാതകം ചെയ്ത് ആരാ? ഞങ്ങളായിരുന്നേ പറഞ്ഞു, ഞാൻ അച്ഛാ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നെങ്കിലും ആളെ ഇറക്കി ശരിയാക്കാന്ന്. മനസ്സിലാക്കുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. നാദാൻ ഒറ്റ കാര്യം പറഞ്ഞ അച്ചായ ദാവീദിന്റെ നെഞ്ചത്ത് നോക്കി ഒറ്റ കാര്യം പറഞ്ഞു, ആ മഹാപാപം ചെയ്ത കൊലപാതകൻ നീയോ? അവിടെ മൂട്ടുമടക്കി 51 സങ്കീർത്തനം എഴുതി. കര ഉയരുന്നില്ലല്ലോ. അങ്ങയുടെ ബഹുത്വത്തിന്റെ കരുണയിൻ പ്രകാരം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ മായ്ക്കരുതേ, എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണേ. ഇതല്ലയോ യഥാർത്ഥ പ്രവാചകൻ? ഇന്ന് നിങ്ങളുടെ പട്ടണത്തിൽ അടൂര പ്രവാചകൻ കുഞ്ഞമ്മാമ്മയുടെ ശോശമാമ്മയുടെ തലയിലിട്ട് കറക്കും. സന്തോഷമില്ലല്ലോ. അവസാനം അസ്ഥി കുളഞ്ഞിട്ട് തിരുവല്ല പുഷ്പഗിരി ഡൊമിനിക്കിൻ്റെ അടുത്ത് പോകരുത്. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. സഹോദരിമാരാ പടപടാ പോകുന്നത്. പിന്നെ ഇന്നത്തെ പ്രവാചകന്മാർ എല്ലാവരുമേയാണ് പ്രവാചകന്മാർ. സന്തോഷമില്ലല്ലോ. കൊച്ചു കുഞ്ഞപ്പി പ്രസംഗിച്ചു, വലിയ കുഞ്ഞപ്പി പ്രസംഗിച്ചു, കെ എബ്രഹാം പ്രസംഗിച്ചു, PAB സാർ പ്രസംഗിച്ചു, PD ജോൺസൺ സാർ പ്രസംഗിച്ചു. അവരെല്ലാം നല്ല പ്രവചന. ഇന്നത്തെ പ്രവാചകന്മാർ, ഞാനും ഒരു ദൂതനും കൂടെ ചോച്ചാമാമ്മയുടെ വീട്ടിൻ്റെ അങ്ങോട്ട് വരുക. പുറത്തൊരു പുളി കാണുന്നു, അകത്ത് തെങ്ങ് കാണുന്നു, ഗോദ്രേജിൻ്റെ അലമാരി, മുറ്റത്തെ ഏഞ്ചലുമായിട്ട് നിൽക്കുമ്പോൾ ആൾട്ടോ കാണുന്നു. എടാ പൊന്നു കുഞ്ഞ്, നീയൊക്കെ എന്തിനാ? ഇപ്പം 10 മാറി, ചിലർ 20 ആക്കി. ഞാൻ പറയുന്ന ഒരു 30% തരണമെന്ന്. സന്തോഷമില്ലല്ലോ. ചോത്ര ചിട്ടൂട്ടെന്ന് 0.20 ആക്കി. ഇതിൻ്റെ ഒരു വെള്ളനിലമാടൂര് കാട്ടത്തിയുടെ ഒക്കെ തകത്തിരുന്ന സക്കായി ഉണ്ടല്ലോ. സക്കായിയെ കണ്ടിട്ട് യേശു പറഞ്ഞു, നിന്റെ വീട്ടിന്റെ വടക്ക് വശത്ത് പുളി നിപ്പുണ്ട്, തെക്ക് വശത്ത് ആൾട്ടോ നിപ്പുണ്ട്, അപ്പുറത്ത് ഗോദ്രേജിന്റെ അലമാരി ഉണ്ടെന്നല്ല, നീ താഴെ ഇറങ്ങിയാൽ നിന്റെ വീട്ടിലുള്ള രക്ഷ. കരമുയർത്തുന്നവർക്കായി IPC ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മറ്റ് ദൈവസഭയിരിക്കുന്ന ദൈവദാസന്മാരോട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോട് പറയാം, രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം. അപ്പൊ പറയും, ഭാഷ ഞങ്ങൾക്കൊന്നും വേണ്ട, മുമ്പേ അവന്റെ രാജ്യവും നീതി
അന്വേഷിച്ച് നീ മുട്ടുമടക്കിയ നിനക്ക് വിടുതൽ തരുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എന്തിനാ കുഞ്ഞ്? 4000 പേരുമായിട്ട് നരകത്തിൽ പോകുന്നതിലും നല്ലത് 40 പേരുമായിട്ട് മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ച് നിത്യതയിലെത്തിക്കുന്ന നല്ല പ്രവാചകന്മാർ ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി ഞാൻ പഠിപ്പിച്ച പിള്ളേർ പോലും മിറക്കിൾ സൺഡേ നടത്തുന്നത് സുനിലെ എന്ത് ചെയ്യാനാ? സ്വോത്രം. അങ്ങനെ ഒരു കാലം വന്നു. അങ്ങനെയെങ്കിൽ നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി എൻ്റെ വാക്ക് കേൾക്കയില്ലെന്ന് നിനക്ക് ബാല്യം മുതൽക്കുള്ള ശീലം. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മോളെ, പടപട വായിച്ചു. നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കുന്നു. കൊടുങ്കാറ്റ് റീത്തേം കത്രീനയല്ല, സാമ്പത്തിക മാന്ദ്യം. കേട്ടോ, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ചെറുപ്പക്കാർ കേട്ടോ അച്ചായ, നാളെ ഇത് കിട്ടത്തില്ല. ഇന്ന് അമേരിക്കയും ആരുമായിട്ട് ഇറങ്ങി, ഇസ്രായേലുമായിട്ട് ഇറങ്ങി. ഇവര് വിചാരിച്ച് ബ്രിട്ടൻ വരും, ഫ്രാൻസ് വരും. ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവന്റെ കൂടെ കൂടിയില്ല. ലോകത്തിൽ സാമ്പത്തിക മാന്ദ്യം. ഇപ്പൊ സന്തോഷമില്ലല്ലോ. അടൂരുന്നേ നെല്ലിമൂട്ടി പടിയുന്ന മണക്കാല വഴി കടമ്പനാട് വഴി ശൂരനാട് വരെ പോണം. റോഡിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ ബോർഡെന്നറിയാവോ? യേശു വരാൻ കാലമായെന്നല്ല, വീടും വസ്തുവും വിൽക്കാറുണ്ട്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അർത്ഥം, നമ്മുടെ കയ്യിലെ മാസ്ക് പോയി, കോവിഡ്, സാനിറ്റൈസർ, ശോശാമാമ റബ്ബറും പറവൻ്റെ കൂടെ കത്തിച്ച്. പക്ഷെ സാമ്പത്തിക മാന്ദ്യം കണ്ടില്ലേ? ഗൾഫ് രാജ്യത്ത് 1.5 മാസമായിട്ട് ശമ്പളമില്ല. മനസ്സിലാക്കുന്നവർക്കായി വല്ലതും പറഞ്ഞ ടെർമിനേഷൻ. സന്തോഷമില്ലല്ലോ അച്ചായ. അന്ത്യകാലം. അത് കഴിഞ്ഞിട്ട് ദുബായ്, അന്ത മക്കൾ ഇവിടെ ഇരിക്കുന്നത്, ദുബായ്ക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ഏതിനാണെന്നറിയാമോ വിഷയം എന്ന് പറഞ്ഞുതരാം. എന്താ വിഷയം എന്നറിയാമോ? കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ദുബായിലെ ചർച്ചുകൾ മുഴുവൻ അടഞ്ഞു കിടന്നു. എമിറേറ്റ്സിനകത്ത് ഒറ്റ പ്രാർത്ഥനാലയം തുറന്നില്ല. ഇതൊരു സാമ്പത്തിക മാന്ദ്യം മാത്രമല്ല, ഇതൊരു അന്ത്യദിനം. ആമോസ് പറഞ്ഞത് ശരിയായില്ല അച്ചായ? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, കരമുയരുന്നില്ലല്ലോ. വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, വചനം കിട്ടാത്തൊരു കാലം ഇവിടെ വരാറായി. അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരാറായി. ഇന്ന് രാത്രി വചനം കേൾക്കണം. നിന്നെ മേയ്ക്കുന്നവർ അമേരിക്കയുടെ കൂടെ ആരും ഇറങ്ങത്തില്ല, ബ്രിട്ടൻ ഇറങ്ങത്തില്ല, സ്പെയിൻ ഇറങ്ങത്തില്ല, കാനഡ ഇറങ്ങത്തില്ല, കാശില്ല. അങ്ങനെയെങ്കിൽ നിന്റെ സ്നേഹിതന്മാർ, വായിക്കാം അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ, പ്രവാസത്തിലേക്ക് പോകും. പ്രവാസത്തിൽ. ഇവിടാണ് വിഷയം. 4 വാക്യം നിങ്ങൾ കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ. അന്ത്യകാല സംഭവം. നെഞ്ചു കീറി പ്രസംഗിക്കുന്ന രാത്രി. എന്താ നിന്റെ സ്നേഹിതന്മാർ? നമ്മുടെ പെരിങ്ങനാട്ടൊരു പയ്യൻ, നല്ല പയ്യൻ, ജോസഫ് ഒരു പേര്. അവന് സൗദി റിയാദിൽ നല്ല സൂപ്പർ മാർക്കറ്റും ഐസ്ക്രീം കടയുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ 2 മാസം വരും. നമ്മുടെ രാജസാറിനെ കാണും. രാജസാർ പ്രൈസിലോട് പറയും. അപ്പം പറയും, സാറ് 2 മാസം കഴിഞ്ഞ് പോവും. ഒരു സുപ്രഭാത്യാവും വന്നു. പെരിങ്ങനാട്ട് നല്ലൊരു ആട്ടോ ഇലക്ട്രിക് കട തുടങ്ങി. ബജാജ് പ്രവാസി ആട്ടോ ഇലക്ട്രിക്. തീർന്നില്ലല്ലോ. അതിനുശേഷം നെല്ലിമുട്ടി പടിയും നല്ലൊരു ഹോൾസെയിൽ പച്ചക്കറി കട, പ്രവാസി പച്ചക്കറി ആൻഡ് ഫ്രൂട്ട് സ്റ്റോർ. 3 മാസമായിട്ട് അവൻ പോകുന്നില്ല. രാജസാർ ചോദിച്ചു, മോനെ പോകുന്നില്ലയോ? സാറ് വായിച്ചില്ലയോ? അറബി എൻ്റെ പാസ്പോർട്ട് മേടിച്ച് കർ വാപ്പസി. സന്തോഷമില്ലല്ലോ. പ്രവാസി തട്ടുകട, പ്രവാസി പച്ചക്കറി. ഇന്ന് ഇസ്രയേലിനോട് കരം കൊടുക്കുന്ന സകല രാജ്യങ്ങളും അവനെ ഉപേക്ഷിക്കും. അതിൻ്റെ തുടക്കമാ. ബ്രിട്ടൻ വന്നില്ല, ഫ്രാൻസ് വന്നില്ല, കാനഡ വന്നില്ല, ഓസ്ട്രേലിയ വന്നില്ല. ഹോർമൂസിന്റെ വിഷയത്തിൽ ഒറ്റ രാജ്യങ്ങളും ഇടപെട്ടില്ല. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇതാണ് എൻ്റെ പ്രസംഗം. അതിനുവേണ്ടി എത്ര കറങ്ങി വന്നത്. ഇന്ന് രാത്രി ഞാൻ തുടങ്ങിയത് ജെറുസലേമിനകത്താ. ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എന്നോട് ആരൊക്കെയോ ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ വെളിപ്പാട് പുസ്തകം മറ്റൊന്നും എടുക്കാതിരുന്നത് കണ്ടോ. ദാണ്ടേ 1967 മോനെ, ഇത് ലൈവ് ക്ലിയർ ആയിരിക്കണം. ഇസ്രയേൽ യെരൂശലേം കൈകളിലാക്കി. പക്ഷേ 2017 ട്രംപ് യെരൂശലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. രണ്ടാമത്തെ കാര്യം. 3 കിടക്കുന്നു. ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. ഇത് യഹൂദന്റെ ആലയത്തിന് വേണ്ടിയാ. 3-ാമത്തെ കാര്യം. ഇതെല്ലാം ട്രംപിന്റെ കാലത്ത്. ഇസ്രയേൽ ഇത് ജൂതരാഷ്ട്രം. അതാ സക്കറിയ പ്രവചനം പറയുന്നു, അതൊരു ഭാരമുള്ള കല്ലായി മാറും. ഇവിടെ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. ഇനി പലരും മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മലയാള മനോരമ വന്ന വാർത്തയാണ്. ഇസ്രയേലിന് ഒബാമ ചതിച്ചു. ദൈവദാസന്മാരിത് കാണണം. അതിനുവേണ്ടി കാണിക്കുന്നത്. ഞാൻ പോയിട്ട് പിന്നെ പോസ്റ്റ് ഇടരുത്. എന്താ? 2016 എല്ലാവരും കേൾക്കണം. ബരാക് ഒബാമ ഒരു പേപ്പർ എഴുതി വെച്ചു. യെരൂശലേം 1967 സ്ഥിതി പോലെ ആർക്ക് തിരിച്ചു കൊടുക്കണം? അറബികൾക്ക് തിരിച്ചു കൊടുക്കണം. ഇത് അടൂർ MLA നമ്മുടെ ചിറ്റയത്തിന്റെ പേപ്പറല്ല. ഇത് അമേരിക്കൻ മുൻ പ്രസിഡന്റിന്റെ പേപ്പറാ. ഒരു ആതന്റിഫിക്കേഷനോട് പറയാം. നിങ്ങൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്തവർ രസീത് കിട്ടും. കാര്യമില്ല. പക്ഷേ FIR ഇട്ട് കമ്പ്യൂട്ടറിനകത്തായാൽ അടൂർ കോടതി കേസ് തീരുന്നത് വരെ ആ ഫയൽ അവിടെ കിടക്കും. കരമുയരുന്നില്ലല്ലോ അച്ചായ. അങ്ങനെയെങ്കിൽ ഇസ്രയേൽ. ഇനി ഇവിടെയാണ് പ്രസംഗം. 5 രാജ്യങ്ങൾ UN-നകത്ത് വീറ്റോ ഉണ്ട്. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ.
അത് കഴിഞ്ഞ് 4 റഷ്യ, 5 ചൈന. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 2 രാജ്യങ്ങൾ ഇപ്പൊ ആരുടെ സൈഡാ? ഫലസ്തീന്റെ സൈഡാ, റഷ്യയും ചൈനയും. ഈ അമേരിക്കയോ ഫ്രാൻസോ ബ്രിട്ടനോ പോയാൽ റഷ്യയുടെ ചൈനയുടെ കൂടെ ഇസ്ലാമിന് പിന്തുണയുള്ള ഒരുവൻ കയറിയാൽ അവർ ജെറുസലേമിന്റെ വിഷയത്തിൽ കരമുയർത്ത്. അതാ സക്കറിയാവ് പറഞ്ഞ്, അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമ പാത്രം, അതൊരു ഭാരമുള്ള കല്ല്, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇന്ന് രാത്രി മോൻ വായിച്ചാട്ടെ, അവന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അടുത്ത വാക്ക് വായിക്കാം. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും, ഇസ്രായേലേ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. അവന്റെ അയണ്ടോമും ഡേവിഡ് സ്ലിങ്സും ഒന്നും വർക്ക് ചെയ്യത്തില്ല. അവൻ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേട്ടാട്ടെ, ഇവിടെ യെരൂശലേമിന്റെ വിഷയത്തിലാണ് ഒരു അന്തിമ യുദ്ധം വരാൻ പോകുന്നത്. എന്താ അറബ് ലീഗ് UN-നകത്ത് പറയും, എന്താ യെരൂശലേം ഇവരുടെ കൈകളിൽ വീഴണമെന്ന് 15 കാര്യങ്ങൾ. കേട്ടോണോ ഇത്? യെരൂശലേം അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. എന്താ യെരൂശലേം? 1 ദാവീദിന്റെ പട്ടണം, 2 3 മതങ്ങളുടെ സംഗമഭൂമി, 3 അൽ-അഖ്സ മസ്ജിദ്, 4 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്യുന്ന പറയുന്ന ഡോം ഓഫ് റോക്ക് ഇവിടെ എന്ന് പറയുന്നു, 5 വിശുദ്ധ നാട്, 6 യേശുവിന്റെ ക്രൂശീകരണം, 7 കിദ്രോൻ തോട്, 8 തൈലലേപനം, 9 മറിയാമ്മച്ചിയുടെ കല്ലറ, 10 അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറ, 11 യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന യെരൂശലേമിൽ സമാധാനം, 12 യഹൂദന് സ്വാതന്ത്ര്യം നേടിച്ചു കൊടുത്ത ഒരു ചെറുപ്പക്കാരനോട് തിയോഡർ ഗർസൻ ഞാൻ പറഞ്ഞു അവന്റെ കല്ലറ, 13 46 പ്രാവശ്യം യുദ്ധം, 12 23 പ്രാവശ്യം ജനമോടി, 14 കാര്യം ഇന്നും മുറിവേൽക്കുന്നു, 15 യഹൂദന്റെ ആലയത്തിന്റെ കിഴക്കേ വാതിലും അതോടൊപ്പം തന്നെ വെസ്റ്റേൺ വാളും വിലാപമതിലും ഇതിനകത്തെങ്കിൽ യഹൂദൻ ഒരു കാലത്തും ഇത് വിട്ടുകൊടുക്കത്തില്ല. അതിനുവേണ്ടി വരുന്നത് 3-ാം ലോകമഹായുദ്ധം. കരമുയർത്തുന്നവർക്കായി അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമപാത്രമാക്ക് ഒരു ഭാരമുള്ള കല്ലായി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. വായിക്കുന്നു യെസക്കേൽ 38 15 16 4 വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി അവസാനിക്കും. യെസക്കേൽ 38 15 16 മോൻ വായിച്ചാട്ടെ. നീയും നിന്നോട് കൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. റഷ്യയുടെ വടക്കേറ്റ സൈബീരിയ. വായിച്ചോട്ടെ മോനെ. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ നിന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. കരമുയർത്തുന്നവർക്കായി വരാൻ പോകുന്ന ഇസ്രായേലിന് നേരെ യഹൂദന്റെ നിലവിളിയ. അതിനുമ്പ് ഒരു സംഭവം നടക്കും. അതിനു വേണ്ടിയാ. എന്താ മേഘം? പഠിക്കുന്ന മക്കൾ ഏതാ യുദ്ധവിമാനം? വ്യോമസേന നാവികസേനയുടെ യുദ്ധവിമാനം ചാരക്കളർ, എയർ ഇന്ത്യയുടെ വെള്ള, ഇൻഡിഗോടെ വരുമ്പോൾ നീല, ഗൾഫെയറിന്റെ മഞ്ഞ, പിയയുടെ ഒക്കെ പച്ച, അത് കഴിഞ്ഞിട്ട് പല കളറിലെ വിമാനം. എന്താ യുദ്ധവിമാനത്തിന്റെ കളർ? ചാരക്കളർ. ഇതെന്നാ യെസക്കേലിന് പ്രവചനം എഴുതിയെന്നറിയാമോ? എല്ലാവരും കേൾക്കണം. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് മക്കളെ കേട്ടാട്ടെ, വിമാനം എന്നാ കണ്ടുപിടിച്ചത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ SLC +2 എഴുതിക്കോ. 1903 അമേരിക്കയിലെ ഇർബിൽ ഓർബിൽ റൈറ്റ് സഹോദരന്മാരാ അമേരിക്ക വിമാനം കണ്ടുപിടിച്ചത്. എന്നാൽ അന്ന് അറ്റ്ലസ് ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, ഹെർക്കുലിസ് ഒരു ട്യൂബോ ടയറോ കണ്ടുപിടിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കാ. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? അതാ ഞങ്ങളുടെ ബൈബിൾ, അതാ ഞങ്ങളുടെ തനിമ. ഇന്ന് രാത്രി ജീവന്റെ വചനം. അടുത്ത വാക്ക് വായിച്ചോട്ടെ മോനെ. റഷ്യയെ അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന് നേരെ വരുത്തും. എന്റെ ദേശം ഇന്ത്യ അല്ല ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം പേപ്പർ വായിച്ചവര്, അടുക്കാര് പേപ്പർ വായിക്കുന്നവരാ. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യേശുവിനെ വേണ്ട, ചെങ്കിസ് ഖാനെ മതിയെന്ന്. കരമുയർത്തുന്നവർക്കായി യേശുവിന്റെ സമാധാനം വേണ്ട. ഇവൻ അന്വേഷിക്കുന്ന ഒരു ദിവസം വരാറായി. ഇന്ന് രാത്രി ദൈവമക്കളോട് അപ്പോൾ ഈ യുദ്ധം എവിടെ നടക്കും? യോവേലിന്റെ പ്രവചനം 3, 9, 11 3 വാക്യങ്ങൾ. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9, 11 വാക്യങ്ങൾ. അറബ് ലീഗ് എല്ലാം കൂടെ റഷ്യയുടെ നേതൃത്വത്തിൽ വരും. വായിക്കും 3-9 മോൻ വായിച്ചാട്ടെ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. എല്ലാവരും ബൈബിൾ നോട്ട് ചെയ്തോ. വിശുദ്ധ യുദ്ധമെന്ന് ക്രിസ്ത്യാനി പറയത്തില്ല, ഹൈന്ദവൻ പറയത്തില്ല, ജൈനൻ പറയത്തില്ല, ബുദ്ധൻ പറയത്തില്ല. അങ്ങനെ പറയുന്ന ഒരു കൂട്ടമുണ്ട്. ഇസ്ലാം സഹോദരങ്ങൾ
അതിന്റെ പേരാ ജിഹാദ്. കരമുയർത്തുന്നവർക്കായി 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അമ്മമ്മ ഇത് കേട്ടോണോ? അതുകൊണ്ട് TPM തൂത്ത് പറഞ്ഞ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെന്തക്കോസ് മിഷന്റെ ചാനലിനകത്ത് തേനിലും മധുരം 400-ൽ പരം വീഡിയോ അവർ അപ്ലോഡ് ചെയ്ത് എന്നോട് ചോദിച്ചു, പാസ്റ്റർ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ എടുത്തോളാം. അവർ TPM സ്വർഗീയ സിയോനെന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിവിടുത്തെ IPC-കാരും ചർച്ചക്കോടുകാരും ചാരോങ്കാരും ഏജിക്കാരും കെട്ടില്ല. കൈവിടപ്പെട്ടു പോകും മക്കളെ. ഇന്ന് രാത്രി മനസ്സിലാക്കുക, വിശുദ്ധ യുദ്ധത്തിനായി ഒരുങ്ങിക്കൊള്ളുവേ. ഇതെവിടെ തുടങ്ങിയതാ? അടി ഒന്ന് ഒരു വീട്ടിൽ തുടങ്ങിയതാ. ആരൊക്കെയാ? ഇസഹാക്കും ഇസ്മായേലും. അമ്മാമേ, രണ്ടാമത് എവിടെ തുടങ്ങിയെന്നറിയോ? ഒരമ്മയുടെ ഉദരത്തിൽ ഏശാവും യാക്കോബ്. മൂന്നാമത്തെ അടി ഏലാ താഴ്വര ദാവീദും ഗോലിയാത്തും. അതിന്റെ ഫൈനൽ അടി വരുന്നു യഹോശാഫാത്ത് താഴ്വര. കരമുയർത്തുന്നവർക്കായി. വായിച്ചോ മോനെ. അടുത്തത് KK ചെറിയാച്ചനൊക്കെ ചങ്കീറി ഞങ്ങളോട് പറഞ്ഞു, മോനെ ശ്വാസം പോകുന്നത് വരെ ഇത് പ്രസംഗിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ, ഞങ്ങളുടെ ശരീരം തളർന്നാലും നാക്ക് തളർന്നാലും മശിഹായുടെ വരവിന് വേണ്ടി ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കുന്നു. യഹോശാഫാത്ത് താഴ്വര. 11 വായിച്ചിട്ട് മോനെ. ജാതികൾ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. അടുത്ത 11-ാമത്തെ വാക്യം. ചുറ്റുമുള്ള ജാതികളുമേ. വായിക്കാമനെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ. ഇമ്മീഡിയറ്റ് UN അനുമതി കിട്ടും. ട്രംപിന്റെ അല്ല, ഇവന്റെ പേപ്പർ എടുക്കണം. ആരുടെ പേപ്പർ? ബരാക് ഒബാമയുടെ. യെരൂശലേം പിടിച്ചടക്കാൻ പറയും. അതാ 3-ാം ലോകമഹായുദ്ധം. അടുത്ത വാക്ക് വായിച്ചട്ടെ. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. അടുത്തത് ജാതികൾ ഉണർന്ന്. മോൻ വായിച്ചോ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി ഇതാ 3-ാം ലോകമഹായുദ്ധം. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അങ്ങനെയെങ്കിൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് ഇവിടെ ഒരു സംഭവം നടക്കും. 3 വാക്യങ്ങൾ കൂടി. യഹൂദന് അമേരിക്കയും കാണത്തില്ല, ഇന്ത്യയും കാണത്തില്ല. വായിക്കാം. ശക്രിയ പ്രവചനം 12, 9, 10. 3 വാക്യങ്ങൾ രാത്രി അവസാനിക്കും. വായിച്ചാട്ട് മോനെ. അന്നാളിൽ ഞാൻ യെരൂശലേമിന് നേരെ വരുന്ന. യെരൂശലേമിലേക്ക് അന്തിമ യുദ്ധം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് 3-ാം ലോകമഹായുദ്ധം വരും. അതിനു മുമ്പ് ദൈവസഭ യെരൂശലേമിലേക്ക് വരുന്ന സകല ജാതികളെ. വായിച്ചു. സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. അടുത്തത് ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഓ, അവര് നിലവിളിക്കാൻ തുടങ്ങും. അമേരിക്ക കാണത്തില്ല, ഇന്ത്യ കാണത്തില്ല. അവൻ്റെ ചായ കുടിച്ചോര് ജാണിയല്ല. ഇതാ എന്റെ പ്രസംഗം. പെരിങ്ങനാട് ഇന്ന് രാത്രി. വായിച്ചോ മോനെ. അവർ കുത്തിയവങ്കലേക്ക് അവർ നോക്കും. അടുത്തത് ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് കരമുയർത്തുന്നവർക്കായി അവർ കുത്തിയവങ്കലേക്ക് നോക്ക്. പീലാത്തോസിന്റെ 2 കോടികൾ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലോ. 2 വാക്യം കുഞ്ഞു വായിക്കുമ്പോൾ അവസാനിക്കോ. വായിക്കേണ്ട. സക്കറിയ 13:1. അന്നാളിൽ യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവയെ തുറക്കും. ഇവിടെയാണ് പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. ഇന്ന് രാത്രി സ്വന്തം ജനത്തെ നമ്മുടെ കാന്തൻ കൈവിടുമോ? ആരാ പറഞ്ഞ? പൗലോസ് പറഞ്ഞു, ഞാനും ഒരു അബ്രായ യഹൂദന്റെ കണ്ണുനീരിന് വേണ്ടി അവന്റെ കാലുകൾ ഒലിവുമലയിൽ ചവിട്ടാൻ കാലമായി. ഇന്ന് രാത്രി നമ്മുടെ കർത്താവാര് കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം. അടൂരിൽ DDRC ഉണ്ട്, മെട്രോ ഉണ്ട്. അമ്മാമേ, നിങ്ങൾ പലപ്പോഴും സ്കൂട്ടറിൽ പോകും. അവിടെ കണ്ണ് ചെക്കയും കാല് ചെക്കയും റെറ്റിന ചെക്കയും തലയുടെ മുടി ചെക്കയും നഖം ചെക്കയും പല്ല് ചെക്ക് ചെയ്യും. പക്ഷേ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കാം. അമ്മാമേ, അങ്ങനെ ഒരു ലാബുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വെൺകരിയൽ ബഹുമാന്യനാം ആചാര്യനായി വാനിലവൻ വാഴുകയാൽ. അവിടെ ലോക്ക്ഡൗണില്ല. 7 ദിവസം വർക്കിംഗ്, 24 മണിക്കൂർ ഓഫർ, 365. അന്ന് ഞങ്ങൾ പാടും ബഹുമാന്യനാം ആചാര്യനായി. ഇന്ന് രാത്രി യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി സ്വർഗത്തിന്റെ കരമിറങ്ങോ. ഇവിടെ ഒരു ദൂത് കേട്ടോണ്ട് ഇറങ്ങാവൂ. പഴയ നിയമത്തിൽ ഒരു വിമോചകനുണ്ടെന്ന്. മോശ എബ്രായ കുടിലിനകത്ത് ആൺകുട്ടികളെ കൊല്ലുവാൻ പദ്ധതി വെക്കുന്നു. പറവോൾ ഒരു എബ്രായൻ 10, യഹൂദൻ 10 മിസ്രൈമിനെ കൊല്ലും. ആ കാലഘട്ടത്തിൽ പദ്ധതി വെക്കുമ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയോ? എബ്രായ കുടിലുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ പദ്ധതി വെച്ചു. അമ്മയും പെങ്ങളും മോശയെ ഒളിച്ചു വളർത്തി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? മോശയുടെ കരച്ചിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അമ്മയും പെങ്ങളും ഞാങ്ങണപ്പെട്ടകം റെഡിയാക്കി. അതിനകത്ത് പശയും കീലും തേച്ച് കുഞ്ഞിന് മുലപ്പാലം കൊടുത്ത് നമ്മുടെ ഏനാത്ത് ഈ പമ്പയാറിൽ ഒഴുക്കുന്ന പോലെ കുഞ്ഞിനെ ഒഴുക്കി. മോശ അങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ പെട്ടകം കുലുങ്ങാൻ തുടങ്ങി. അവൻ ചുറ്റും നോക്കിയപ്പോൾ ഇരുട്ട്. അമ്മയും പെങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അവന്റെ കണ്ണുനീർ നൈൽ നദിക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഫറവോന്റെ കൊട്ടാരത്തിൽ. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവൻ ഇന്ന് രാത്രി നിലവിളിച്ച അന്തപുരത്തിനകത്ത് നിനക്ക് വേണ്ടി മറുപടി തരാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി മോശയെ
നീ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാര്യം ദൈവത്തിന് നിന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ട്. 40 വർഷം നീ പറവോന്റെ കൊട്ടാരത്തിൽ കിടക്കണം. 40 വർഷം നീ അമ്മായിയപ്പന്റെ ആടുകളെ മേടിക്കണം. 40 വർഷം ഇസ്രായേൽ ജനത്തെ തയ്ക്കണം. അടുത്ത എന്താ സംഭവം? ഇന്ന് രാത്രി ഒരു 120 കൊല്ലം കഴിയുമ്പോൾ നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ വടി. കരമുയർത്തുന്നവർക്ക് വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു വെള്ളത്തിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഇന്ന് രാത്രി ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ശംദര ദിഗജാന ബൗഡാരവ ശംദുര്. ഇന്ന് രാത്രി ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. RCCയുടെ വാതിലുകൾ നിന്റെ മുൻപിൽ അടയും. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി കരം ഉയർത്തുന്നവർക്ക് ആ ക്യാൻസർ അല്ല വലുത്. വാഗ്ദത്തമുള്ള എന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു കരമടിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം ആഞ്ഞടിക്കും. ഇവിടുത്തെ മരിയാക്കാരും ലൈഫ് ലൈൻകാരും തള്ളു. അടുത്തത് സെമിത്തേരിയില്ല. ഇന്ന് രാത്രി പറയണ ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പെരിങ്ങനാട് കൺവെൻഷന്റെ അവസാന രാത്രി. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ചെങ്കടലിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കമോൺ. ആരാമാമേ നീ ആരാധിക്കുന്ന ദൈവം. ചെറുപ്പക്കാരെ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്നത് അറിയുന്ന ദൈവ, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവ, നടപ്പും കിടപ്പും അറിയുന്ന ദൈവ, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവ. കരം ഉയർത്തുന്നവർക്ക് ആകാശത്ത് കയറിയാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കടക്ക വിരിച്ചാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി അടൂരിൽ ഭൂകമ്പം വരട്ടെ, നിന്റെ വീട് വീടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കരമടിച്ച ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ഉൽക്ക വീടാൻ എന്റെ ദൈവം ഇന്ന് രാത്രി അനുവദിക്കത്തില്ല. ഇയ്യോബിന്റെ ഭവനത്തെ വേലികെട്ടി കാത്ത ദൈവം നിന്നെ കാക്ക്. 2026 നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീട്. അതെന്നാൽ അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ട്, പെരുമ്പാമ്പിനെ ഭരിച്ചു കളയ. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് പിശാചി നടുങ്ങട്ടെ. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. കമോൺ. ഇന്ന് രാത്രി കരമുയർത്തി ഒരനർത്ഥം എനിക്ക് വരികയില്ല. ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. ലോർഡ് ജീസസ് നാളെ ഗ്രൗണ്ട് കാലിയ. അതുകൊണ്ട് ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. യഹൂദൻ നിലവിളിക്കും, യഹൂദൻ നിലവിളിക്കും. 6 സംഭവങ്ങൾ ഇസ്രായേൽ. അതിനു മുമ്പ് ഒരു സംഭവം. സെഖരിയ 14:4-5 വായിച്ചാട്ടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമലയിൽ നിൽക്കും. അടുത്ത വാക്ക്, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഇതാ അന്തിമ സംഭവം, 3-ാം ലോകമഹായുദ്ധം. അടുത്തത് ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. യെസ്. അവിടെ ഒരു മിനിറ്റ് കൂടെ 2-3 കാര്യം ഇപ്പൊ പാട്ടിലേക്കും പോകും. ഇന്ന് രാത്രി 2009 എല്ലാവരും കേൾക്കണം. ഇസ്രയേലിൽ ഇപ്പോൾ ഒരു ആർച്ചുണ്ട്, 7 ആർച്ച് റിസോർട്ട്. 2009 ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ, ഹിൽട്ടൺ ഷെറാട്ടൺ വന്നു. ഭൂമി ഒരു കാര്യം ചോദിച്ചു, വാടകയ്ക്ക് 100 വർഷം റിസോർട്ട്. അപ്പോൾ അവർ പറഞ്ഞു തരാം. പെരിങ്ങനാട്ട് ബിൽഡിംഗ് പണിയാൻ ആശാരി, മേശിരി, കട്ട, JCB, അടൂരിൽ പൈലിംഗ്. അവർ കുഴിച്ചു നോക്കിയപ്പോൾ ഭൂമിയുടെ അടിവാരം പിളർന്നു. 2 ഭൂമിയുടെ അടി ചെക്ക് ചെയ്യുന്ന മൈനിങ് ജിയോളജിയുടെ വേൾഡിലെ ഫേമസ് കമ്പനിയ ഹാൽക്രോ. അവരെ കൊണ്ടുവന്ന് ക്യാമറ, നിങ്ങൾക്കറിയാം, താഴെ റോഡിൽ ഒരു ക്യാമറ വെച്ച് രാജസാർ പെയ്ത്തോമി വെച്ചാൽ ആ CC ക്യാമറ വഴി കാണുന്ന പോലെ അവർ ഒലിവുമലയുടെ ക്യാമറയുടെ വയറിട്ട് നോക്കിയപ്പോൾ ഭയങ്കര മുരൾച്ച. ക്യാമറയെ വലിച്ചുകൊണ്ട് അവിടെ ഓടി. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നു, അവിടെ മുരൾച്ച തുടങ്ങി. തഞ്ചാവൂര് പറഞ്ഞോലും ഇവിടെ കയ്യടി പോലും തുടങ്ങിയില്ല, കരമുയരുന്നില്ലല്ലോ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറാ. അന്ത്യകാല സംഭവം. 6000 കിലോമീറ്റർ ഭൂകമ്പം, 6000 കിലോമീറ്റർ earthquake is done by. പഠിക്കുന്ന മക്കൾ നല്ലോണം പടി മക്കളെ. സന്തോഷമില്ലല്ലോ? കുറച്ച് IAS IPS ഒക്കെ വേണം. സന്തോഷമില്ലല്ലോ രാജ സാറേ? സ്വോത്രം. സാറിൻ്റെ കുടുംബത്തിലുള്ള അച്ഛൻ എൻ്റെ പ്രിൻസിപ്പാളായിട്ടിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലായിക്കോണം, 6000 കിലോമീറ്റർ earthquake done by ഇറാഖ്. The last tent is come to Mozambique, South Africa. വായിക്കാം മോനെ ബൈബിൾ. ഒറ്റ വാക്യം കൂടെ വായിച്ചോ. അടുത്ത മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി മറ്റൊരു പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മലകളുടെ താഴ്വര ആസൽ വരെ എത്തും. സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ 6000 കിലോമീറ്റർ ഭൂകമ്പം. അതിനു മുമ്പ് പെരിങ്ങനാട്ട് ഒരു സംഭവം നടക്കും. അതാ കൺവെൻഷൻ. ഇന്ന് രാത്രി തീർക്കുന്നു. എസക്കേൽ 38, 19, 20.
വായിക്കാം. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടാകും. എല്ലാവരും ഇത് നോട്ട് ചെയ്ത് തീർക്കും. അമ്മാമ്മേ നെഞ്ചുവേദന എടുക്കണം, വയ്യാതെ തീരെ. ഇന്നലെ രാത്രി കുറ്റൂർ പ്രസംഗിച്ചിട്ട് വന്ന്, നാളെ നെടുമങ്ങാട്. എനിക്ക് വയ്യ, എങ്കിലും സാറ് വിളിച്ചോണ്ടാ 2 മണിക്കൂർ നിൽക്കുമ്പോഴത്തേക്ക് പകുതി ശ്വാസമാണ് പോകുന്നത്. തഞ്ചാവൂരിന് അറിയാം, സ്തോത്രം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഞാൻ പ്രസംഗിച്ചു വന്നു, തഞ്ചാവൂരുണ്ടായി, സ്തോത്രം. ഇന്ന് രാത്രി ഏറ്റവും വലിയ ഭൂകമ്പം, യേശു ഭൂകമ്പം എന്ന് പറഞ്ഞ എസക്കേൽ പറഞ്ഞെന്തറിയോ? അന്നാളിൽ ഇസ്രായേൽ ദേശത്ത് വലിയ ഭൂകമ്പം, ദാറ്റ് മീൻസ് ഗ്രേറ്റർ എർത്ത് ഡൺ ബൈ ഇസ്രായേൽ. പഠിക്കണം, ദിവസങ്ങൾ പഠിക്കാറുണ്ട്. അടുത്തത് ബാക്കി എല്ലാവരും വായിച്ചാട്ട്. ഇന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അടുത്ത വാക്ക്. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും, അതാ സുനാമി, കപ്പൽപ്പട മുഴുവൻ തകരും. അടുത്തത്. ആകാശത്തിലെ പറവയും, വിമാനം മുഴുവൻ റൺവേ കിട്ടത്തില്ല, കത്തി വീഴും. അടുത്തത്. കാട്ടിലെ മൃഗവും. ഇന്നത്തെ തീവ്രവാദികൾ, IS, മാവോയിസ്റ്റുകളെല്ലാം ഈ ഭൂകമ്പത്തിൽ പുറത്തിയാടും. അടുത്തത്. നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും. ഇഴജാതി എന്ന് പറഞ്ഞാൽ കരപ്പട്ടാളം, പാമ്പും ചേരയല്ല, കടങ്ങനകത്ത് വീടും. ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കരമുയർത്തുന്നവർക്കായി ഇസ്രായേല്. TPM ബൈത്തോം എത്ര കാര്യം കണ്ടിട്ടുണ്ട്, സന്തോഷമില്ലല്ലോ. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഇപ്പൊ IPC-കാർ വരുന്നുണ്ട്. ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് കരമുയരുന്നില്ലല്ലോ മാമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ക്ലിയർ ആയില്ലയോ? ഇനി ബാക്കി എത്ര സംഭവങ്ങൾ കിടക്കുന്നു. ഒറ്റ പ്രസംഗം. ഇവിടുന്ന് പല ചെറുപ്പക്കാരനോട് പഠിച്ച പ്രസന്റ് ഹോർമോസിന്റെ കാര്യമോ ഇന്നു യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നവനെ ഉയർന്നവനെ താഴ്ത്തും. അതങ്ങനെ ഇരിക്കുകയില്ല. ഉന്മൂലനാശം, ഫസ്റ്റ് വേൾഡ് വാർ നിങ്ങളുടെ മുമ്പിൽ, 2 സെക്കൻഡ് വേൾഡ് വാർ വരുന്നു, 3ാം ലോകമഹായുദ്ധം, ഒരു വലിയ ഭൂകമ്പം. ഈ ദിവസത്തെ ഓർത്ത് എന്റെ യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി, കരമുയർത്തുന്നവർക്കായി ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പെരിങ്ങനാടോട് ഞാൻ പറയുന്നു, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കരമുയരുന്നില്ലല്ലോ. ആ രാത്രി ഇവിടെ ഉയരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രത്യാശ, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. പെരിങ്ങനാട് ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. അടൂര്, പെരിങ്ങനാട്, മണക്കാലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം സാറ് പറഞ്ഞ സമയമാവുന്നതേ ഉള്ളൂ. പാച്ചൊന്നും ഉയർത്തി കാണിക്കണ്ട. ഇത്രയും പേരെ കിട്ടിയത് ഭാഗ്യമാണ്, സന്തോഷമില്ലല്ലോ. പലയിടത്തും വന്നേ പലരും മതിലിയാടി പോകും. പെരിങ്ങനാട്ടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, മതിലിയാടാത്തത് കൊണ്ട് സ്വോത്രം. അതുകൊണ്ട് പ്രത്യേകം അരുമயான தேவன் வல்லமை இந்த நாட்களில் இந்த மக்களுக்கு மேல் வருவது, அதுக்கு நான் நம்பர் கர்த்தனுக்கு மகிமை கொடுக்குது. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 കാര്യങ്ങളൂടെ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധത്തിലേക്ക് മടങ്ങി വരണം. സ്വോത്രം. നാട്ടുകാരും വീട്ടുകാരും കേട്ടുകൊണ്ടിരിക്കും. ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല, സ്തോത്രം. എല്ലായിടത്തും CSIയിലും മർത്തോമയിലും ഇവാഞ്ചലിക്കലും അല്ല. இந்த நாட்களில் ராஜசாரை நான் இவாஞ்சலிக்கல் கன்வென்ஷன் சென்னை பிரசங்கிக்க போய் அங்கே பிஷப்பை என்னிட்டு கேட்டிருக்குது, எதுக்கு ஐயா நீ பெந்தக்கோஸ் நிற்குது, நம்ம கூட நிற்க. சந்தோஷம் இல்லைല്ലോ, சோதரம். ஒரு அச்சனை விളിച്ചിട്ട് അച്ഛനോട് പറയും, இந்த பாஸ்டரோட அளவெடுக்க ஒரு குப்பாயம் அடிக்க. அந்த சந்தோஷம் இல்லைല്ലോ. ஐயோ, ഞാൻ പറഞ്ഞ് കുപ്പായം ഇട്ടില്ലേലും വേണ്ടില്ല, ഇത് അടിക്കുന്ന കണ്ട കേരളത്തിൽ കണ്ട എൻ്റെ ഉള്ള വേദിയൂടെ പോകും, ഞാൻ സ്ഥലം വിടും. അത് സ്വോത്രം. തമിഴ് ബിഷപ്പ് ഈസി തമിഴ്നാട് ഇവാഞ്ചലിക്കൽ ബിഷപ്പ് பேசுகிறதுக்கு நீ நம்ம கூட இருக்குது. இந்த மாதிரி அருமையான செய்தியை கொடுக்குங்க. സ്വോത്രം. നമുക്ക് இந்த செய்திയും വേണ്ട, ഒന്നും വേണ്ട, മനസ്സിലാകുന്നവർക്കായി. കേട്ടാട്ട് മക്കളെ, എന്താ സംഭവം എന്നറിയാമോ? ബാക്കി കേൾക്കാം. എന്താ? കാൽവറിയിൽ 2 ഹല്ലേലൂയ കള്ളന്മാരുടെ നടുവിൽ നാഥൻ പരമയാഗമായി. ഇതുകൂടെ കേട്ടാട്ടെ. ഇതാ സൂക്ഷിച്ചിട്ട് പ്രസംഗം അവിടെ നിൽക്കട്ടെ. 5 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. ഒരു കള്ളൻ യേശുവിന്റെ മേളിലോട്ട് എഴുതി നോക്കി, യഹൂദന്മാരുടെ രാജാവ്. പെന്തിക്കോസ്തുകാർ കേൾക്കാനാ, സ്വോത്രം. കേട്ടോ? അപ്പം ഈ കള്ളൻ യേശുവിനെ പരിഹസിച്ച് പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ കം ഡൗൺ, താങ്കൾ താഴെ ഇറങ്ങണം, ഞങ്ങളെ ഇറക്കണമെന്ന്. മറ്റേ കള്ളൻ ഈ കള്ളനെ നോക്കി, ഇതാ സൂക്ഷിച്ചിട്ട് പ്രസംഗം, നീ മിണ്ടരുത്. 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു, അവനില്ല യാതൊരു കുറ്റവുമില്ല. എന്നിട്ട് ആ കള്ളൻ നാടൻ മലയാളത്തിൽ, നമ്മൾ അടൂര്, പിട്ടാപ്പള്ളി, മൈജി, ഓക്സിജൻ എല്ലാം കുത്തിയാന്ന്. സന്തോഷമില്ലല്ലോ, സ്വാഭാവികമായിട്ട്. ലാസ്റ്റിൽ ആ കള്ളൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ മുഖത്ത് നോക്കി. ഇന്ന് രാത്രി പാസ്റ്റർമാരുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല, പെന്തിക്കോസിലെ നേതാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല, പ്രസംഗിക്കുന്ന എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല, കീബോർഡ് വായിക്കുന്ന ഞങ്ങളുടെ സുനിലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല. പെരിങ്ങനാടവരോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നോക്കാൻ കൊള്ളാവുന്ന ഒരു മുഖം, കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഓ, കള്ളനൊരു വെളിപ്പാട് കിട്ടി.
അവൻ കുമ്പനാട് ഹെബ്രോനിൽ പോയില്ല, കള്ളന് പിടികിട്ടി. ഇവൻ ഇവിടെ മരിച്ചാലും രാജാക്കന്മാരുടെ രാജാവായി വരും. ഇതാ സുവിശേഷ പ്രസംഗം. അവൻ ഒറ്റ കാര്യം പറഞ്ഞു, പ്രാണന വിടുമ്പോ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റ പോയിന്റ്, ഈ പാപിയായ എന്നെയും ഓർക്കണമേ. യേശു പറഞ്ഞു അടുത്ത വർഷം കുമ്മനാട്ട് കാണാം, അല്ലെ മണക്കാല കാണാന്നല്ല. യേശു പറഞ്ഞു, മോനെ ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. രാത്രി അപ്പച്ച അമ്മച്ചി നാഥന്റെ മുഖത്ത് നോക്കിയവനൊരു വെളിപ്പാടുണ്ട്. അവർക്കറിയാം അവൻ മടങ്ങി വരുമെന്ന്. ഇതാ സുവിശേഷ പ്രസംഗം. അവൻ്റെ അടുത്ത് നിറം നോക്കിയോ, മണം നോക്കിയോ, ഗുണം നോക്കിയോ, കീശയിലെ കാശ് നോക്കിയോ, കോടതിയിലെ കേസ് നോക്കിയോ? നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കാതെ, കീശയിലെ ഡോളർ നോക്കാതെ, ഇന്ന് രാത്രി അനുതപിച്ച് കരയുന്നവനെ മാറോട് ചേർക്കുന്ന ക്രൂശിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി പെരിങ്ങനാട്ട് ഞങ്ങൾ വരച്ച് കാണിക്കുന്നു. ഇതിന്റെ പേരാ ക്രൂശിന്റെ സ്നേഹം. വചനം നശിച്ചു പോകുന്നവർ പോഷത്വം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും അത് ദൈവശക്തി. പെന്തിക്കോസുകാരാണ് ഇനി വരത്തില്ല, അവസാന വരവാ. രായസാറ് കടിച്ചു പിടിച്ചിരിക്കുക, ദൂരെ നിൽക്കുന്ന കാര്യം ഉടുപ്പേ പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ദൂരെ വയ്ക്കുന്നത്, മനസ്സിലാക്കുന്നവർക്ക്. ഇന്ന് രാത്രി IPC-ക്കാരാന്നേ പറയും ലോക്കൽ നോക്കട്ട്, സെൻട്രപ്പച്ച ഒപ്പിടിട്ട് കുമ്പനാട് പോട്ട്. ഇതാണ് IPC. ചർച്ചക്കോടുകാരാന്നേ പറയും ലോക്കൽ DP മുളക്കട. സുനിൽ ഇവിടെ നിൽക്കുന്നത്. AG-ക്കാരാന്നേ പറയും ലോക്കൽ സെക്ഷൻ പുനലൂർ വരെ TJ ശാമുൽ സാർ നോക്കട്ട്. ഇവരിങ്ങനെ പറയും. ഞങ്ങളുടെ ശാരോങ്കാർക്കാന്ന് 8 കോടതിയാണ്. 1 ലോക്കൽ, 2 സെക്ഷൻ, 3 സെന്റർ, 4 റീജിയൻ, 5 മിനിസ്റ്റേഴ്സ്, 6 മാനേജേഴ്സ്, അടുത്തത് ദേശീയം, അന്തർദേശീയം. മണ്ണാങ്കട്ട ഒരിടത്തും നോക്കണ്ട. ഇന്ന് രാത്രി ശാരോങ്കാർക്ക് സന്തോഷമില്ല, കേൾക്കണം. നീയൊക്കെ ചെവി പടക്കി കേൾക്കണം. സ്വോത്രം. അതിനുവേണ്ടി ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കുന്നത്. കടമ്പനാട് ചൂരനാട്ട് എൻ്റെ പേര് വന്നിട്ട് വെട്ടിയ മാന്യന്മാരിൽ കളത്തിന് പുറത്താ. സ്വോത്രം. നിനക്ക് പേര് വെട്ടാനേ കഴിയും, അഭിഷേകമുള്ളവനെ നിർത്താൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം, മനസ്സിലാക്കുന്നവർക്ക് കേക്ക്. ഒരു കാലത്ത് ഇവിടെ ഞാൻ ഇനി വന്നില്ലേലും വേണ്ടിയല്ല, ഇവിടെ മണക്കാല പേര് വന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞതാ വല്ല കൈമടക്ക് കൊടുക്കാമെങ്കിൽ കയറാന്ന്. സ്വോത്രം. ഒരു കൈമടക്കം വേണ്ട. അഭിഷേകത്തോടെ ചങ്കൂറ്റത്തോടെ കാണണ്ടവരെ കാണണ്ട. നെഞ്ചത്ത് കൈവച്ച് മുട്ടുമടക്കുന്നതിന് വഴിയൊരുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി അനേക കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി വേർതിരിക്കുന്ന രാത്രി. നിറം നോക്കാതെ, മണം നോക്കാതെ ഇന്ന് രാത്രി നിന്നെ മാറോട് ചേർക്കുന്ന ക്രൂശിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി ഞാൻ വരച്ചു കാട്ടുന്നു. മമ്മേ ഒറ്റ സാക്ഷ്യം കൂടെ പറഞ്ഞൊരു കാര്യം നിർത്താൻ സൗകര്യമാർ കേൾക്കണം. ഇത് കേട്ടോണ്ടേ എഴുന്നേൽക്കാവൂ. ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി. The power of the Holy Spirit determined by this evening. യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഒറ്റ സാക്ഷ്യം നാട്ടുകാരുടെ അടുത്ത് നാളെ പറയണം. സഹോദരിമാർക്ക് വേണ്ടി അച്ഛന്മാർ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂർ പ്രസംഗിക്കുന്ന ഒരു അച്ഛനുണ്ട്, ഷാജി തോമസ് അച്ഛൻ. എല്ലാവരും കേൾക്കണം. അദ്ദേഹം 2024 കുവൈറ്റിൽ പോയി 4 ദിവസത്തെ കുവൈറ്റ് അബ്ബാസിയ മാർത്തോമയുടെ കൺവെൻഷൻ. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം പള്ളിയോടുള്ള മിഷൻ വീട്ടിലാണ്. ഉച്ചയ്ക്ക് ചിലർ ഗസ്റ്റായിട്ട് കൊണ്ടുപോകും. ശനിയാഴ്ച യോഗം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരി ദാണ്ട് ഒരു മോൾ, നമ്മുടെ കൊച്ച് ദാണ്ട് എവ നിൽക്കുന്നു മോൻ. ഈ ഒരു മോനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കോ, കൺവെൻഷൻ കഴിച്ച് തിങ്കൾ പോവുക. അച്ഛൻ പറഞ്ഞു മറ്റൊരിടത്ത് ഏറ്റുപോയി, 4 മണിക്ക് ഞാൻ വരാം. സൗകര്യമാർ കേൾക്കണം. അവിടെ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ചെന്നൊരു കൊച്ചു വീട്, സിനി 34 വയസ്സ്, കുവൈറ്റ് മർത്തോമ ചർച്ചിൽ പാടുന്നു. അവിടെ സൺഡേ സ്കൂൾ ടീച്ചർ, ഭർത്താവ് ഒരു ജോലിക്കാരൻ, 4 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ്. കേൾക്കണം. ഈ പ്രാർത്ഥനയും കഴിഞ്ഞ് ചായം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളൊരു CD കൊടുത്ത്, മോളെ പഠിക്കുന്ന മോളെ നീ കണ്ടോണം, കേട്ടോണം. ആ CD-യിൽ 2 ഫോട്ടോ. ഒന്ന് IV ട്രിപ്പ്, അവളുടെ കയ്യിൽ കയറുന്നു, ഒന്നൊരു മൈക്ക്. അതിൻ്റെ പേര് നാദാ നീ തന്ന സൗഖ്യം, 10 പാട്ട്. അച്ഛൻ ഞെട്ടിപ്പോയി. സിനിയോട് ചോദിച്ചു, മോളെ ഇതെന്താ? അച്ഛൻ ഇതൊരു ഭയങ്കര സാക്ഷിയോ. 4 വർഷം പിറകിൽ എൻ്റെ നാവിന് തടിപ്പ. കുവൈറ്റിലെ ഹോസ്പിറ്റൽ മുഴുവൻ തള്ളി ക്യാൻസർ. അവസാന ബന്ധുക്കളുടെ സാഹചര്യത്തിൽ 8 മണിക്ക് രാത്രി പ്ലെയിൻ കയറി അമ്മാമേ 12 മണിക്ക് തിരുവനന്തപുരത്ത് വന്നു. 1 മണിക്ക് ലോഡ്ജ് എടുത്തു. പിറ്റേന്ന് ബന്ധുക്കളുടെ സാഹചര്യത്തിൽ കുവൈറ്റിൽ പോയി, RCC പോയി. കുഞ്ഞിനെ അടുത്ത ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. രാവിലെ RCC ലേഡി ഡോക്ടറെ കണ്ടു. ഈ റിപ്പോർട്ട് കുവൈറ്റിൽ നോക്കി. ആ ലേഡി ഡോക്ടറുടെ മയമില്ലാതെ സിനിയുടെ അടുത്ത് 34 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഇത് 4ാമത്തെ സ്റ്റേജാ, നാവ് മുറിച്ചാൽ നീ രക്ഷപ്പെടുമെന്നു. സ്വോത്രം. കേൾക്കണം. ജീവിക്കുന്ന ഒരു കർത്താവുണ്ടോ. സ്വോത്രം. അപ്പൊ ഇന്ന് വൈകി പോയി. പിറ്റേന്ന് ബയോപ്സി എടുക്കണം. അത് കഴിഞ്ഞിട്ട് സ്കാൻ എടുക്കണം. ഡോക്ടർ പറഞ്ഞു പോകണം, നാളെ 7 മണിക്ക് വരണം, പൈസ എല്ലാം കെട്ടാൻ. അവർ പോയി. പിറ്റേന്ന് അന്ന് രാത്രി റൂമിൽ കരം കൊടുത്തു. 2 പേർ കരം കൊടുത്താൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്നവനാ സ്വർഗത്തിലെ ദൈവം. സിസ്റ്ററെ, അമ്മാമ ഇത് കേട്ടോണ്ട് നാട്ടുകാരടുത്ത് വേണം. സിനി ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞോളൂ, എനിക്കൊന്നുകൂടെ കുവൈറ്റിലെ പള്ളി പാടാൻ അവസരം തരണം, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ അവസരം തരണം. ബാക്കി കേട്ടോ. അവൾ വന്ന് ടെസ്റ്റ് എടുത്തു. ഡോക്ടർ പറഞ്ഞ് ഈ പട്ടണം വിടരുത്. 8ാം ദിവസം ബയോപ്സി ഇട്ടു. പനി വരാൻ സാധ്യത. ഒരു പനിയും വന്നില്ല. 8ാം ദിവസം RCCയുടെ മെയിൻ OP പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തു. ജൂനിയർ ഡോക്ടർ ഈ അക്ഷയെന്ന് പ്രിന്റ് എടുക്കുന്ന പോലെ എടുത്ത്. കേട്ടോ അമ്മാമയെ? അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു മന്ദസ്മിത. കിളിപാതിക്കുള്ള അകത്ത് കൊടുത്തു. മെയിൻ ഡോക്ടറെ കാണാൻ പറഞ്ഞു. ചെറുപ്പക്കാരി ഇരുന്നപ്പോൾ വ്യത്യസ്ത സമുദായ
സമുദായത്തിലുള്ള ഡോക്ടർ അവർ പറഞ്ഞു, ഒരു മിറക്കൽ നടന്നിട്ടുണ്ട് സിനി, തൽക്കാലം നാവ് മുറിക്കേണ്ട ആവശ്യമില്ല. കരമുയർത്തുന്നവർക്കായി അവൾ 2 വർഷം അമ്മാമ RCC വന്ന് കീമോയും റേഡിയേഷൻ എടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യമായി. അവിടെ നാവ് കൊണ്ടെഴുതിയ പാട്ട നാദാ നീ തന്ന സൗഖ്യ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ജീവിക്കും. കരമുയർത്തുന്നവർക്കായി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുക. ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, ഹൃദയം നുറങ്ങി പന്തലിൽ കരയുന്നവർക്ക് വിടുതൽ തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ടെ. അവസാന ഭാഗം, മോനെ എഴുന്നേറ്റോണം, രാപ്പകലില്ല അവിടെ. ഇന്ന് രാത്രി ഇതാ എൻ്റെ പ്രസംഗം. 6 സംഭവങ്ങൾ ഇസ്രായേലിൽ. 1, സൈന്യങ്ങൾ യെരൂശലേമിനെ വളയും. 2, റഷ്യ നേതൃത്വം കൊടുക്കും. 3, ഇസ്രായേൽ കരയും. 4, നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 5, ഒലിവുമല പിളരും. 6, മാമേ 6000 കിലോമീറ്റർ ഭൂകമ്പം ഇസ്രായേലിൽ. ഇത്രയും കാര്യം അവിടെ നടക്കും. ആ ഭൂകമ്പം അവിടെ നടക്കുന്നതിന് മുമ്പ് പെരിങ്ങനാട്ടൊരു ശബ്ദം കേൾക്കും. കരമുയർത്തുന്നവർക്കായി അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവന്റെ എതിരേൽപ്പാൻ ഈ തലമുറയിൽ എടുക്കപ്പെടും. സമയം അവസാനിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. 2-3 words wind up these messages in this time. This message is kindly transferred to, ഇത് വീഡിയോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുക്കണം. ഗൾഫിലെ കുഞ്ഞുങ്ങൾ വലിയ പരിഭ്രമത്തില, യുദ്ധമൊന്നും വരത്തില്ല. ഉലകത്തിലെ മഹാന്മാർ കല്ലറയിലെ അമ്മാമൻ, രാജീവ് ഗാന്ധി, ഇന്ദിരാജി, നെഹ്റുജി, ചാച്ച, മഹാത്മാജി രാജ് കെട്ടി കിടക്കും. അടുത്തത് കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ കിടപ്പുണ്ട്. ലെനിന് സ്റ്റാലിൻ അവിടെ കിടക്കുന്നു. പെരിങ്ങനാട് കിടക്കുന്നത് റഷ്യയിലെ ക്രെംലിൻ. എന്നാൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറ് പലസ്തീനിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. 26 ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. ഇനി അവൻ കാനാവിലെ കല്യാണ വീട്ടിലല്ല വരുന്നത്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി, കരമുയർത്തുന്നവർക്കായി യേശു രണ്ടാമത് മടങ്ങി വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വലത് കരം ഉയർത്തിപ്പിടിക്കാം, വലത് കരം ഉയർത്തിപ്പിടിക്കാം, വലത് കരം ഉയർത്തിപ്പിടിക്കാം. ഈ മണ്ണൊരു സാക്ഷ്യം കേട്ടാകട്ടെ. കരമുയർത്തിപ്പിടിച്ചാട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. നെല്ലിമുകളെ, മണക്കാലെ, പെരിങ്ങനാട്, അടൂര്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യെസ്, കമോൺ, എല്ലാവരും എഴുന്നേറ്റ് കരത്തെ തട്ടി കർത്തർക്ക് മഹിമൈ ദേവൻ വല്ലമായി. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ ഒരു വീട്. 4 ജീവികൾ പാടും ആ വീട്. എല്ലാ കരങ്ങൾ പഠിച്ച് കോയറിനോട് ചേർന്ന് എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി. യെസ്, എല്ലാ കരങ്ങൾ പഠിച്ച് ആണ്ടവരിൽ വല്ലമായി, ദേവൻ വല്ലമായി. യെസ്, പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും വീട്. ചേർന്ന് പാടി. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും വീട്. ജീവജല നദി